നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ വിഘ്നേശ്വര ഭഗവാനെ, ഭഗവാന്റെ വിവാഹോത്സവം മംഗളമായിട്ട് കഴിഞ്ഞു. എല്ലാവരെയും ഭഗവാൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരായുഷ്കാലം മുഴുവൻ ഓർക്കാനുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് കടന്നുപോയത്. ഭഗവാന്റെ വിവാഹത്തിന് ശേഷം ദേവന്മാരൊക്കെ പിരിഞ്ഞുപോയി, ഋഷിമാരും പിരിഞ്ഞുപോയി, എല്ലാവരും പിരിഞ്ഞുപോയി. ഭഗവാന്റെ ഏതാനും ഭക്തരും അതേപോലെ തന്നെ ഭഗവാന്റെ അച്ഛനമ്മമാരായിട്ടുള്ള മഹാദേവനും ദേവിയും ഭഗവാന്റെ സഹോദരനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി മാത്രം അവശേഷിച്ചു. ഇതിപ്പോൾ നമ്മൾ കുറച്ച് പേരല്ലേ ഇവിടെ ആകുള്ളൂ. കല്യാണത്തിന് വന്നവർ എല്ലാവരും ഒരുമാതിരി എല്ലാവരും പോയി കഴിഞ്ഞു അല്ലേ. അപ്പം അതുപോലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ സിന്ധുരാജൻ്റെ അമ്മ ഞാൻ പ്രഭാഷണം ആയിക്കോട്ടെ. സർവേശ്വര സിന്ധുരാജൻ്റെ വധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ചക്രപാണി ഭഗവാനെ സ്തുതിച്ച് വന്ദിച്ച് ക്ഷമാപണം നടത്തി. ഭഗവാൻ അദ്ദേഹത്തിനെ ഈ ഗണ്ഡകി നഗരത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു. ഗണ്ഡകി നഗരം കേന്ദ്രമാക്കിയിട്ട് പണ്ട് രാജ്യം ഭരിച്ചിരുന്ന ചക്രപാണിയാണ്. അദ്ദേഹത്തിനെ വീണ്ടും അവിടെ തന്നെ അവരോധിച്ചിട്ട് ഭഗവാൻ പുറപ്പെടുകയാണ്. മയൂരേശൻ മയിൽവാഹനത്തിൽ കയറിയിട്ട് തൻ്റെ പത്നിമാരായിട്ടുള്ള സിദ്ധിയും ബുദ്ധിയും ഇരുവശത്തും ഇരുത്തിയിട്ട് യാത്ര തുടങ്ങി. തൻ്റെ നഗരമായിട്ടുള്ള മഹാദേവൻ്റെയും ദേവിയുടെയും ആ ആശ്രമസ്ഥലത്തേക്കായിരുന്നു യാത്ര. ഭഗവാൻ ചക്രപാണി എന്ന രാജാവിനെ അയാളുടെ നഗരമായിട്ടുള്ള ഗണ്ഡകിയിലേക്ക് യാത്രയാക്കി. ഗണ്ഡകിയിലുള്ള ജനങ്ങൾക്കും ഭഗവാനെ പിരിയാൻ വളരെ വിഷമായിരുന്നു. ഭഗവാന്റെ അനുവാദം മേടിച്ചിട്ട് ചക്രപാണി തിരിച്ച് നഗരത്തിലെത്തി. ഭഗവാനാണെങ്കിൽ മയൂരേശ്വരത്തേക്കും എത്തി. മയൂരേശ്വരപുരിയിലെത്തിയിട്ടുള്ള ഭഗവാൻ എല്ലാവരുടെയും ആരാധനാസൂചകമായിട്ടുള്ള കാഴ്ചയ്ക്ക് പാത്രമായി. എല്ലാവരും ഭഗവാനെയും പത്നിമാരെയും കൺകുളിർക്കെ കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മയൂരേശ്വരം എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ തമിഴ്നാട്ടിലുള്ള മായാവരാണ്, മയിലാടുതുറൈ എന്ന് പറയും. ആ സ്ഥലത്തായിരുന്നു ഭഗവാന്റെ അവതാരം ഉണ്ടായതെന്നാണ് സങ്കല്പം. ഇന്ന് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തിരുച്ചെങ്കട്ടാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഭഗവാന്റെ ആ പ്രതിഷ്ഠ കാണാൻ സാധിക്കും. ആ ഭഗവാനെ തന്നെയാണ് വാതാപി ഗണപതി എന്ന് പറയണത്. ആ വാതാപി ഗണപതിയെക്കുറിച്ചാണ് മുത്തുസ്വാമി ദീക്ഷിതർ മനോഹരമായിട്ടുള്ള ഹംസധ്വനി രാഗത്തിൽ വാതാപി ഗണപതിം ഭജേ എന്നുള്ള പാട്ട് എഴുതിയത്. നമ്മൾ ശരിക്കും തെക്കേ ഇന്ത്യക്കാർക്ക് ഗണപതിയെ പരിചയം ഉണ്ടായിരുന്നില്ല. ഇവിടെ തെക്കേ ഇന്ത്യയിൽ ഗണപതിയുടെ വിഗ്രഹങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ആകെ അറിയണ ശിവൻ്റെ മകൻ സുബ്രഹ്മണ്യനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പല്ലവന്മാരുടെ കാലത്ത് മഹേന്ദ്ര പല്ലവനെ പുലികേശി രണ്ടാമൻ ചതിച്ചു കൊല്ലും. കാഞ്ചി നഗരത്തിനെ ഉപരോധിച്ചിട്ട് അനവധി ദിവസം അവരെ ബുദ്ധിമുട്ടിച്ചു. മഹേന്ദ്ര പല്ലവൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കവിയായിരുന്നു. യുദ്ധം ചെയ്യണേൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല കുറേ ദൂരത്തുള്ള ഒരു സാമ്രാജ്യത്തിൻ്റെ ഒരു ചക്രവർത്തി വന്ന് നമ്മളെ ബുദ്ധിമുട്ടിലാക്കും, ശത്രുക്കളില്ലല്ലോ നമുക്ക്, അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം അങ്ങനെ കരുതി. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ചാലൂക്യന്മാർ പുലികേശി രണ്ടാമൻ്റെ നേതൃത്വത്തിൽ കർണാടകത്തിലെ ബാദാമിയിൽ നിന്ന് വലിയൊരു പടയോടുകൂടി വന്നിട്ട് കാഞ്ചി ഉപരോധിച്ചു. അനവധി ദിവസം ഉപരോധം നീണ്ടു വന്നു. അവസാനം മഹേന്ദ്ര പല്ലവൻ മാരകമായിട്ട് മുറിവേറ്റിട്ടാണ് ഒരു ചതിയിൽ മരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ മാമല്ല നരസിംഹ പല്ലവൻ വളരെ ചെറുപ്പമായിരുന്നു. അദ്ദേഹം വളരെ മഹാപണ്ഡിതനും കവിയും ഒക്കെ ആയിരുന്നു അച്ഛനെ പോലെ എന്നുണ്ടെങ്കിലും ഒന്നാന്തര യോദ്ധാവുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നരസിംഹ പല്ലവൻ എന്ന പേര് എന്നുണ്ടെങ്കിലും മാമല്ലൻ എന്നുള്ള പേര് വരാൻ കാരണം അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വിജയങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് പിൽക്കാലത്ത് മാമല്ലപുരം അഥവാ മഹാബലിപുരം പണിതത്. ചെന്നൈയുടെ അടുത്തുള്ള മാമല്ലപുരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് പണിതതാണ്. മഹേന്ദ്ര പല്ലവനുള്ള കാലത്തെ പണിതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പരഞ്ജ്യോതി എന്ന് പറഞ്ഞിട്ട് ചെറുപ്പകാലം തൊട്ടിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന ഒരു സുഹൃത്ത്. പരമശിവഭക്തനാണ്, ഒന്നാന്തരം സൈന്യാധിപനുമായിരുന്നു. തൻ്റെ അച്ഛനെ ചതിച്ചു വന്നപ്പോൾ നരസിംഹ പല്ലവൻ പകരം വീട്ടാൻ കാത്തിരുന്നു പുലികേശിയുടെ അടുത്ത്. ഈ സഹോദര തുല്യനും സുഹൃത്തുമായിട്ടുള്ള പരഞ്ജ്യോതിയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എൻ്റെ അച്ഛനെ വധിച്ചവനെ പിടിച്ചു കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിടുക, അതിന് നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മെല്ലെ മെല്ലെ
തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ സൈന്യത്തിലേക്ക് ചേർത്ത് രഹസ്യമായിട്ട് സൈന്യത്തെ സമ്പാദിച്ചു. എല്ലാവർക്കും ഓരോ കോഡ് അക്ഷരം കൊടുത്തു. ഇന്ന സ്ഥലത്ത് വന്ന് സൈന്യത്തിൽ ജോയിൻ ചെയ്യാം. സൈന്യങ്ങളെ കൂട്ടുണ്ടെന്ന് പുറമേ അറിയാൻ പാടില്ല. അങ്ങനെ കൂട്ടി ഒരു വലിയ പടയായിട്ട് ഒരു സുപ്രഭാതത്തിൽ പുലികേശിയുടെ ബാദാമി, സംസ്കൃതത്തിൽ ബാദാമി എന്ന് പറഞ്ഞ് വടക്കൻ കർണാടകത്തിലെ സ്ഥലമാണ്, അത് ആക്രമിച്ചു. പുലികേശി ഒരു മോശക്കാരനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഈ അജന്ത എല്ലോറ ഗുഹകളിലെ അജന്തയിലെ പ്രത്യേകിച്ചും ചിത്രങ്ങൾ വരപ്പിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്താണ്. പക്ഷെ മഹാക്രൂരനുമായിരുന്നു. ഇവർ ബാദാമി ആക്രമിച്ച സമയത്ത് പുലികേശിക്ക് അപ്പോഴേക്കും പ്രായമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പല്ലവപ്പട കത്തിച്ചു കളഞ്ഞു ബാദാമിയെ, അഗ്നിക്കരയാക്കിയെന്ന്. ആ സമയത്ത് പല്ലവന്മാരുടെ സൈന്യം എരച്ച് കയറിയപ്പോൾ പരഞ്ജ്യോതി സൈന്യാധിപനായതുകൊണ്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പോയി. ഈ മറ്റ് വിഭാഗങ്ങളെപ്പോലെ വേറെ ആൾക്കാരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്ന സ്വഭാവമൊന്നും പല്ലവന്മാർക്കും ആ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്കും പഴയകാലം തൊട്ടേ ഇല്ലായിരുന്നു. പക്ഷെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പൂജാമുറിയിൽ ശിവലിംഗങ്ങൾ ഇരിക്കുന്നുണ്ട്. പുലികേശി ശൈവനാണ്, ധാരാളം ശിവലിംഗങ്ങൾ. പരഞ്ജ്യോതി ഒരു വിചിത്രമായിട്ടൊരു പ്രതിമ കണ്ടു. ആനയുടെ തലയും കൊടവയറ് 2 കയ്യും ഉള്ളൊരു പ്രതിമ. ഇതെന്താണെന്ന് ചോദിച്ചു. അറിയില്ലേ, ഇത് ശിവൻ്റെ പുത്രനാണെന്ന് തടവിലാക്കപ്പെട്ടൊരു പടയാളി പറഞ്ഞു. ഞങ്ങളൊക്കെ ആരാധിക്കുന്നതാണ്, പേര് ഗണേശൻ എന്നാണ്. അപ്പോൾ പരഞ്ജ്യോതിക്ക് അത്ഭുതമായി. ഞാനിങ്ങനെ ഒരു ദേവനെക്കുറിച്ച് കേട്ടിട്ടില്ല, എൻ്റെ ഭഗവാന്റെ മകൻ തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ആ വിഗ്രഹത്തിനെ അവിടുന്ന് ബഹുമാന പുരസ്സരം എടുപ്പിച്ചു. പുലികേശി അപ്പോഴേക്കും ഇവർ തടവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പുലികേശിയെ കുതിരയുടെ വാലിൽ കയറും ചങ്ങലയും ഇട്ട് കെട്ടിയിട്ട് വടക്കൻ കർണാടകം തൊട്ടിട്ട് മദ്രാസിൻ്റെ അടുത്ത് മഹാബലിപുരം വരെ വലിച്ചുകൊണ്ട് വന്നു. ഭഗവാനെ എഴുന്നള്ളിച്ചും കൊണ്ടുവന്നു. പുലികേശി കാഞ്ചിയിലെത്തിയപ്പോഴേക്കും എല്ലും തോലുമായി പോയി, ഈ വഴിക്കോടിട്ട് വലിച്ചുകൊണ്ട് വന്നിട്ട്. അങ്ങനെ മഹേന്ദ്രപല്ലവനെ ചതിച്ചു വന്നതിന് പകരം വെട്ടിയത് അങ്ങനെയാണ്. സാമ്രാജ്യമൊക്കെ വിസ്തൃതമാക്കി എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ പരഞ്ജ്യോതി സുഹൃത്തായിട്ടുള്ള രാജാവിൻ്റെ അടുത്ത്, നരസിംഹപല്ലവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്നെ റിട്ടയർ ചെയ്യാൻ അനുവദിക്കണം. അന്ന് ചെറുപ്പമാണ് പറയാൻ, 30-35 വയസ്സേ കാണുള്ളൂ പരഞ്ജ്യോതിക്ക്. അപ്പോൾ നീ എന്താ ചെയ്യാൻ പോണിനി? അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും, അങ്ങേക്ക് ഏത് ഉപദേശത്തിനും എന്ത് സഹായത്തിനും ഞാൻ വരും. പക്ഷേ ഞാൻ ശിവനടിയാർമാരെ പൂജിക്കാൻ പോവാണ്. ശിവൻ്റെ ഭക്തരെ പൂജിക്കുന്ന, ശിവൻ്റെ ഭക്തൻ്റെ കാലിലെ പൊടിയാവാനാണ്. തൊണ്ട് ചെയ്യുക എന്നാണ് പറയുക തമിഴിൽ. ശിവനടിയാർമാർ, തൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനം. തൊണ്ടരടി പൊടി നായനാർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെ, തൊണ്ടരടിപ്പൊടി ആഴ്വാർ എന്ന് പറഞ്ഞിട്ട് തന്നെ വൈഷ്ണവ സന്യാസിമാരുടെ ഒരാളുണ്ട്. സന്യാസിമാരുടെ ഭഗവാന്റെ ഭക്തരുടെ കാലിലെ പൊടിയുടെ പൊടിയായിട്ടിരിക്കണമെന്ന് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി മുതൽക്ക് ഞാൻ അങ്ങനെ എൻ്റെ ജന്മനാട്ടിൽ പോയിട്ട് ഭഗവാനെ സേവിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശൈവസന്യാസിയായി. പത്നിയുണ്ട്, എന്നാലും അദ്ദേഹം ഒരു സന്യാസം പോലുള്ളൊരു ജീവിതമായിരുന്നു. അദ്ദേഹത്തിനാണ് തിരുത്തൊണ്ട നായനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശിവക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ നിറയെ നായനാർമാരുടെ 63 പേരുടെ നിൽക്കണ പ്രതിമകളിലൊന്ന് ഈ തിരുത്തൊണ്ട നായനാർ എന്നുള്ള പരഞ്ജ്യോതിയാണ്. അദ്ദേഹം ഈ വിഗ്രഹത്തിനെ തൻ്റെ നാട്ടിൽ കൊണ്ടുപോയി. തിരുച്ചങ്കട്ടാംകുടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അദ്ദേഹം അവിടെ കൊണ്ടുപോയിട്ട് ഈ വിഗ്രഹത്തിനെ പ്രതിഷ്ഠിച്ചു. ഈ മായൂരത്തിൽ, ഇവിടെയാണ് ഭഗവാൻ അവതരിച്ച് മയൂരേശ്വരനായിട്ട് നമ്മൾ ഇത്രയും നേരം കേട്ട കഥ, ഭഗവാന്റെ അവതാരം ഉണ്ടായത് അവിടെയാണെന്നാണ്. അങ്ങനെ അവിടെ സ്ഥാപിച്ചു. വാതാപിന്ന് കൊണ്ടുവന്ന ഗണപതി ആയതുകൊണ്ട് അതിന് വാതാപി ഗണപതി എന്ന് പേരും വന്നു. വർഷങ്ങൾ കടന്നുപോയി. ബ്രിട്ടീഷ് ഭരണകാലം വന്ന സമയത്ത് മുത്തുസ്വാമി ദീക്ഷിതരുടെ അച്ഛൻ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു ക്ലർക്കായിരുന്നു. സംഗീതത്തിൽ അസാധ്യ വിവരമുള്ള ആളായിരുന്നു, പക്ഷേ ക്ലർക്കുമായിരുന്നു സർക്കാർ ഓഫീസിൽ. ഒരു ദിവസം അതിരാവിലെ മൂപ്പര് കലക്ട്രേറ്റിൽ ജോലിക്ക് പോയതാണ്. ജോലിക്ക് പോയ സമയത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാർ ബ്യൂകൾ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ജനാലയ്ക്കിലിരുന്നിട്ട് കണക്കെഴുതുക, ഫയൽ നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഈ പട്ടാളം ഇങ്ങനെ ബ്യൂകൾ വിളിച്ച് നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു രസമായിട്ടുള്ള ഒരു ബ്യൂകളെന്ന് പറയുമ്പോഴേക്കും ബ്യൂകളുടെ ശബ്ദം, അപ്പം ഒരു വളരെ രസമായിട്ടുള്ള ഒരു രാഗത്തിനുള്ള സാധ്യത ആ പാട്ടിലുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ആ പാട്ടിനെ ശ്രദ്ധിച്ച് അദ്ദേഹം കുറച്ച് നോട്ടുകൾ എഴുതി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ തൻ്റെ മകൻ മിടുമിടുക്കനാണ് മുത്തുസ്വാമി. മുത്തുസ്വാമിക്ക് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ ബ്യൂകളിൽ ഇങ്ങനെ പട്ടാളക്കാർ വായിക്കണ ഒരു ട്യൂൺ കേട്ടു, അതിൻ്റെ സ്വരങ്ങളിലൊരു രാഗത്തിനുള്ള സാധ്യതയുണ്ട്, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്,
എന്ന് പറഞ്ഞിട്ട് ഈ സ്വരങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അന്ന് രാത്രി അദ്ദേഹം ഇരുന്ന് ഉണ്ടാക്കിയതാണ് ആ സ്വരങ്ങൾ വെച്ചിട്ട് ആദ്യമായിട്ടൊരു രാഗം ഹംസധ്വനി. അതിലാദ്യത്തെ കൃതി അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള വാതാപി ഗണപതിം ഭജേഹം എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള പാട്ട്. അങ്ങനെയാണ് ഈ വാതാപി ഗണപതിം ഭജ എന്നുള്ള പാട്ടുണ്ടായത്. ഇതൊക്കെ ഇങ്ങനത്തെ അവസരത്തിലേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കഥകളൊക്കെ നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് തിരുച്ചെങ്കട്ടാൻകുടിയിൽ പോയി കഴിഞ്ഞാൽ ഭഗവാനെ കാണാൻ പറ്റും. അവിടുത്തെ മണ്ണിൻ്റെ നിറം മുഴുവൻ മറ്റ് അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ പോലെയല്ല, കടും ചുവന്ന നിറമാണ്. കടും ചുവന്ന നിറമാണ്. അത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വന്നിട്ടുള്ള മണ്ണാണെന്നാണ് പറയുന്നത്. ഭഗവാൻ പൃഥ്വിതത്വം കൂടിയാണല്ലോ, ചുവന്ന നിറവാണ് ഗണപതിക്ക്. ഇങ്ങനെ അനവധി വിശേഷമായിട്ടുള്ള കഥകളുണ്ട്. ഇപ്പം നമ്മൾ പാലക്കാടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല്ലശന, പല്ലാവൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ കാണാം. അതൊക്കെ പല്ലവ സൈന്യങ്ങൾ വന്ന് തമ്പടിച്ച സ്ഥലങ്ങളായിരുന്നു. അനവധി സ്ഥലങ്ങളുണ്ട്. അതേപോലെ കേരളത്തിൽ മറ്റ് പലയിടത്തും പല്ലവന്മാരുടെ സ്വാധീനമുള്ളത്. അപ്പോൾ അവിടെയൊക്കെ അവർ ഗണപതിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചു എന്നാണ് പറഞ്ഞത്. കേരളത്തിലേക്ക് ഗണപതിയെ കൊണ്ടുവന്നതും പല്ലവന്മാരാണ്. അങ്ങനെ ഗണപതിയുടെ പ്രതിഷ്ഠ സാർവത്രികമായി എല്ലായിടത്തും സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ പ്രചരിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിനൊക്കെ മൂലകാരണമായിട്ടുള്ള ആ പ്രതിഷ്ഠയിരിക്കുന്നത് ആ മയൂരേശ്വരത്താണ്. ആ മയൂരേശ്വരപുരിയിലേക്ക് ഭഗവാൻ തിരിച്ചെത്തി. അക്കാലത്ത് ശ്രീപാർവതിയും ഭഗവാനും അവിടെയാണ് താമസിച്ചിരുന്നത്. ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരൊക്കെ സന്നിഹിതരായിരുന്നു. നമ്മൾ കല്യാണം കഴിച്ച് പെൺകുട്ടിയും കൊണ്ട് വരം വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ ബന്ധുക്കളും വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്നിട്ടാണല്ലോ താലമൊക്കെ വെച്ച് സ്വീകരിക്കുക. അങ്ങനെ ശ്രീപാർവതി തൻ്റെ 2 മരുമക്കളെയും താലമൊക്കെ കാണിച്ചിട്ട് സ്വീകരിച്ചു. സിദ്ധി ബുദ്ധി ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കൺസെപ്റ്റല്ല. ബുദ്ധി ശുദ്ധബുദ്ധിയാണ് ഭഗവാൻ. ഞാൻ പറഞ്ഞല്ലോ, സാക്ഷാൽ ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഷുമ്നയിൽ കൂടെ സഞ്ചരിക്കുന്ന കുണ്ഡലിനിയുടെ മേലോട്ടുള്ള പ്രവാഹമാണ്, മേലോട്ടുള്ള ഉയർച്ചയാണ്. കീഴോട്ട് വരുന്നതാണ് സുബ്രഹ്മണ്യൻ. കുണ്ഡലിനി മൂലാധാരത്തുനിന്ന് ഓരോ ചക്രം ഭേദിച്ച് 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 സഹസ്രാരത്തിലെത്തുമ്പോൾ ആ യാത്ര ഗണപതിയാണ്. അവിടെ ചെന്നിട്ട് അതിങ്ങനെ, അന്ന് ഞാനൊരു ദിവസം പറഞ്ഞു, വെടിക്കെട്ടിൽ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വടരില്ലേ, അതുമാതിരി ഇങ്ങനെ പൊട്ടിയിട്ട് ആനന്ദം വടർന്നിട്ട് ഇങ്ങനെ താഴേക്ക് വരലാണ് സുബ്രഹ്മണ്യൻ. കുണ്ഡലിനി എന്ന് പറയുന്ന ദേവിയാണ്, സഹസ്രാരം ശിവനാണ്. സമ്മേളിക്കലാണ് ആ യാത്ര. മേലോട്ടുള്ള യാത്ര ഗണപതി, കീഴോട്ടുള്ള യാത്ര സുബ്രഹ്മണ്യൻ. ആ മേലോട്ടുള്ള യാത്രയിൽ മേലോട്ട് സുഷുമ്ന വഴി കുണ്ഡലിനി കയറി പോകുമ്പോൾ ഇടത്തുള്ള ഇട എന്ന് പറഞ്ഞ നാടിയും വലത്തുള്ള പിങ്കള എന്നുള്ള നാടിയും, ചന്ദ്രനാടി സൂര്യനാടി, ഇത് തന്നെയാണ് സിദ്ധിയും ബുദ്ധിയും. ഇത് മേലോട്ട്. ഇനി ഇത് താഴോട്ട് വരുമ്പോഴോ സുഷുമ്ന മുരുകനാവും, വല്ലിയും ദേവസേനയായിട്ട് മാറും. അത്ര വ്യത്യാസമുള്ളൂ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം എന്തെങ്കിലും കുറച്ച് തത്വം പറയണ്ടേ? പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല, അത് പറയണം. വെറും കഥയല്ല ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സൂചിപ്പിച്ചത്. ഗുരുവായൂരപ്പ സദസ്സിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് രതിയും കാമദേവനും ഇരിക്കണം കണ്ടു. ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന വിരജ ആ ദേവി ഇരിക്കുന്നത് കണ്ടു. ആശ്രയ എന്ന് പറയുന്ന ദേവി, മുക്താദേവി, ഭഗവാൻ നാരായണൻ, ഇങ്ങനെ മാർജാരി എന്ന് പറഞ്ഞൊരു ദേവത, ഇങ്ങനെ അനവധി ദേവതകളെ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ചിലതൊന്നും ഇന്ന് ആരാധന പോലും ഇല്ലാത്ത ദേവതകളാണ്, വൈദിക കാലത്തൊക്കെ ഉണ്ടായിരുന്ന ദേവതകളായിരുന്നിരിക്കാം. അങ്ങനെ പല ദേവതകളെക്കുറിച്ച് അവിടെ പറയുന്നു. ഭഗവാൻ അവരോടൊക്കെ അവരെല്ലാം വന്ദിച്ച് തൻ്റെ പത്നിമാരോടൊപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കാൽക്കൽ നമസ്കരിച്ചു. പിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവനെ നമസ്കരിച്ചു. ഇവരെല്ലാം നമസ്കരിച്ചതിന് ശേഷം നാരായണനെ നമസ്കരിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും പറഞ്ഞു, ദേവന്മാരെ, എനിക്ക് ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ഞാൻ ഏതൊരു കാര്യം നിർവഹിക്കാനാണോ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചത്, ആ കാര്യം പൂർത്തിയായി കഴിഞ്ഞു. സിന്ധു എന്ന് പറഞ്ഞ അസുരനെ വധിക്കാനും മറ്റനവധി അസുരന്മാരെ വധിക്കാനുമായിരുന്നു എൻ്റെ ജന്മം. ഇതാപ്പോൾ ഇവരെ ഞാൻ വിവാഹവും കഴിച്ചു. പണ്ട് ഇവർക്ക് കൊടുത്ത വരാണ് ഇവരെ വിവാഹം കഴിച്ചോളാമെന്ന്. അതും ഞാൻ സാധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ദേവന്മാരെ കാരാഗൃഹത്തിൽ കിടന്ന് അവരെ ഞാൻ മോചിപ്പിക്കുകയും ചെയ്തു. ഇനി ദേവന്മാർക്ക് സ്വാഹ സ്വധ വഷട്ട് തുടങ്ങിയിട്ടുള്ള മന്ത്രാർ അവസാനങ്ങളെ കൊണ്ടുള്ള യാഗങ്ങൾ ലഭിക്കും. ഇനി നിങ്ങളുടെ അനുവാദത്തോടു കൂടിയിട്ട് ഞാൻ എൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞെട്ടി. പ്രത്യേകിച്ച് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം വന്നു ശ്രീപാർവതിക്ക്. അമ്മ അത്രയും അറ്റാച്ച്ഡായിരുന്നു ഭഗവാനോട്. അപ്പോൾ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? നീ എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല, എനിക്ക് പ്രാണം നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മ വിഷമിക്കരുത്, ദ്വാപരയുഗം വരുമ്പോൾ ഞാൻ വീണ്ടും അമ്മയുടെ മകനായിട്ട് ജനിക്കും. നിങ്ങളെ വിട്ടുപിരിയണേൽ എനിക്കും പ്രയാസമുണ്ട്, പക്ഷേ എനിക്ക് ഒരിടത്തും താമസിക്കാനുള്ള അനുവാദം ഇല്ലല്ലോ. സിന്ദൂരൻ എന്നുള്ള പേരിൽ ക്രൂരനായിട്ടൊരു അസുരൻ, അകത്താണോ പുറത്താണോ ആ ശബ്ദം വരണം? ഭയങ്കര ആരാ സംസാരിക്കണേ? അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ എന്നറിയില്ല, എവിടെ നിന്നാണെങ്കിലും. അപ്പം നിങ്ങളെ വിട്ടുപിരിയണേൽ എനിക്കും വളരെ പ്രയാസമുണ്ട്.
എനിക്കൊരിടത്ത് താമസിക്കാൻ സാധിക്കില്ല. സിന്ദൂരം എന്നുള്ള പേരിൽ അതിക്രൂരനായിട്ടൊരു അസുരനുണ്ടാവും. അവനെ സാധാരണ ദേവന്മാർക്ക് വധിക്കാൻ സാധിക്കില്ല. അവന് വധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അവതരിക്കും. അമ്മ എന്നെ എപ്പോഴൊക്കെ ഓർക്കുണ്ടോ അപ്പോഴൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അമ്മയെ നമസ്കരിച്ചു. ആ സമയത്ത് സുബ്രഹ്മണ്യ സ്വാമിക്ക് വലിയ സങ്കടമായി. അദ്ദേഹം പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകണം, എനിക്ക് അങ്ങേ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ, എന്നെ ഉപേക്ഷിക്കരുത് അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടു. ദയ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ എന്നെ സ്മരിക്കുന്ന നിമിഷത്തിൽ ഞാൻ നിൻ്റെ സവിധത്തിൽ എത്തിക്കോളാം, നീ ഒരു കാരണവശാലും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കളിപ്പാട്ടോ വല്ലതും കൊടുത്തിട്ട് വേണം അവരുടെ കരച്ചിൽ മാറ്റാൻ. സുബ്രഹ്മണ്യ സ്വാമിയുടെ ആ വിഷമം, 6 വയസ്സാണ് സുബ്രഹ്മണ്യന്, യുദ്ധമൊക്കെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 6 വയസ്സേ ഉള്ളൂ. ആ 6 വയസ്സുള്ള സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭഗവാൻ തൻ്റെ മയിലിനെ വാഹനമാക്കാൻ കൊടുത്തു. അങ്ങനെ ഗണേശപുരാണ പ്രകാരം സുബ്രഹ്മണ്യന് സ്വന്തം വാഹനമായിട്ടുള്ള മയിലിനെ കൊടുക്കുന്നത് ഭഗവാനാണ്. നമ്മളങ്ങനെ ചേട്ടന്മാർ അനിയന്മാർക്ക് ഞാൻ ഓടിച്ചിരുന്ന ബൈക്ക് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമല്ലോ, അതുപോലെ സ്വന്തം വാഹനത്തിനെ ഭഗവാൻ കൊടുത്തതായിട്ട്. അങ്ങനെ ഭഗവാൻ മയൂരധ്വജനായിട്ട് മാറാൻ കാരണം, സുബ്രഹ്മണ്യൻ മയൂരധ്വജനായി മാറാൻ കാരണം ഗണപതിയുടെ ഈ വരദാനമാണെന്നാണ് ഗണേശപുരാണം പറയണത്. അതിനുശേഷം ഭഗവാൻ അന്തർധാനം ചെയ്യുകയും ചെയ്തു. താൻ കൊടുത്ത വാക്ക് ഭഗവാൻ കൃത്യമായിട്ട് പിൽക്കാലത്ത് പാലിച്ചിട്ടുണ്ട്. അമ്മ ആഗ്രഹിക്കുമ്പോഴൊക്കെ വന്നിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് വള്ളിയായിട്ടുള്ള പ്രണയം വന്ന സമയത്ത് അവളെ എങ്ങനെ അനുനയിപ്പിച്ചിട്ട് തന്നിലേക്ക് ആകർഷിക്കാമെന്നറിയാണ്ട് ഭഗവാൻ കഷ്ടപ്പെട്ടു. ഭഗവാൻ പോയിട്ട് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ വള്ളി ചീത്തയൊക്കെ പറഞ്ഞ് ഓടിച്ചു ഭഗവാനെ. എൻ്റെ അച്ഛൻ കാട്ടാളം നിന്നെ കൊന്നുകളയും, സ്ഥലം വിട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ചേട്ടനെയാണ് ഓർത്തത്. ചേട്ടനെ ഓർത്തപ്പോൾ ഗണപതി ഒരു വലിയ ആനയുടെ രൂപത്തിൽ വന്നിട്ട് വള്ളിയെ പേടിപ്പിച്ച് ഓടിച്ചു. കൂട്ടുകാരികളുടെ എന്നൊക്കെ ദൂരേക്ക് ഓടി. അവസാനം വള്ളി പോയിട്ട് രക്ഷയ്ക്ക് പോയിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നിന്നത് ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുമാറാണ്. അപ്പോൾ ഭഗവാൻ ഒരു നാടകമായിട്ട് ആ ആനയെ കീഴടക്കണ മാതിരിയൊക്കെ കാണിച്ച് അവളുടെ മുന്നിൽ വലിയ ആളായി. അങ്ങനെ അവളുടെ പ്രേമം സമ്പാദിച്ചിട്ടാണ് അവളെ വിവാഹം ചെയ്യുന്നത്. വള്ളി കല്യാണം നടത്താൻ കാരണം ഗണപതിയാണെന്ന് പറയും. അതിനും യോഗാർത്ഥമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ആ തത്വം വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, സ്വയം കണ്ടുപിടിക്കുക അതെങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അത് കണ്ട ഒരു കഥയാണെങ്കിലും ആ കഥയൊന്നും ഇതിലില്ല. അതൊക്കെ സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥ പറയാനുള്ളൊരു ഭാഗ്യം വരുന്ന കാലത്ത് കേൾക്കേണ്ട വേറൊരു ചരിത്രമാണ് ഭഗവാന്റെ കഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ത്രേതായുഗത്തിൽ മയൂരേശനെ സംബന്ധിച്ചിട്ടുള്ള ചരിത്രം നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് വളരെ പുണ്യപ്രദമാണ് കേൾക്കുന്നത്, അഭീഷ്ടപ്രദമാണ്. ആ വിവാഹോത്സവവും വധങ്ങളും ഒക്കെ സർവാഭീഷ്ടത്തെ നൽകുന്നതാണ്. സകല രോഗശമനത്തിനും പുത്രപൗത്രാദി സമ്പദ് സമൃദ്ധിക്കും ഒക്കെ വളരെ വിശേഷമാണ്. ദ്വാപരയുഗത്തിൽ ഗണേശ ചരിത്രം എങ്ങനെയായിരുന്നു എന്ന് വ്യാസൻ ചോദിക്കും. അപ്പോൾ ബ്രഹ്മാവ് പറയും, ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കഥ പറയണു. ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ പേര് ഗജമുഖൻ എന്നാണ്. ആ ജന്മത്തിൽ ഭഗവാൻ രക്തവർണ്ണനാണ്, 4 കൈകളുണ്ടായിരുന്നു. എലിയാണ് ആ ജന്മത്തിലെ വാഹനം. ആഘുവാഹനൻ അഥവാ മൂഷകവാഹനൻ എന്ന് പറയും. ആഘു വെച്ചാൽ എലി. ഒരിക്കൽ മഹാദേവൻ ബ്രഹ്മലോകത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ബ്രഹ്മാവ് കിടന്നുറങ്ങുമ്പോൾ തട്ടി വിളിച്ചു. ചില ആൾക്കാരുണ്ട്, 2 തരത്തിൽ ആൾക്കാരെ വിളിക്കാം. ഒന്ന് മെല്ലെ ചെന്നിട്ട് പേര് വിളിച്ചിട്ട് എണീക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സാവകാശം എണീപ്പിക്കാം. അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കണ വിധത്തിൽ ഡാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ശബ്ദത്തിൽ എണീപ്പിക്കാം. നമ്മൾ ആ കിടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ എണീക്കലെണീക്കും. ആ എണീച്ചപ്പോൾ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞിട്ട് എണീക്കണ മാതിരി ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് എണീച്ചതെന്നാണ് പറഞ്ഞു. ബ്രഹ്മാവിനെ ഭഗവാൻ പോയിട്ട് തട്ടി ഒറ്റ വിളിച്ചു. ചാടി എണീച്ചപ്പോൾ ഘോരമായിട്ടുള്ളൊരു ശബ്ദം പുറപ്പെടുവിച്ച് അതിന്ന് ഒരു പുരുഷനുണ്ടായി. ഒരു ഘോരനായിട്ടുള്ള, കാണാൻ സുന്ദരനായിട്ടുള്ള, എന്നാൽ കാമദേവനെ പോലിരിക്കണം, എന്നാൽ തനി ക്രൂര സ്വഭാവമുള്ള ഒരുത്തൻ ജനിച്ചു. അവൻ ജനിച്ച ഉടനെ തന്നെ അലറിയപ്പോൾ സമുദ്രവും ദ്വീപും ഉൾപ്പെടെയുള്ള ലോകം മുഴുവൻ വരച്ചുപോയി. ദിക്പാലകന്മാരൊക്കെ ഭയന്നു. ബ്രഹ്മാവെ ഞെട്ടി അലറിയിട്ട് എണീച്ചത് തല്ലി വിളിച്ചപ്പോൾ. അപ്പോൾ ഇവൻ്റെ നിലവിളിയും കൂടെ കേട്ടോടി ബ്രഹ്മാവ് പിന്നെയും പേടിച്ചു. ഇതിപ്പോൾ എവിടെ നിന്ന് ഉണ്ടായി എന്നറിയാത്ത വിധത്തിൽ. അങ്ങനെ ദിക്പാലന്മാർ പോലും ഭയന്നു. ശേഷസർപ്പം വിഷം ഛർദ്ദിച്ചു എന്നൊക്കെയാണ് പറയണത്. കൽപ്പാന്തകാലായി എന്ന് എല്ലാവരും വിചാരിച്ചു. ചെമ്പരത്തിപ്പൂ പോലുള്ള ദേഹകാന്തിയോട് കൂടിയിട്ട് ആ കുട്ടി ബ്രഹ്മാവിനെ വണങ്ങി. നീ ആരാ, എവിടുന്നാ വന്ന്, എന്താ ചെയ്യാൻ പോണേ എന്നൊക്കെ ചോദിച്ചു. ബ്രഹ്മാവ് പെട്ടെന്ന് ടെൻഷനായിട്ട് ഇത് എവിടുന്ന് വന്നു എന്നറിയില്ല. ബ്രഹ്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയുടെ ശക്തിയാണ്, ക്രിയേഷനാണ്. അദ്ദേഹം എന്തു പ്രവർത്തിച്ചാലും പുതിയതൊന്ന് പ്രപഞ്ചത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ഈ ബ്രഹ്മാവ് തുമ്മിയപ്പോൾ, കരഞ്ഞപ്പോൾ, ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഓരോ രൂപങ്ങളുണ്ടായി എന്ന് പുരാണങ്ങൾ പലതിലും കാണാൻ പറ്റും. പ്യുവറസ്റ്റ് ഫോം ഓഫ് ക്രിയേഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ സൃഷ്ടിയാണ്.
ആ സൃഷ്ടിക്ക് ആശയങ്ങൾ വേണം. ഐഡിയകളില്ലെങ്കിൽ എങ്ങനെ സൃഷ്ടിക്കും? ഇപ്പോൾ വിളക്ക് ഈ രൂപത്തിൽ ഉണ്ടാക്കണം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിലല്ലേ ഈ രൂപത്തിൽ വിളക്കുണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഐഡിയയുടെ പേരാണ് സരസ്വതി. ആ ഐഡിയയുടെ പേരാണ് സരസ്വതി. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ ശക്തിയായിട്ട് മാറിയത് ദേവി. ആശയമില്ലെങ്കിൽ സൃഷ്ടിയില്ല. ഒരേ ആശയം മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ മഹാബോറായിരിക്കും. ലോകം മുഴുവൻ ഒരേ മാതിരി കുറേ ആൾക്കാർ എന്തിനു കൊള്ളും? പരമബോറായിരിക്കും. അതുകൊണ്ട് പുതിയ പുതിയ ആശയങ്ങൾ വേണം. അതുകൊണ്ടാണ് സരസ്വതി, ആശയങ്ങളുടെ ഒഴുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വേറൊരു രസം കൂടെ പറഞ്ഞുതരാം. ഈ സൃഷ്ടിയുടെ ശക്തിയാണ് സരസ്വതി എന്നുള്ളതുകൊണ്ടാണ് സരസ്വതി പത്നി എന്ന് പറയുന്നത്. പക്ഷെ സൃഷ്ടിക്കുമ്പോഴേ ആശയം ഉണ്ടാവുള്ളൂ. അപ്പോൾ സൃഷ്ടി ആശയത്തിൻ്റെ അച്ഛനാണ്, മാതാപിതാവുമാണ്. അതുകൊണ്ടാണ് സരസ്വതി ബ്രഹ്മാവിൻ്റെ മകളുമാണ് എന്ന് പറയണത്. നമുക്കത് കേൾക്കുമ്പോൾ വൈചിത്ര്യമായിട്ട് തോന്നും, മകളെ തന്നെ കല്യാണം കഴിച്ചോ എന്നൊക്കെ തോന്നും. അതിൻ്റെയൊക്കെ അന്തരാർത്ഥം ഇതാണ്. സൃഷ്ടി ഇന്നേ ആശയം ഉണ്ടാവുള്ളൂ. ആശയം തന്നെ വേണം സൃഷ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും. അപ്പോൾ ഒരേ സമയം പുത്രിയുമാണ്, അതേസമയം ശക്തിയുമാണ്, പത്നീഭാവമുണ്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായി മനസ്സിലാക്കിയാലേ ബ്രഹ്മാവിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്താലും, നോക്കിയാലും, കരഞ്ഞാലും, ചിരിച്ചാലും, കോപിച്ചാലും ഒക്കെ പുതിയ 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 സൃഷ്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അദ്ദേഹം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി അതാണ്. ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ പോലും സൃഷ്ടിക്കും. നമ്മൾ പോലും അറിയുന്നില്ല ഈ ചൈതന്യം നമ്മളിലുണ്ട്. നമ്മളൊരു നല്ല വാക്ക് പറയുമ്പോൾ, നമ്മളൊരു മോശം വാക്ക് പറയുമ്പോൾ, നമ്മളൊരു ശബ്ദം തന്നെ ഉണ്ടാക്കിയാൽ, നമ്മളൊന്ന് തുമ്മിയാൽ പോലും പ്രപഞ്ചത്തിലൊരു മാറ്റം വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും എന്തത് ഇയാൾ പറയണത്. അങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരും ചേരുന്നതാണ് ഈ പ്രപഞ്ചം. ഓരോരുത്തരുടെയും ഊർജം പ്രപഞ്ചത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ടൊരു തട്ടുന്നതായിരിക്കും, അത് മൾട്ടിപ്ലൈ ആയി പെരുകി 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 അമേരിക്കയിൽ ഭൂകമ്പമായിട്ട് മാറുന്നത്. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയും. ഒരു ശലഭം എവിടെയെങ്കിലും ഒന്ന് ചിറകടിക്കുന്നത് വേറൊരു സ്ഥലത്ത് കൊടുങ്കാറ്റായിട്ട് മാറാം. അത്രയും ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രപഞ്ചത്തിൽ സ്ഥാനമുണ്ട്. അപ്പോൾ ബ്രഹ്മാവ് ഉറക്കത്തു നിന്ന് ചാടി എണീച്ച് നിലവിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഭീകരൻ ഉണ്ടായി എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അത് കഥയല്ല, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ബ്രഹ്മാവിനാണ് ഇവനെ മനസ്സിലായതുമില്ല. ഇങ്ങനെ ഒരാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. താൻ ആരാടോ, എവിടുന്നാടോ, എന്താ തൻ്റെ ജോലി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ ഉണ്ടായ രൂപം വണങ്ങിയിട്ട് പറഞ്ഞു, നല്ല ബെസ്റ്റ് ചോദ്യം, അങ്ങാണ് എൻ്റെ സ്രഷ്ടാവ്, എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണോ താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ അല്ലേ എന്ന് പറഞ്ഞ മാതിരി ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയുടെ കോട്ടുവായിൽ നിന്നുണ്ടായതാണ്. അങ്ങ് ചാടി എണീച്ചിട്ട് ആ ശബ്ദം ഉണ്ടാക്കിയില്ലേ വാ തുറന്നിട്ട്, ആ സമയത്ത് ഉണ്ടായതാണ് ഞാൻ. ഉണർന്നപ്പോൾ വാ തുറന്ന് ശബ്ദമുണ്ടാക്കിയെന്നാണ് ഞാൻ ജനിച്ചത്. എന്നിട്ട് സർവജ്ഞനായിട്ടുള്ള അവിടുന്ന് എന്താ എന്നോട് ചോദിക്കുക, ഒന്നും അറിയാത്ത മാതിരി ഞാൻ ആരാന്ന് എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചോദിച്ചതേ ശരിയല്ല, ഞാൻ അങ്ങയുടെ മകനാണ്, എൻ്റെ അവകാശമാണ്, അങ്ങ് എനിക്കൊരു പേര് തരണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയണം, എനിക്ക് ഭക്ഷണവും വേണം, എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് സൃഷ്ടിച്ച നമ്മളിത് മൂന്നും കൊടുത്തിരിക്കണം. പഴയ കാലത്ത് മാന്ത്രികന്മാർ പുതിയ പുതിയ മൂർത്തികളെ സൃഷ്ടിക്കും ഉപാസന കൊണ്ട്. അങ്ങനെയാണ് ഇത്രയും ലക്ഷം മൂർത്തികളും നമ്മുടെ തറവാടുകളിലൊക്കെ ഇത്രയും കേൾക്കാത്ത ദേവതകളും ഒക്കെ ഉണ്ടാവാൻ കാരണം. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പേരും കൊടുക്കണം, അവരുടെ ജോലിയും കൊടുക്കണം, അവർക്ക് ഭക്ഷണവും കൊടുക്കണം. ചോദിക്കുക വരും, എന്നെ എന്ത് പേരിലാണ് വിളിക്കുക, എനിക്ക് എന്ത് ഭക്ഷണം തരിക, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, ഇത് മൂന്നും പറഞ്ഞു കൊടുത്തോളാം. അങ്ങനെ ബ്രഹ്മാവ് പറയും, നീ നല്ല ചുവന്ന നിറം, ചെമ്പരത്തിപ്പൂ പോലെ രക്തത്തിൻ്റെ നിറമായതുകൊണ്ട് നിനക്ക് സിന്ദൂരൻ എന്ന് പേര്. സിന്ദൂരഹ, സിന്ദൂരത്തിൻ്റെ നിറം. മൂന്ന് ലോകത്തിനെയും ആകർഷിക്കാനുള്ള സാമർഥ്യം നിനക്കുണ്ട്. നീ കോപം കൊണ്ട് ആരെയെങ്കിലും പോയി കെട്ടിപ്പിടിച്ചാൽ അവർ 100 കഷ്ണമായിട്ട് പൊട്ടിച്ചേറും. സ്നേഹം കൊണ്ടല്ല, ദേഷ്യം വന്ന് കെട്ടിപ്പിടിക്കണം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വാ കിട് പറഞ്ഞിട്ട് ഒറ്റ കെട്ടിപ്പിടുത്തട്ടോ പൊട്ടി പല കഷ്ണമായിട്ട് പൊട്ടിത്തെറിക്കും. പഞ്ചഭൂതങ്ങളിൽ നിന്നും നിനക്ക് ഭയം ഉണ്ടാവില്ല. ധൃതരാഷ്ട്ര ആലിംഗനം കേട്ടിട്ടില്ലേ? ധൃതരാഷ്ട്ര കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ചതഞ്ഞ് അരഞ്ഞു പോകും അല്ലേ? ഭീമനെ കെട്ടിപ്പിടിക്കാൻ പോയി, അപ്പോഴല്ലേ ഇരുമ്പിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചു കൊടുത്ത്. പഞ്ചഭൂതങ്ങൾ നിന്നെ തൊടില്ല. ആകാശത്തിനോ വായുവിനോ അഗ്നിക്കോ ജലത്തിനോ പൃഥ്വിക്കോ നിന്നെ തൊടാൻ സാധിക്കില്ല. ദേവദാനവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ ഇവരാരിൽ നിന്നും നമുക്ക് ഉപദ്രവം ഉണ്ടാവില്ല. മനുഷ്യരും നിന്നെ ഉപദ്രവിക്കില്ല. ഇവരാർക്കും നിന്നെ കൊല്ലാൻ പറ്റില്ല. ഇന്ദ്രാദി ലോകപാലകന്മാർക്കോ കാലനോ നിന്നെ തൊടാൻ സാധിക്കില്ല. നാഗങ്ങൾക്ക്, രക്ഷസുകൾക്കും അതേപോലെ രാത്രിയും പകലും ഒന്നും നിനക്ക് അപകടം ഉണ്ടാവില്ല. സജീവവും നിർജീവമായിട്ടുള്ള വസ്തുക്കൾ നിനക്ക് അപകടം ഉണ്ടാക്കില്ല. 3 ലോകങ്ങളിൽ എവിടെ വേണമെങ്കിലും നിനക്ക് പോയി താമസിക്കാം
എന്ന് പറഞ്ഞിട്ട് ഇവൻ ചോദിക്കാതെ തന്നെ മൂപ്പർ അങ്ങോട്ട് കയറിയിട്ട് പണ്ട് കാലത്ത് അസുരന്മാർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ വരങ്ങളും കൂടെ ചേർത്തിട്ട് ഒരു പാരഗ്രാഫാക്കിയിട്ട് കൊടുത്തു. ഇത് പല കാലങ്ങളിൽ പല അസുരന്മാർ ചോദിച്ച വരങ്ങളാണ് അല്ലേ. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ഓരോ മഹിഷാസുരൻ, ഇങ്ങനെ ഭയങ്കരന്മാരായിട്ടുള്ള ആൾക്കാർ ചോദിച്ച എല്ലാ വരത്തിനെയും കൂടെ ചേർത്തിട്ട് ഒരു വരമാക്കിയിട്ട് ചോദിക്കാത്ത ഒരുത്തിന് അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ് ബ്രഹ്മാവ്. അങ്ങനെ കൊടുത്തു. അങ്ങനെ വരം കിട്ടിയപ്പോൾ സിന്ദൂരൻ സന്തുഷ്ടനായി, സന്തോഷം കൊണ്ട് അട്ടഹസിച്ചു. അവൻ്റെ അട്ടഹാസം കേട്ടിട്ട് സമുദ്രങ്ങളൊക്കെ ക്ഷോഭിച്ചിളകി, ലോകപാലകന്മാർ ഭയന്നോടി. സ്രഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ഈ വാക്കുകൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങാണല്ലോ ജഗത്തിൻ്റെ കാരണം. ഞാൻ വളരെ ഭാഗ്യം ചെയ്തവനാണ്. കാരണം തപസ്, ദാനം, വ്രതം ഇതൊന്നും ചെയ്യാണ്ട് തന്നെ അങ്ങ് എനിക്ക് ഇത്രയും വ്രതം തന്നു. നമ്മൾ വഴി കൂടെ പോണൊരു കുട്ടിയെ വിളിച്ചിട്ട് കൈ നിറച്ച് മിഠായി കൊടുത്ത പോലെയാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം. ഒരു പ്രത്യേകിച്ച് എഫർട്ട് ഇട്ടിട്ടില്ല. അവൻ ജനിച്ചു, ഒന്ന് അലറി, അപ്പോഴേക്കും ബ്രഹ്മാവ് എല്ലാ വരങ്ങളും അവന് കൊടുത്തു. പുത്രസ്നേഹം കൊണ്ടുള്ള സന്തോഷം കൊണ്ടായിരിക്കില്ലേ അങ്ങ് എനിക്ക് ഇത്രയും വരങ്ങൾ ചോദിക്കാതെ തന്നെ തന്നു ചോദിക്കും. ചില ആൾക്കാരങ്ങനെയാണ്, മക്കളാണെന്ന് വിചാരിച്ചിട്ട് കണ്ണും മൂക്കില്ലാണ്ട് കുറേ സുഖസൗകര്യങ്ങൾ കൂടെ കൊടുക്കും. അത് പിന്നീട് പാരയാവും. ബ്രഹ്മാവിനും അത് പാരയായി. അങ്ങനെ കയറി കൊടുത്തതാണ് പുലിവാലായത്. കൽപ്പകോടി കാലം തപസ് ചെയ്താലേ അങ്ങേ പ്രത്യക്ഷപ്പെടുത്തി വരം കിട്ടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് അറിയാനിട്ടല്ല. അതറിയണോണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങ് എനിക്ക് മകനാണെന്നുള്ള സ്നേഹം കൊണ്ട് ഇതെടുത്ത് തന്നതാണ് എന്ന് പറയുവാൻ. അങ്ങനെ കിട്ടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ മക്കളാണെങ്കിലും അത് വിലയുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പുസ്തകങ്ങൾ, അറിവ്, അതുപോലെ ഉപാസന, മന്ത്രം, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പകർന്നു കൊടുക്കരുത്. നിങ്ങൾ പറമ്പും വീടും ബാങ്ക് ഡെപ്പോസിറ്റും ഒക്കെ അവർക്ക് കൊടുത്തോളൂ. ഈ പറയുന്ന സാധനങ്ങൾ, അവനവൻ്റെ ഗ്രന്ഥശേഖരം, അവനവൻ്റെ അറിവ്, അവനവൻ്റെ ഉപാസന, മന്ത്രമടക്കം, ആരാധിക്കുന്ന വിഗ്രഹമടക്കം ഒരിക്കലും അതിൽ അഭിരുചിയില്ലാത്ത മക്കൾക്ക് കൊടുക്കരുത്. അതിനർഹരായവർക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ മരണശേഷം നമ്മൾ കുടുങ്ങിപ്പോവും. പ്രത്യേകിച്ച് ഉപാസനയും മന്ത്രവും. കാരണം മക്കൾ ചിലപ്പോൾ പൂജിക്കണമെന്നില്ല. നമ്മുടെ തറവാടുകളിൽ നിന്ന് എന്താ കാണുന്നത്, കാരണവന്മാർ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോയിട്ടുള്ള പാരമ്പര്യങ്ങളെ ഒക്കെ കുട്ടിച്ചോറാക്കി അല്ലേ. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത്രയും IVF ക്ലിനിക്കുകൾ ഉണ്ടാവാനുള്ളൊരു കാരണം. കുഞ്ഞുങ്ങളുണ്ടാവണില്ല, ദുർമരണം നടക്കണു, വീട് വിറ്റുപോവില്ല, പറമ്പ് വിറ്റുപോവില്ല, ഇല്ലാത്ത ദുരിതമില്ല, കല്യാണം കഴിഞ്ഞാൽ ഡൈവോഴ്സ് ആവും. തോന്നുന്ന മാതിരിയാണ് ഇന്ന് ജീവിതം സംഭവിക്കുന്നത്. എന്നിട്ട് പോയിട്ട് നോക്കുമ്പോൾ പറയും പരദേവതയുടെ പ്രശ്നമാണെന്ന് പറയും. അത് വലിയൊരു വിഷയമാണ്. ഞാൻ പല കാലങ്ങളിലും പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സ്ഥിരം കേൾക്കുന്നവർക്കറിയാം. നെറ്റിലും കിടപ്പുണ്ട് കുറേ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇവിടെ സിന്ദൂരിന് വിലയില്ല. സിന്ദൂരിന് അറിയാം, പക്ഷെ സിന്ദൂരിന് വിലയില്ല. അവൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ അങ്ങോട്ട് കയറിയിട്ട് അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് അവനെ ഒന്ന് പരീക്ഷിച്ച് പോലും നോക്കാണ്ട ബ്രഹ്മാവ് കയറിയിട്ട് കുറേ വരങ്ങൾ അങ്ങോട്ട് കൊടുത്തു. ഇവൻ ഭഗവാനെ എന്താ പറയുക നമസ്കരിച്ചിട്ട് പോയി, ഭൂമിയിലേക്ക് പോയി. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു സംശയം, അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഞാൻ തപസ് ചെയ്തിട്ടില്ല, ധ്യാനിച്ചിട്ടില്ല, സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം എനിക്ക് ഇത്രയും വരങ്ങൾ തന്നത് ഇനി ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞാണോ? ഇത് ശരിക്കും ഉണ്ടോ? ചിലപ്പോൾ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ. കാരണം സാധാരണ അദ്ദേഹം ഇത്രയും തപസ് ചെയ്തവർക്ക് ഇങ്ങനത്തെ വരങ്ങളൊക്കെ കൊടുക്കാറുള്ളൂ. ഇത് എനിക്ക് ചുമ്മാ ഞാൻ ജനിച്ച ഉടനെ എനിക്ക് ആ വരങ്ങളൊക്കെ തന്നു, ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് കരുതിയിട്ട് നേരെ തിരിച്ച് ബ്രഹ്മലോകത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് ബ്രഹ്മാവ് ഇങ്ങനെ നോക്കുമ്പോൾ ഇവൻ ഓടി വരും പിടിക്കാൻ. ഇവൻ കെട്ടിപ്പിടിക്കാൻ ഓടി വരുന്നു. ഉടനെ ബ്രഹ്മാവ്, ദ്രോഹി എന്ത് പണിയാണ് നീ കാണിക്കുന്നത് വെച്ചു. അല്ല അങ്ങനെ ചുമ്മാ കൊടുക്കില്ല എന്ന് എനിക്കറിയാം, ശരിക്കുമാണോ എനിക്ക് വരം തന്നതെന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ വന്നതാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ വന്നു. കണ്ണൊക്കെ ഉരുട്ടിയിട്ട് കോപം ഭാവിച്ചിട്ട്. കാരണം കോപത്തോടുകൂടി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാലാണ് ഈ പൊട്ടിത്തെറിക്കുക. ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവ്, അന്യർക്ക് കൊടുക്കാത്ത വരങ്ങൾ പോലും ഞാൻ നിനക്ക് തന്നത് എനിക്ക് നീ എൻ്റെ മകനായിട്ട് ജനിച്ചതിലെ സന്തോഷം കൊണ്ട് തന്നതാ. അത് ഇങ്ങനെ ഉപദ്രവമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പാമ്പിന് പാല് നൽകിയതുപോലെ ആയിപ്പോയി. ദുഷ്ടനായിട്ടുള്ള നീ ഇനി മുതൽക്ക് അസുരനായിട്ട് കണക്കാക്കപ്പെടും. നിന്നെ പരമാത്മാവ് ഗജമുഖനായിട്ട് അവതരിച്ച് കൊല്ലും. നിൻ്റെ ശരീരത്തിൽ സുഗന്ധമുള്ളതുകൊണ്ട് അത് തൻ്റെ ദേഹത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് തല്ലിച്ചതയ്ക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ചിട്ട് നിന്നെ തല്ലിച്ചതയ്ക്കും, മർദ്ദിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിൻ്റെ സിന്ദൂരം കലരും. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സദാ സിന്ദൂരം ഉണ്ടായിരിക്കും.
അതിനുശേഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ വധത്തിന് അദ്ദേഹമായിരിക്കും കാരണഭൂതൻ. ഇങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മാവ് തിരിഞ്ഞോടി, ഇവൻ പുറകെ ഓടി. അങ്ങനെ മനസ്സും ശ്വാസവും നിശ്വാസവും ഒക്കെ അടക്കിയിട്ട് ബ്രഹ്മാവ് ഓടിയപ്പോൾ ആ ശാപം ലഭിച്ചതിലുള്ള കോപം കൊണ്ട് കൂടുതൽ വാശിയോട് കൂടിയിട്ട് സിന്ദൂരൻ ബ്രഹ്മാവിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പുറകെ ഓടി. പല പ്രാവശ്യം ബ്രഹ്മാവിനെ കയ്യെത്തണ ദൂരത്തെത്തി. പക്ഷെ ബ്രഹ്മാവ് കടന്നു. പാവം വയസ്സായിട്ടുള്ള ആളാണ്, അധികം ഓടാൻ പറ്റില്ല. എന്നാലും എങ്ങനെയൊക്കെയോ അദ്ദേഹം ഓടി വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ഉണ്ടായത്. ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങണ സമയത്ത് ശിവൻ വന്നു, എന്നെ വിളിച്ചുണർത്തി, കോട്ടുമായിട്ട് ചാടി എണീച്ചു. ഞാൻ ശബ്ദം ഉണ്ടാക്കിയായിരുന്നു. ഇങ്ങനെ ഒരു ജന്തുവിനെ പോലെ ഒരുത്തനുണ്ടായി. അവന് ഞാൻ സ്നേഹം കൊണ്ട് കുറേ വരം കൊടുത്തു. അതൊക്കെ കുഴപ്പമായി എന്ന് പറഞ്ഞു. ഭഗവാൻ തലയ്ക്കും കൈവച്ചിരുന്നിട്ട് ഇതൊക്കെ കേട്ടു. ഞാൻ തന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ പണി ചെയ്യരുതെന്ന്. ഇത് ഞാൻ ചില പ്രഭാഷണങ്ങൾ പറയാറുണ്ട്. ആ നരസിംഹാവതാരം കഴിഞ്ഞിട്ട് ഹിരണ്യകശിപുവിനെ കീറി പല നാനാവിധമാക്കിയതിന് ശേഷം ആരും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഭയന്നിട്ട് നിൽക്കണ ആ സമയത്ത്, പ്രഹ്ലാദം പോയിട്ട് ഭഗവാനെ ശാന്തനാക്കി കഴിയണ സമയത്ത് ആദ്യം നരസിംഹം ആ ചെറിയ സിംഹ കണ്ണുകൊണ്ട് ചുറ്റും നോക്കിയത് ഈ ബ്രഹ്മാവ് എവിടെ നിൽക്കണമെന്നാണ്. ബ്രഹ്മാവ് പേടിച്ചിട്ട് തൂണിൻ്റെ മറവിൽ നിൽക്കുകയായിരുന്നു. ഇവിടെ വന്നേ പറഞ്ഞു വിളിച്ചു. അടുത്ത് വന്നാൽ പറഞ്ഞു, മേലാൽ ഇങ്ങനത്തെ വരങ്ങൾ കൊടുക്കരുത്. അതുകൊണ്ടാണ് എനിക്ക് ഈ വേഷം കെട്ടേണ്ടി വന്ന്. അത് ഭാഗവതത്തിൽ തന്നെ അതിൻ്റെ സൂചനയുണ്ട്. മേലാൽ ഇങ്ങനത്തെ വരങ്ങൾ അവിടെ നിന്ന് കൊടുക്കരുതെന്ന് പറഞ്ഞു. അതേപോലെ പറഞ്ഞു, ഇങ്ങനത്തെ വരങ്ങൾ, വിഡ്ഢിത്തരം പിടിച്ച വരങ്ങൾ കൊടുക്കരുത്. അപ്പം അദ്ദേഹം പറഞ്ഞു, നേരത്തെ തന്നെ അവനെ ശക്തനാക്കാൻ വേണ്ടിയിട്ടുള്ള വരങ്ങളൊക്കെ കൊടുത്ത് അവനെ കയ്യൂക്കുണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം അങ്ങേക്ക് ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് അങ്ങ് എൻ്റെ അടുത്ത് ഓടി വന്ന് ആ വരമൊക്കെ കോരി കൊടുക്കുമ്പോൾ മറ്റ് ചരാചരങ്ങൾക്കും അങ്ങയുടെ മറ്റ് സൃഷ്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്നങ്ങ് ആലോചിച്ചില്ലേ? ഇതിനെയല്ലേ ഇറസ്പോൺസിബിളായിട്ട് അല്ലേ ഉത്തരവാദിത്തം ഇല്ലാണ്ട് അനുഗ്രഹിക്കുക എന്ന് പറയണത് എന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ ചിന്തിച്ച് ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല, വരാനുള്ള വരി തന്നെ ഉണ്ടാവും. അവനിപ്പം തന്നെ പോയിട്ട് ഇനി 3 ലോകത്തിന് ഉപദ്രവിക്കാൻ തുടങ്ങും. അങ്ങ് ഇപ്പോൾ വലിയൊരു പിശാചിനെയാണ് സൃഷ്ടിച്ചു വിട്ടിരിക്കണവർ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിന്ദൂരൻ അവരുടെ മുന്നിലെത്തിയിട്ട് അഹങ്കാരത്തോടു കൂടിയിട്ട് ഗർജിച്ചു. എന്നിട്ട് ബ്രഹ്മാവിൻ്റെ നേരെ പിടിക്കാൻ പോയപ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിനോട് രക്ഷിക്കണം പറഞ്ഞു. ഭഗവാൻ വളരെ സൗമ്യനായിട്ട് ശാന്തനായിട്ട് അവനോട് പറഞ്ഞു, വരം കിട്ടി അഹങ്കരിച്ചിരിക്കണ നിന്നോട് യുദ്ധത്തിന് ഞാൻ തയ്യാറല്ല. സത്വഗുണത്തിൽ അധിഷ്ഠിതനായിട്ടുള്ള എൻ്റെ ജോലി എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ബ്രഹ്മാവ് ബ്രാഹ്മണ്യമുള്ള ആളായതുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ല. അദ്ദേഹം പഠിക്കാനും പഠിപ്പിക്കാനും അറിവിനും സൃഷ്ടിക്കുമൊക്കെ ഉള്ള ആളാണ്. എന്നാൽ നിന്നെ എതിരിടാൻ പറ്റിയിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ പാലകനായതുകൊണ്ട് എനിക്കും സാധിക്കില്ല. നിനക്ക് പറ്റിയ ആൾ സംഹാരകനായിട്ടുള്ള ശിവനാണ്. ആ ശിവനെ പോയിട്ട് നീ യുദ്ധം ചെയ്യുക, നിൻ്റെ കീർത്തി ലോകങ്ങളിൽ മുഴുവൻ പടരും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അസുരൻ്റെ മനസ്സിൽ സന്തോഷം തോന്നി. ഉടനെ തന്നെ വായുമാർഗത്തിൽ വൃക്ഷങ്ങളെയും പർവ്വതങ്ങളെയൊക്കെ തല്ലി തകർത്ത് കൈലാസപർവ്വതത്തിലെത്തി. അവിടെ ഒരു സ്ഥലത്ത് ഭഗവാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കണുണ്ട് മഹാദേവൻ. നന്ദിയും ഭൃംഗിയും തുടങ്ങിയിട്ടുള്ള എല്ലാ ഗണദേവതകളും ശ്രീപാർവതി അദ്ദേഹത്തെ പരിചരിക്കുന്നുണ്ടായിരുന്നു. പുലിത്തോല് വസ്ത്രമായിട്ട് ധരിച്ചിട്ടും ചന്ദ്രക്കല ശിരസിൽ ആഭരണമായിട്ട് അണിഞ്ഞിട്ടും ഇരിക്കണ ആ ശിവനെ കണ്ടിട്ട് മഹാവിഷ്ണു തന്നെ പറഞ്ഞു പറ്റിച്ചതാണെന്ന് അവന് തോന്നി. കാരണം ഇവനോ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ? ഇവന് മര്യാദയ്ക്കൊരു പടച്ചട്ടയും ഇല്ല, ഒന്നുമില്ല, കയ്യിൽ ആയുധമില്ല, ഒറ്റ സാധനം കാണാനില്ല. കണ്ട ഏതോ ഒരു സന്യാസിയെ പോലെയുണ്ട്, ഭിക്ഷക്കാരനെ പോലെ ഇരിക്കുന്നു. ഇവൻ എൻ്റെ അടുത്ത് എന്ത് യുദ്ധം ചെയ്യാനാണ്? മാത്രമല്ല കണ്ട 19 വയസ്സുണ്ട്. ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇപ്പോൾ എങ്ങനെ യുദ്ധം ചെയ്യാനാണ്? നമ്മൾ കലണ്ടറിൽ കാണുന്ന രൂപമൊന്നുമല്ല മഹാദേവൻ്റെ. ജിമ്മിൽ നിന്ന് ഇറങ്ങി വന്ന മാതിരി മസിലൊക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ വരയ്ക്കുക. അങ്ങനെ ജിമ്മനൊന്നുമല്ല. പിന്നെ അദ്ദേഹത്തിന് നല്ലവണ്ണം താടിയും മീശയൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു ഋഷിയാണ്. അദ്ദേഹം യോഗികളുടെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം. അപ്പോൾ മഞ്ഞ് പോലെ വെളുത്തിട്ടുമാണ്. കലണ്ടറിൽ കാണാൻ മാതിരി നീല കളറുമല്ല, അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഭഗവാനെ കണ്ടപ്പോൾ ഒരു വില തോന്നിയില്ല. ഈ താപസനോ എന്ന് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 10-35 വയസ്സ്, നേരെ പകുതി വയസ്സുള്ള അതിസുന്ദരിയായിട്ടൊരു സ്ത്രീ അദ്ദേഹത്തിനെ പരിചരിക്കുന്നു. ഇവളാരാ? ഓ, പെരുമാറ്റം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും. ഇത്ര ചെറുപ്പക്കാരിയായിട്ടുള്ള ഭാര്യയാണോ അദ്ദേഹത്തിന് എന്നാൽ ഇവളെ തട്ടിക്കൊണ്ടു പോകാം എന്ന് കരുതിയിട്ട് ദേവിയുടെ അടുത്തെത്തി. ദേവി ഇവൻ്റെ രൂപം കണ്ടപ്പോൾ തന്നെ ഭയന്നുപോയി. കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് പേടിച്ച് കണ്ണടച്ച നിമിഷത്തിൽ ഇവൻ ദേവിയുടെ തലമുടി കയറി പിടിച്ചു. ദേവിയും കൊണ്ട് ആകാശത്തിലേക്ക് അസുരൻ രാവണൻ എങ്ങനെയാണോ സീതയെ കട്ടുകൊണ്ടുപോയത് അതേപോലെ ആകാശത്തിലേക്ക് ഉയർന്നു. ഭഗവാനാണെങ്കിൽ ഉണർന്നുമില്ല. എല്ലാം അറിയണ ദേവൻ എന്താ ഉദാസീനായിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കണേ? ഞാൻ അർദ്ധാംഗിനിയല്ലേ? എന്നെ ഒരുത്തം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അറിയാത്ത മട്ടിൽ എങ്ങനെയായിരുന്നു ധ്യാനിക്കുക
ഞാൻ അങ്ങയോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ കഠിനമായിട്ട് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആരാണ് ഈ അസുരൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കുക, എനിക്ക് ആരാ പ്രാണൻ തരിക, എനിക്കിനി എന്നാ എൻ്റെ ശിവനെ കാണാൻ സാധിക്കുക എന്നൊക്കെ ഇങ്ങനെ ആകാശമാർഗം വലിച്ചുകൊണ്ട് പോകുമ്പോൾ കേട്ടു. ആ സമയത്ത് ദേവിയുടെ സങ്കടം കേട്ടപ്പോൾ ഗണദേവതകൾ വിളിച്ചു പറഞ്ഞു, 3 ലോകത്തിൻ്റെയും നശീകരണത്തിന് തയ്യാറായിട്ടിരിക്കണ ഈ അസുരൻ്റെ അടുത്ത് ഏറ്റുമുട്ടാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. മഹാദേവനാണ് ഈ ധ്യാനനിഷ്ഠനായിട്ട് ഇതൊന്നും അറിയാണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അസുരന് അമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചത്. ലോകത്തിൻ്റെ മാതാവായിട്ടുള്ള ആ അമ്മ ഇതാ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. അവളെ എങ്ങനെയാണ് ഒരുത്തന് തട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുക, ഇനി എന്നാണ് ആ ദേവി തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഗണങ്ങൾ അലമുറയിടാൻ തുടങ്ങിയപ്പോൾ മഹാദേവൻ കണ്ണു തുറന്നു. അദ്ദേഹം ചോദിച്ചു, എന്തിനാ കരയണേ? അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ ദേവിയുടെ തലമുടി പിടിച്ചഴിച്ചിട്ട് ആകാശമാർഗത്തിൽ കൂടെ പോയിരിക്കണമെന്ന് പറഞ്ഞു. ദേവി ഞങ്ങളെ വിളിച്ച് നിലവിളിച്ചു. ഞങ്ങളിതൊക്കെ കെട്ട് ബോധം കെട്ട് നിലത്ത് വീണു. അസുരൻ അനവധി ദൂരം പോയി കഴിഞ്ഞു ദേവിയും കൊണ്ടവർ. അവരുടെ വാക്ക് കേട്ടിട്ട് ആ ഭഗവാന് കോപം കൊണ്ട് ജ്വലിച്ചു. തൻ്റെ വാഹനമായിട്ടുള്ള കാളയുടെ പുറത്ത് കയറി 10 കൈകളിൽ തൃശൂലം, ഡമരു, വാള്, അമ്പ്, വില്ല് തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളായിട്ട് പുറപ്പെട്ട് അസുരനെ തേടി ശിവൻ അവൻ പോയ ദിക്കിലേക്ക് യാത്ര ചെയ്യും. വഴിയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി. അവൻ്റെ പിൻഭാഗത്തേക്ക് അവൻ്റെ പുറകുന്ന കണ്ടത്. അപ്പോൾ ഒരു ആയുധം വലിച്ചെറിഞ്ഞ് അവനെ മുറിവേൽപ്പിച്ചു. അപ്പോൾ അവൻ തിരിച്ചു നിന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, മഹാദുഷ്ട, നീ എൻ്റെ ഭാര്യയെ മോചിപ്പിക്കുക, അവളെ നീ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ശിവൻ്റെ വാക്ക് കേട്ടപ്പോൾ കോപത്തോട് കൂടിയിട്ട് അസുരൻ ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കുന്ന പോലെ ശിവനെ നോക്കിയിട്ട് തൻ്റെ കൈകളുടെ ഉള്ളിൽ ഒരു വലിയ വാളെടുത്തിട്ട് ഭഗവാനെ വധിക്കാനെത്തി. ആ ഗർവം കൊണ്ട് അവൻ പറഞ്ഞു, ഭൂമിയുടെ മുഴുവൻ അധിപനായിട്ടുള്ള ഞാൻ നിന്നെപ്പോലൊരു കൊതുകിൻ്റെ വാക്ക് കേട്ടിട്ട് പേടിപ്പെടാൻ പോടില്ല. മഹാവിഷ്ണു പറഞ്ഞു നിന്നോട് വന്ന് യുദ്ധം ചെയ്യാൻ. ഞാൻ വന്ന് നോക്കുമ്പോഴേ കാണും നീ കണ്ണു അടച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെപ്പോലെ ഒരുത്തനെടുത്ത് യുദ്ധം ചെയ്യണത് എനിക്ക് അപമാനമാണ്. എൻ്റെ ശ്വാസം തട്ടിയ മേരുപർവ്വതം കുലുങ്ങും. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ആരാണ് എൻ്റെ അടുത്ത് വന്ന് യുദ്ധം ചെയ്യാൻ? ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യേ, ഇല്ലെങ്കിൽ താൻ പോയി വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ജീവിക്കേ, ഇവളെ ഞാൻ കൊണ്ടുപോകണമെന്ന്. ഈ സമയത്ത് അമ്മ ഭഗവാന് കൊടുത്ത വാക്ക്, ഭഗവാൻ തനിക്ക് തന്ന വാക്കോർത്തു. അമ്മയെ അമ്മ സ്മരിക്കുമ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞത്. ആ മയൂരേശ്വരനായിട്ടുള്ള ഗണപതിയെ ഭഗവാനെ സ്മരിച്ചു. ഉടനെ തന്നെ ഭഗവാൻ അമ്മയുടെ വിളി കേട്ട് ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ അവിടെ വന്നു. അസുരൻ്റെയും ശിവൻ്റെയും ഇടയ്ക്ക് കയറി നിന്നു. അതിസുന്ദരനായിട്ടുള്ള ആ ബ്രാഹ്മണൻ തൻ്റെ കയ്യിൽ ഒരു മഴുവും പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ മഴു കൊണ്ട് ഇങ്ങനെ തടഞ്ഞു അസുരനെ. അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തടഞ്ഞു. എന്നിട്ട് വളരെ സൗമ്യനായിട്ട് പറഞ്ഞു, ത്രൈലോക്യജനനിയായിട്ടുള്ള ആ ദേവി എൻ്റെ അടുത്ത് നിർത്തിയിട്ട് നീ പോയിട്ട് ശങ്കരനുമായിട്ട് യുദ്ധം ചെയ്യേ. 2ൽ ഒരാൾ ജയിക്കണത് വരെ യുദ്ധം ചെയ്യണം. ജയിച്ചു വരുന്ന ആൾക്ക് ഞാൻ ഇവളെ തരാം. നമ്മൾ പുരാണങ്ങളിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഗുരുവായൂരപ്പൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂത്രം പ്രയോഗിക്കുന്ന ദേവൻ ഗണപതി ഭഗവാനാണ്. ഏറ്റവും കൂടുതൽ സൂത്രങ്ങൾ പ്രയോഗിക്കുന്നത് ഭഗവാനാണ്. മുരുടേശ്വറിൽ രാവണൻ്റെ കയ്യിൽ നിന്ന് ശിവലിംഗം വാങ്ങിയിട്ട് പ്രതിഷ്ഠിപ്പിക്കുന്നതൊക്കെ ഗണപതിയാണ്. ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സിന്ദൂരന് തൃപ്തിയായി. അവൻ പറഞ്ഞു, ദേവിയെ ബ്രാഹ്മണൻ്റെ അടുക്കൽ നിർത്തി. കാരണം ജാമ്യത്തിന് ഒരാളായല്ലോ, ഒരു എസ്ക്രോ ഫണ്ട് പോലെ നമ്മൾ പണം അങ്ങോട്ടും അല്ലാണ്ട് അതവിടെ ഏൽപ്പിച്ചു. ശിവനുമായിട്ട് ഏറ്റുമുട്ടി. അതിഭയങ്കരമായിട്ടുള്ളൊരു യുദ്ധം നടന്നു. ആ സമയത്ത് ഭഗവാനെ പിടിച്ച് കീഴ്പ്പെടുത്താൻ അവൻ ശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ വിചാരിച്ചിരിക്കാതെ തൻ്റെ പരശു കൊണ്ട് അവൻ്റെ തോള് വെട്ടി മറ്റൊരു കൈ കൊണ്ട് അസുരനെ തൃശൂലം കൊണ്ട് തറയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് തളർന്നു പോയിട്ടുള്ള അസുരൻ്റെ അടുത്ത് ബ്രാഹ്മണൻ പറഞ്ഞു, ത്രൈലോക്യ നായകനായിട്ടുള്ള ശിവനുമായിട്ട് യുദ്ധം ചെയ്യാൻ നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് പാർവതിയിലുള്ള ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് നീ നിൻ്റെ വീട്ടിൽ പോ, അല്ലെങ്കിൽ ശിവൻ നിന്നെ ഭസ്മാക്കുന്നു. ബ്രാഹ്മണൻ്റെ വാക്ക് കേട്ടപ്പോൾ എന്തോ സൽബുദ്ധി തോന്നിയിട്ട് ദുരാഗ്രഹം മാറ്റിയിട്ട് ഇവൻ തൻ്റെ വീട്ടിൽ പോയി. ശിവൻ ജയിച്ചപ്പോൾ പാർവതി ആ മുനീശ്വരനായിട്ടുള്ള ബ്രാഹ്മണനോട് പറഞ്ഞു, അങ്ങ് ആരാണ് വാസ്തവത്തിൽ? അങ്ങയുടെ ശരിയായിട്ടുള്ള രൂപം എനിക്ക് കാണണം. അങ്ങയുടെ ബുദ്ധി കൊണ്ടല്ലേ എനിക്ക് അസുരൻ്റെ നിന്ന് മോചനം ഉണ്ടായത്. അതുകൊണ്ട് അങ്ങ് എനിക്ക് പ്രാണനെ നൽകിയതാണ്. എനിക്കിപ്പോൾ അച്ഛൻ്റെ സ്ഥാനമാണ് അങ്ങ് എന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ എനിക്ക് പ്രാണനേക്കാൾ അധികം അങ്ങയോട് കടപ്പാടുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്ത് ആ ബ്രാഹ്മണ വേഷധാരി പറഞ്ഞു, എന്നെ അച്ഛാന്നൊന്നും വിളിക്കരുത് അമ്മേ, ഞാൻ അമ്മയുടെ മകൻ തന്നെയാണ്. ഞാൻ ഈ രൂപത്തിൽ വന്നതാണ്. അമ്മ എന്നെ മനസ്സിൽ വിളിച്ചപ്പോൾ ഞാൻ ഈ രൂപത്തിൽ പ്രത്യക്ഷനായതാണ്. സിന്ദൂരം എന്നുള്ള അസുരനെ ജയിച്ചത് ഞാനല്ല, ജയിച്ചത് മഹാദേവൻ തന്നെയാണ്. അമ്മയുടെ ഭർത്താവായിട്ടുള്ള അദ്ദേഹം തന്നെയാണ് അമ്മയുടെ മാനം രക്ഷിച്ചിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ തൻ്റെ ശരിയായിട്ടുള്ള രൂപം കാണിച്ചു. 10 കൈകളും കർണകുണ്ഡലങ്ങളും കസ്തൂരി തിലകം രത്നമാല ഇതെല്ലാം അണിഞ്ഞിട്ടുള്ള ആ ഭഗവാനെ മഹാദേവനും അമ്മയും
കൺകുളിർക്ക കണ്ടു. ത്രേതായുഗത്തിൽ വെച്ചിട്ട് ഞാൻ അമ്മയ്ക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, വീണ്ടും കാണും നമ്മൾ എന്നായിരുന്നു അത്. ഗജാനനൻ എന്ന രൂപത്തിൽ ദ്വാപരയുഗത്തിൽ അമ്മയുടെ പുത്രനായിട്ട് ജനിക്കും എന്ന വാക്ക് ഞാൻ തീർച്ചയായിട്ടും ആ വാക്ക് പാലിക്കും. സിന്ദൂരൻ എന്നുള്ള അസുരനെ ഞാൻ വധിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ദ്വിജവേഷം ധരിച്ച ആ ദേവൻ അന്തർധാനം ചെയ്തു. ഭഗവാൻ പോയപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ശ്രീപാർവതി ബോധരഹിതയായിട്ട് ഭൂമിയിൽ വീണു. ഭഗവാൻ അവളെ വിളിച്ചുണർത്തി. ഭഗവാൻ പറഞ്ഞത്, ഗണപതി പറഞ്ഞത് ശരിയാകും എന്ന് ഉറപ്പ് നൽകി മനസ്സമാധാനപ്പെടുത്തി അമ്മയും കൂട്ടി കൈലാസത്തിലേക്ക് പോയി. അസുരൻ മൃത്യുലോകത്തിൽ ചെന്നിട്ട് ഗർജിച്ചു. അവൻ്റെ ശബ്ദം കേട്ട് വൃക്ഷങ്ങളും പർവ്വതങ്ങളും ഒക്കെ കുലുങ്ങി. പല രാജാക്കന്മാരെയും ജയിച്ചു. ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരെയൊക്കെ ജയിച്ചിട്ട് അവൻ മറ്റ് സാധാരണ മനുഷ്യരെ ജയിക്കാൻ പോയി. കാരണം ഇത്രയും വലിയ സ്വർഗ്ഗലോകത്ത് അവന് ആധിപത്യം സ്ഥാപിക്കാമെന്നുണ്ടെങ്കിൽ അവന് പിന്നെ ഭൂമി എത്ര എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന പറയണ ആചാര്യന്മാർ. അവനെ എതിരിട്ടവരൊക്കെ തന്നെ സ്വർഗത്തിൽ പോയി. വേറെ ചില ആൾക്കാർ കാട്ടിലെ ഗുഹകളിൽ പോയിട്ട് ഒളിക്കേണ്ടി വന്നു. മേരുവിൻ്റെ ഗുഹകളിൽ ഒക്കെ ഓക്യുപ്പൻസിയായി. എല്ലാ ഗുഹകളുടെ മുന്നിലും ഹൗസ്ഫുൾ ബോർഡായി. പേടിച്ച് ഓരോ ഗുഹകളിലുള്ളിൽ പോയിട്ട് ദേവന്മാരും ഋഷിമാരൊക്കെ ഒളിച്ചിട്ട് എല്ലാ ഗുഹകളുടെ പുറത്തും ഹൗസ്ഫുൾ ബോർഡ് വെച്ചു. കാരണം എവിടെയും ഭൂമിയിൽ ഒളിച്ചിരിക്കാൻ സ്ഥലമില്ലാണ്ടായി. പലർക്കും അംഗഭംഗം വന്നു. ചിലവർ അവരുടെ യാഗങ്ങൾ മുടങ്ങിപ്പോയതിൻ്റെ ദുഃഖത്തിൽ ഒരുപാട് വിഷമിച്ചു. ഗിരിഗുഹകളിലൊക്കെ അഭയം തേടിയിട്ടുള്ള ദേവന്മാർ അവസാനം ബൃഹസ്പതിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എങ്ങനെയാ കൊല്ലുക എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഗണപതി ജനിക്കുക തന്നെ വേണം. ഗജാനൻ എന്നുള്ള പേരിൽ അദ്ദേഹം അവതരിക്കുമ്പോഴാണ് സിന്ദൂരിനെ വധിക്കുക എന്നുള്ളതാണ് പണ്ടേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേവന്മാർ വിനായകനെ സ്തുതിച്ച് അദ്ദേഹത്തിന് പ്രസീതനാക്കാൻ, അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. സിന്ദൂരിനെ നശിപ്പിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. അതുകൊണ്ട് അവിടുന്ന് പ്രത്യക്ഷപ്പെടണേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജപവും തപസ്സും തുടങ്ങി. അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സിന്ദൂരിനെ കൊല്ലും എന്ന് ഉറപ്പ് കൊടുത്തു. താൻ ശിവാലയത്തിൽ ഗജാനനൻ എന്നുള്ള പേരിൽ, ശിവൻ്റെ വീട്ടിൽ ഗജാനനൻ എന്നുള്ള പേരിൽ അവതരിക്കും എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു. താമസിയാതെ ശ്രീപാർവതിക്ക് ഗർഭം സംഭവിച്ചു. മഹാദേവന് പ്രതിദിനം ഗർഭം വളർന്നു. തേജസ്സുള്ള സന്താനമായതുകൊണ്ട് ആ ദേവിക്ക് തൻ്റെ ശരീരത്തിൽ വർദ്ധിച്ചു വരണ ചൂട് താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ദേവി പറഞ്ഞു, തണുപ്പുള്ള വല്ല സ്ഥലത്തേക്ക് നമുക്ക് പോയാലോ? കാരണം ഈ കുട്ടി എൻ്റെ വയറ്റിൽ വളരും തോറും ഒരു കനൽക്കട്ട ശരീരത്തിൽ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് തണുത്ത കാലാവസ്ഥയുള്ള വല്ലവിടേക്കും പോയാലോ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ആവട്ടെ, എന്തായാലും നീ നടന്ന് ക്ഷീണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കാളപ്പുറത്ത് കയറി തൻ്റെ മടിയിൽ ആ ദേവിയെ ഇരുത്തി കുറച്ച് ദൂരെ ധാരാളം വൃക്ഷത്തണലും തണുപ്പുമൊക്കെ ഉള്ള ഒരു വനപ്രദേശത്തേക്ക് പോയി. ഇന്ദ്രൻ്റെ ചൈത്രരഥം എന്ന് പേരോട് കൂടിയിട്ടുള്ള ഇന്ദ്രോദ്യാനത്തിനെക്കാട്ടിലും ഭംഗിയുള്ളൊരു സ്ഥലം. ദേവിക്ക് ആ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. കുറേ കാലം ഇവിടെ നമുക്ക് താമസിക്കാം എന്ന് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, നീ കുറേ ദിവസം ഇവിടെ ഗണദേവതകളുടെ ഒപ്പം താമസിക്കുക. എന്തൊക്കെ നിനക്ക് ആഗ്രഹമുണ്ടോ അതൊക്കെ അവർ എൻ്റെ ശക്തി കൊണ്ട് നേടിത്തരും. ഞാൻ നീ പ്രസവിക്കുന്നത് വരെ ഹിമാലയത്തിൽ പോയിട്ട് തപസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ദേവിയെ അവിടെ ഗണങ്ങളുടെ ഒപ്പം താമസിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തതിന് ശേഷം ഭഗവാൻ കൈലാസത്തിലേക്ക് ഹിമാലയത്തിലേക്ക് പോയിട്ട് ധ്യാനനിഷ്ഠനായി. ശ്രീപാർവതി തോഴിമാരുടെ ഒപ്പം തൻ്റെ പ്രസവകാലവും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ കഴിയാൻ തുടങ്ങി. ഗണങ്ങൾ ആ അമ്മയ്ക്ക് വേണ്ട സംരക്ഷണമൊക്കെ കൊടുത്തു. ധാരാളം മരുന്നുകളും ഫലമൂലങ്ങളും ഒക്കെ കൊടുത്തു. വളരെ വിശേഷമായിട്ടുള്ളൊരു പുത്രനാണ് ജനിക്കാൻ പോകണമെന്നുള്ള ബോധം ആ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവി കഴിക്കുന്ന ഭക്ഷണമൊക്കെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചിട്ടുമാണ് കഴിച്ചത്. ഗർഭിണിയായിരിക്കുന്ന കാലത്ത് മനസ്സ് ശാന്താക്കി വയ്ക്കണം, ശുദ്ധാക്കി വയ്ക്കണം പറയും. കാരണം ഇതൊക്കെ കുഞ്ഞിലേക്ക് എത്തും. അതുകൊണ്ട് ഉത്തമമായിട്ടുള്ള ഭക്ഷണം, അതും അധികം എരിവും പുളിയൊക്കെ ഒരുപാടുള്ള സ്പൈസി ആയിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കരുത്. അതേപോലെ തന്നെ കോപിക്കരുത്, വിഷമിക്കരുത് എന്നൊക്കെ പറയും. ധാരാളം സത്സംഗം വേണം, ഈശ്വരസേവ ചെയ്യണം, നാമം ചൊല്ലണം, നല്ല നല്ല സംഗീതം കേൾക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതിനൊക്കെ കാരണം എന്താ വെച്ചാൽ കുഞ്ഞിന് ഈ വിധ നല്ല സ്വഭാവം, ആ ക്വാളിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണത്. 9 മാസം കഴിഞ്ഞപ്പോൾ ദേവി മനോഹരമായിട്ടുള്ളൊരു ബാലനെ പ്രസവിച്ചു. ചന്ദ്രനെ പോലുള്ള മുഖം, താമരപ്പൂ പോലുള്ള കണ്ണുകളുള്ളൊരു ശിശു. ദിവ്യനായിട്ടുള്ള ആ ശിശുവിന് കിരീടവും കെയ്യൂരും ചതുർബാഹുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പരശു, കമലം, മാല, മോദകം ഇത് 4 കൈകളിൽ പിടിച്ചിരുന്നു. കാലടികളിൽ ദിവ്യമായിട്ടുള്ള ചിഹ്നങ്ങളും ഉണ്ടായിരുന്നു. മഹാത്മാക്കൾക്ക് അങ്ങനെയാണ്, കാൽപ്പത്ര അടിയിൽ ചിഹ്നങ്ങളുണ്ടാവും. ഗുരുവായൂരപ്പൻ്റെ കാലടിയുടെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? കൊടിയും അങ്കുശവും ഒക്കെ ഉണ്ടാവും. ദിവ്യമായിട്ടുള്ള
ഐശ്വര്യവും തേജസ്സും കണ്ടിട്ട് ദേവി ആ കുഞ്ഞിനോട് ചോദിച്ചു, നീ ആരാണ്? അത് കേട്ടപ്പോൾ ആ പ്രസവിച്ച് വീണ് കിടക്കണ കുട്ടി ദേവിയെ കൈകൂപ്പി വന്ദിച്ചിട്ട്, ഞാനൊരു അവതാരമാണ്, മുമ്പ് അമ്മയെ സിന്ദൂരാസുരന് രക്ഷിച്ചത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവിക്ക് മനസ്സിലായി, പണ്ട് ത്രേതായുഗത്തിൽ തൻ്റെ മകനായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മയൂരേശ്വരൻ തന്നെയാണ് ഇപ്പോൾ ഈ ദ്വാപരയുഗത്തിൽ എൻ്റെ മകനായിട്ട് ജനിച്ചിരിക്കണത്. അമ്മയ്ക്ക് തന്ന ഉറപ്പനുസരിച്ചിട്ടാണ് ഞാൻ അമ്മയുടെ മകനായിട്ട് ജനിച്ചതെന്ന് പറഞ്ഞു. തൻ്റെ ഭാഗ്യമാണ് എന്ന് വിചാരിച്ചിട്ട് ദേവി വളരെ സന്തോഷിച്ചു. പ്രതീക്ഷിച്ചിരുന്ന സൗഭാഗ്യം കൈവന്നതുകൊണ്ട് തൻ്റെ മനസ്സിലുള്ള സന്തോഷത്തിനെ അമ്മ മറച്ചു വെച്ചില്ല. ഭഗവാനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും മുല കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ആ സന്തോഷത്തെ പങ്കിട്ടു. അതിനുശേഷം ദിവ്യമായിട്ടുള്ള രൂപത്തോടു കൂടിയിട്ടുള്ള നീ ഇനി എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോരുതേ പറഞ്ഞു. അതിനനുസരിച്ചിട്ട് ഭഗവാൻ 4 കൈകളും ചന്ദ്രക്കലയും തുമ്പിക്കൈയും ദിവ്യവസ്ത്രങ്ങളും ധരിച്ചിട്ടുള്ള ഒരു രൂപത്തെ ധരിച്ചു. ഈ ജന്മത്തിലാണ് ഭഗവാന് ശരിക്കും ആനയുടെ മുഖം ഉണ്ടായത് എന്ന് പറയണു. ബാലൻ്റെ ആ പുതിയ രൂപം കണ്ടപ്പോൾ ദേവിക്ക് സങ്കടമായി. 3 ലോകങ്ങളിലും ഒരു കുട്ടിക്കും ഇന്നേ വരെ തുമ്പിക്കൈയുള്ളത് അമ്മ കണ്ടിട്ടില്ല. എൻ്റെ മകൻ ഇങ്ങനെ വൈരൂപ്യം വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടു. ഇവനെ എങ്ങനെയാണ് ഈ പ്രസവമുറുടെ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോവുക? ആര് കണ്ടാലും പരിഹസിച്ച് ചിരിക്കില്ലേ? എന്തൊരു വൃത്തികേടായിട്ടുള്ള മുഖമാണ് ഈ കുട്ടിക്ക് കാണാൻ എന്ന് കരുതി ഇങ്ങനെ ദുഃഖം കൊണ്ട് ആ അമ്മ ഹിമാലയത്തിലേക്ക് ചെന്ന് ശിവനെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഗണങ്ങളോട് കൂടിയിട്ടുള്ളെത്തിയ ആ പാർവതി ശിശുവിനെ ഭഗവാന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ മകൻ്റെ മുഖം നോക്കൂ, അവന് തുമ്പിക്കൈ വന്നിരിക്കുന്നു, ഇതെങ്ങനെയാണ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുക? ഇവൻ എങ്ങനെ ഇങ്ങനെ ഒരു രൂപം കിട്ടിയെന്ന് ചോദിച്ചു. കുട്ടിയെ എടുത്തിട്ട് മടിയിലിരുത്തിയിട്ട് ഭഗവാൻ കുറച്ചു നേരം നോക്കി. എന്നിട്ട് പാർവതിയുടെ അടുത്ത് പറഞ്ഞു, ഉമേ, ആദിയും അന്തവും ഇല്ലാത്ത ആ പരബ്രഹ്മ വസ്തു തുമ്പിക്കൈയോട് കൂടിയിട്ട് നമ്മുടെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. 4 വേദങ്ങളും ശാസ്ത്രങ്ങളും അതേപോലെ തന്നെ മഹർഷിമാരും ഒക്കെ ഇവൻ്റെ മുന്നിലൊന്നുമല്ല. അന്തര്യാമിയാണിവൻ. 4 യുഗങ്ങളിൽ 4 വിഭിന്ന രൂപത്തിലാണ്. കൃതയുഗത്തിൽ 10 കൈകളോട് കൂടിയിട്ട് ഇവൻ വിനായകൻ എന്ന പേരിൽ ഈ ഭൂമണ്ഡലത്തിലുണ്ടായിരുന്നു. ത്രേതായുഗത്തിൽ വെള്ള നിറത്തോടും 6 കൈകളോടും കൂടിയിട്ട് മയൂരേശ്വരൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അന്ന് അവൻ അവതരിച്ചിട്ട് സിന്ധു എന്നു പേരുള്ള ഘോരനായിട്ടുള്ളൊരു അസുരനെ നിഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവൻ തന്നെയാണ് ഇപ്പോൾ ദ്വാപരയുഗത്തിൽ രക്തവർണ്ണനായിട്ട് ചതുർബാഹുവായിട്ട് നമ്മുടെ ഗൃഹത്തിൽ അവതരിച്ചിരിക്കുന്നത്. മൂഷകവാഹനാണവൻ. 3 ലോകത്തിനും അവൻ രക്ഷകനാവും, ഭൂമിയുടെ ഭാരം കുറയ്ക്കും. ഇനി ഗജാനൻ എന്നുള്ള പേരിലാണ് അവൻ അറിയപ്പെടുക ഈ കാലത്ത് എന്നും പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, കലിയുഗത്തിൽ ധൂമ്രകേതു എന്ന പേരിലാണ് അറിയപ്പെടുക. ആ സമയത്തും 4 കൈകൾ ഉണ്ടാവും. കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഗൃഹത്തിൽ ജനിച്ച ഈ ശിശു ഉറപ്പായിട്ടും ആ സിന്ദൂരൻ എന്ന് പറയുന്ന ഭയങ്കരനായിട്ടുള്ള അസുരനെ നിഗ്രഹിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ശിവൻ്റെ വാക്കുകൾ കേട്ടിട്ട് ആ ബാലൻ ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങി. ഭഗവാനെ, അച്ഛാ, അവിടുന്ന് എൻ്റെ അവതാരോദ്ദേശം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതൊക്കെ സത്യമാണ്. ലോകത്തിന് അനുഗ്രഹം കൊടുക്കാനാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. ദേവന്മാർക്ക് ഉപദ്രവിയായിട്ടുള്ള സിന്ദൂരൻ എന്ന് പറഞ്ഞ അസുരനെ കൊല്ലുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. ലോകരായിട്ടുള്ളവരെ പീഡിപ്പിക്കുന്നവനെ നിഗ്രഹിച്ചിട്ട് ഞാൻ നിങ്ങളെല്ലാവർക്കും സന്തോഷവും സംരക്ഷണവും തരുന്നതാണ്. ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ച് ഞാൻ കൊടുക്കും. മാത്രമല്ല, ഞാൻ വേദധർമ്മങ്ങളെ പുനഃസ്ഥാപിക്കും എന്നും പറഞ്ഞു കൊടുക്കും. പുരാണകഥകളിൽ എന്താ പറയുക, പുരാണകഥകളൊക്കെ കേൾക്കണേൽ വളരെ താല്പര്യമുള്ള സത്യവാനും ഗുണശീലനുമായിട്ടുള്ള ഒരു രാജാവ് ഇവിടെ അടുത്തുണ്ട്. അയാളുടെ പേര് വരേണ്യൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പുഷ്പിക എന്നാണ്. അവർ രണ്ടുപേരും കൂടെ 12 വർഷം കഠിനമായിട്ടുള്ള തപസ് ചെയ്തു. ഞാൻ അവർക്ക് പണ്ടൊരു വരം കൊടുത്തിട്ടുണ്ട്, അവരുടെ മകനായിട്ട് ഞാൻ ജനിക്കാം എന്ന്. പക്ഷെ പുഷ്പിക ഇന്ന് പ്രസവിച്ചു. എന്നാൽ രാക്ഷസന്മാർ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഇത് അവൾ അറിഞ്ഞിട്ടില്ല. കാരണം ഉറക്കത്തിലാണ് പ്രസവിച്ചിരിക്കുന്നത്. കുട്ടി അടുത്തുണ്ട് എന്നുള്ളതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല, എടുത്തുകൊണ്ട് പോയതും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുപോയിട്ട് ശിശുവായിട്ട് കിടത്തണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവനും പാർവതിയും കൂടെ ആ കുഞ്ഞിനെ എടുത്ത് ഭഗവാന്റെ ആജ്ഞപ്രകാരം ഈ വരേണ്യൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ഭാര്യ പുഷ്പിക പ്രസവിച്ച് കിടക്കണ ആ മഞ്ചത്തിൽ കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ കിടത്തി. പോകുന്ന വഴിക്ക് കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യം ആലോചിച്ചിട്ട് മഹാദേവന് ആകെ ചിന്തയായി. നന്ദി ചോദിച്ചു, എന്തിനാ ഭഗവാനെ ചിന്തിക്കുന്നത്? അങ്ങയുടെ ഏത് ആജ്ഞയും ഞാൻ നടത്തി തരില്ലേ, എന്താച്ചാ പറഞ്ഞോളൂ പറഞ്ഞു. നന്ദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശിവന് കുറച്ച് ആശ്വാസം തോന്നി, സന്തോഷവും തോന്നി. നിൻ്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് തൃപ്തിയായി.
നിൻ്റെ പൗരുഷം പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പോയി പരീക്ഷിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. മാഹിഷ്മതി എന്ന് പറയുന്ന സ്ഥലത്ത് അതിശക്തനായിട്ടുള്ള വരേണ്യൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പുഷ്പിക എന്നാണ്. അവളോടൊപ്പം ഒരു കുഞ്ഞ് അവളിപ്പോൾ പ്രസവിച്ചിട്ട് ഉറങ്ങുന്നുണ്ട്. അവൾ അറിഞ്ഞിട്ടില്ല അവൾ പ്രസവിച്ചത്. ആ കുഞ്ഞിനെ ഒരു രാക്ഷസി എടുത്തുകൊണ്ട് പോയി. അവൾ ഉറക്കം ഉണരുന്നതിന് മുമ്പ്, ദാ ശ്രീപാർവതി പ്രസവിച്ച ഇവനെ നീ അവളുടെ അടുത്ത് കൊണ്ടേ കടത്തണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഭഗവാന്റെ ആജ്ഞ കേട്ടിട്ട് നന്ദികേശ്വരൻ ആ കൊച്ചു കുഞ്ഞിനെ എടുത്തിട്ട് ആകാശമാർഗത്തിൽ കൂടെ സഞ്ചരിച്ച് മാഹിഷ്മതി നഗരത്തിലെത്തി. പുഷ്പികയുടെ പ്രസൂതി ഗൃഹത്തിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ കടത്തി. അപ്പോൾ കുട്ടി നന്ദി ആ കുഞ്ഞിനെ അവിടെ കിടത്തി പുറത്ത് കിടന്ന നിമിഷത്തിൽ ആ കുഞ്ഞ് ഉറക്ക കരഞ്ഞു. കരഞ്ഞപ്പോൾ ഈ അമ്മ ഉണർന്നപ്പോൾ അടുത്ത് താൻ പ്രസവിച്ച കുഞ്ഞിനെ കണ്ടു. ഇതെല്ലാം നന്ദി മറിഞ്ഞു നിന്ന് കണ്ടതിന് ശേഷം ശിവൻ്റെ അടുത്ത് വന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു. നന്ദി വരണ വഴിയിൽ ഒരു രംഗം കണ്ടു. ഭഗവാനെ, ഞാൻ വരുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. ഭയങ്കര പേടി തോന്നുന്നൊരു കാഴ്ചയായിരുന്നു. എന്താ അത്? ഒരു രാക്ഷസി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മാംസം കടിച്ചു കീറി തിന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഘോരദർശിനിയായിട്ടുള്ള അവളെ ഞാൻ എൻ്റെ വാലുകൊണ്ട്, കാളയുടെ വാലുകൊണ്ട് ചുറ്റി ബന്ധിച്ചു. എന്നിട്ട് ഞാൻ അവളെ ഒരു പർവ്വതത്തിൻ്റെ മസ്തകത്തിൽ, പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ അടിച്ച് 100 തുണ്ടമാക്കിയെന്ന് വാലിൽ ചുറ്റിയിട്ട് അടിച്ചു കൊന്നു അവളെ. എന്നിട്ട് പറയാം, ആ സമയത്ത് ഒരത്ഭുതം ഉണ്ടായി. അതാണ് എൻ്റെ മനസ്സിൽ വലിയൊരു വിഷമം ഉണ്ടാക്കണത്. അവൾ മരിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരം ചൊല്ലിയിട്ടാണ് മരിച്ചത്. അവൾ മരിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരം ചൊല്ലി നമശിവായാന്ന് ചൊല്ലിയിട്ടാണ് മരിച്ചത്. അപ്പോൾ നന്ദിയുടെ മനസ്സിൽ വലിയ വിഷമം വരികയാണ്. എന്നിട്ട് പറയുക, ആ സമയത്ത് ഗന്ധർവന്മാരുടെ ഒരു കൂട്ടം അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് എൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. ഞാൻ വാലും കൊമ്പും കുളമ്പും കൊണ്ട് അവരെ നേരിട്ടു. ചിലർ ഓടിപ്പോയി, ചിലർക്ക് അംഗഭംഗം വന്നു, ചിലർ തല പൊട്ടി മരിച്ചു. ആ സമയത്ത് അങ്ങയുടെ നാമധേയം കൊണ്ട് രക്ഷിക്കപ്പെട്ട ആ ബാലൻ എന്നെ പ്രകീർത്തിച്ചു എന്ന് പറയും. എന്ത്? അതെ, ആ സ്ത്രീ കടിച്ചു തിന്നാൻ ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന ആ കുട്ടിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. നോക്കുമ്പോൾ നന്ദിയുടെ പുറകുന്ന് ഒരു ചെറിയ കുട്ടി പുറത്തേക്ക് വന്നു. ഭഗവാനെ വണങ്ങി ഭഗവാന്റെ അനുജ്ഞയോട് കൂടിയിട്ട് മാഹിഷ്മതിയിലേക്ക് ആ കുട്ടിയെ പറഞ്ഞയച്ചു. വരേണ്യപത്നിയായിട്ടുള്ള പുഷ്പികയുടെ കിടക്കയിൽ അവനെ കൊണ്ടുപോയി കിടത്തി. ചുരുക്കി പറഞ്ഞാൽ വിനായകൻ്റെ അടുത്ത് തന്നെ ആ കുട്ടിയും കിടത്തി. അങ്ങനെ 2 കുട്ടികളെയും അവിടെ കിടത്തി. ഒരിക്കൽ ഗർഭിഷ്ഠനായിട്ടുള്ള സിന്ദൂരൻ തൻ്റെ സഭാവാസികളെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ദ്രാദിദേവന്മാരൊക്കെ എന്നെ ഭയന്നിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടില്ല. അത് തന്നെയാണ് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അവസ്ഥ. അവരും യുദ്ധം ചെയ്യാണ്ട് പറഞ്ഞൊഴിഞ്ഞു. രാജാക്കന്മാരുടെ കാര്യം പറയാനുമില്ല. എൻ്റെ പൗരുഷം പാഴായി പോവാണ്. എനിക്കിപ്പോൾ യുദ്ധം വേണം. യുദ്ധമില്ലാത്തതാണ് എൻ്റെ ദുഃഖം. എനിക്ക് ആരോടെങ്കിലും യുദ്ധം ചെയ്യണം. ആരും എൻ്റെ അടുത്ത് യുദ്ധത്തിന് വരുന്നില്ല എന്ന് സങ്കടം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആകാശവാണി കേട്ടു. എടാ മണ്ട, നിൻ്റെ ഈ പൊങ്ങച്ച നിർത്താറായി. നിന്നെ എതിർക്കാൻ പറ്റിയിട്ടുള്ള ഒരാളിപ്പോൾ പാർവതീ ഗർഭത്തിൽ ജനിച്ചിട്ടുണ്ട്. മാഹിഷ്മതിയിലെ വരേണ്യ രാജാവിൻ്റെ വളർത്തുമകനായിട്ട് അവൻ വളരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവൻ പ്രതിദിനം നിൻ്റെ അടുത്തേക്ക് അടിവെച്ച് വന്നുകൊണ്ടിരിക്കണു എന്ന് ആലങ്കാരികമായിട്ട് അശരീരിയിൽ കേൾക്കും. അപ്രതീക്ഷിതമായിട്ട് ഈ അശരീരി വാക്യം കേട്ടപ്പോൾ സിന്ദൂരന് ബോധക്ഷയം സംഭവിച്ചു. ഉത്സാഹം നഷ്ടപ്പെട്ടു. ആരാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞതെന്ന് ചുറ്റും നോക്കി. അവനെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്ക് ആ വിളിച്ചു പറഞ്ഞവൻ്റെ തല ഞാൻ തല്ലി പൊട്ടിച്ചേനെ എന്ന് പറയും. കാലം തന്നെയായിട്ടുള്ള എനിക്കെങ്ങനെയാണ് മരണം വരിക? പടിഞ്ഞാറ് സൂര്യൻ എങ്ങനെ ഉദിക്കുക? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ദിക്കുകളിലേക്ക് നോക്കി. ഇടയിലുള്ള വിദിക്കുകളിലേക്ക് നോക്കി. വിദിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് അതൊക്കെയാണ് വിദിക്കുകൾ. അവൻ ചാടി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് എന്തോ ബോധോദയം ഉണ്ടായി. ചില ആൾക്കാരുണ്ട് വീട്ടിൽ കസേരയിലിരിക്കും, അടുക്കളയിൽ നിന്ന് വന്നിട്ട് ഭാര്യ നോക്കുമ്പോഴേക്കും ആളെ കാണില്ല. ഇതെവിടെ പോയി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇതാ ഇറങ്ങിപ്പോടും, ഗേറ്റൊക്കെ തുറന്നിട്ട് എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. അതുമാതിരി ഇവൻ ചാടി എണീച്ചിട്ട് ഇവനൊരു പോക്ക് പോയി. ചാടി എണീച്ചിട്ട് ഇവൻ പോകുന്നത് എങ്ങോട്ടാ? നേരെ കൈലാസത്തിലേക്കാണ്. ആ ഒരു വനപ്രദേശത്ത് അവനെത്തി. അവിടെയായിരുന്നു പ്രസവത്തിനായിട്ട് പാർവതി തിരഞ്ഞെടുത്തിട്ടുള്ള ആ സ്ഥലം. ശങ്കരനോടൊപ്പം വസിക്കണ പാർവതിയെ സിന്ദൂരം കണ്ടു. അവിടെ ഒരു മന്ദിരവും ഉദ്യാനവും ശിവൻ്റെ ഗണദേവതകളെയൊക്കെ അസുരം കണ്ടു. അടുത്ത് ചെന്നപ്പോൾ പാർവതിയുടെ കൂടെ ഒരു ബാലനെ കണ്ടു. അപ്പോൾ ആകാശവാണി വെറുതെ ആയില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ബാലനെ കൊല്ലാം എന്ന് തീരുമാനിച്ചു. അവൻ്റെ ജനന വാർത്ത ശരിയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമിച്ചു.
ഇങ്ങനെ ഒരുത്തൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ എന്നെ കൊല്ലുന്നല്ലേ ആ ശരീരി പറഞ്ഞത്. അതുകൊണ്ട് അവൻ പാർവതി ആക്രമിക്കാൻ പോയി. 4 കൈയും കിരീടകുണ്ഡലങ്ങളും പരശു, കമലം, മാല ഇതൊക്കെ ധരിച്ചിട്ടുള്ള ആ ദിവ്യ ബാലരൂപം അവൻ കണ്ടു. ഇത് കണ്ട് പാർവതി ഉറങ്ങുകയാണെന്ന് കരുതിയിട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് അസുരൻ ബാലൻ്റെ നേരെ തിരിഞ്ഞു. ദേവി അനങ്ങിയില്ല. അപ്പോൾ പാർവതി ഉറങ്ങുകയാണെന്ന് വിചാരിച്ചിട്ട് ഈ അസുരൻ ഈ കുട്ടിയെ പിടിക്കാൻ പോയി. എന്നിട്ട് അവനെ കയ്യിൽ തൂക്കിയെടുത്തിട്ട് കടലിലേക്ക് എറിയാനായിട്ട് പോയി. ആ സമയത്ത് ബാലൻ വളർന്നിട്ട് ഹിമാലയം പോലെ വലിയൊരു രൂപം കൈക്കൊണ്ടു. ഭാരം സഹിക്കാൻ പറ്റാണ്ട് സിന്ദൂരൻ്റെ കൈ കുഴഞ്ഞു. കുട്ടി കയ്യിൽ നിന്ന് താഴെ രേവാനദിയിലത്തെ ജലത്തിലേക്ക് വീണു. അവിടെയുള്ള മഹർഷിമാർ ആ കുട്ടി ആ ജലത്തു നിന്ന് കോരിയെടുക്കുകയും ചെയ്തു. അങ്ങനെ വീണ ആ കുട്ടി ആ ജലത്തിലേക്ക് രേവാനദിയിൽ വീണ സ്ഥലം ഇന്നും ഗണേശകുണ്ഠം എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് പറയുന്നു. അതൊരു തീർത്ഥമായി തീർന്നു. അവിടെ ജനിക്കുകയും അല്ലെങ്കിൽ കാണുക, ആ പ്രദേശത്ത് ജനിക്കുക, അവിടെ ജീവിക്കുക, കുളിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തര പാപം മുഴുവൻ നശിച്ചു പോവും എന്നാണ് പറയുന്നത്. കുട്ടി സമുദ്രത്തിലാണ് വീണതെന്നാണ് ഇവൻ വിചാരിച്ചത്. വെള്ളത്തിൽ വീണാൽ കുട്ടികൾ രക്ഷപ്പെടില്ലല്ലോ, മുങ്ങിച്ചത്തു പോകില്ലേ. അപ്പോൾ രേവാനദിയിലെ വെള്ളത്തിൽ വീണപ്പോൾ ഇവൻ വിചാരിച്ചു കുട്ടി വീണ് മരിച്ചു, കുട്ടിയെ നദി കൊണ്ടേ കടലിൽ വിട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. എന്നാൽ ആ സമയത്ത് ഈ ഗണേശകുണ്ഡത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതിഭയങ്കര രൂപത്തിലുള്ളൊരു പുരുഷനുണ്ടായി. കണ്ടു കഴിഞ്ഞാൽ ഒരു ശൈവൻ തന്നെ, ജടാഭാരം, ദംഷ്ട്രം, ഇങ്ങനെയൊക്കെയുള്ള കറുത്തിരുണ്ടിട്ടുള്ള വളരെ ഉയരമുള്ള ദീർഘകായനായിട്ടുള്ള ഒരു മൂർത്തി അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി വന്നിട്ട് സിന്ദൂരനെ വെല്ലുവിളിച്ചു. വാളും കൊടുത്തിട്ട് അസുരനെ യുദ്ധത്തിനായിട്ട് ഒരുമ്പെട്ടു. അസുരൻ വാളുകൊണ്ട് വെട്ടിയപ്പോൾ ആ പുരുഷൻ ആകാശമാർഗത്തിലേക്ക് ചാടി ഉയർന്നിട്ട്, അത് നമ്മളിങ്ങനെ വെട്ടുമ്പോൾ കാലം ഉയർത്തിയിട്ട് ചാടില്ലേ, അങ്ങനെ ചാടി. എന്നിട്ട് അവൻ്റെ അടുത്ത് അലറി, എടാ മണ്ട, നിൻ്റെ അന്തകൻ വേറൊരു സ്ഥലത്ത് ജനിച്ചിട്ടുണ്ട്, അവൻ നിന്നെ തീർച്ചയായിട്ടും കൊല്ലും എന്ന് പറഞ്ഞിട്ട് അന്തർധാനം ചെയ്തു. നമ്മൾ ഭാഗവതത്തിൽ കാണുന്ന അതേപോലെ തന്നെ നന്ദിനി എന്ന് പേരോട് കൂടിയിട്ടുള്ള ആ ദേവി കംസൻ്റെ കയ്യിൽ നിന്ന് വഴുക്കി ആകാശത്ത് പോയിട്ട് പറയേ, കംസ നിൻ്റെ അന്തകൻ വേറൊരു സ്ഥലത്ത് ജനിച്ചിരിക്കണമെന്ന് പറയും. ഇവിടെ സിന്ദൂരൻ ഈ പുരുഷനെ പിടിച്ചു കെട്ടാൻ തൻ്റെ സേവകന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിനെ പിന്നെ കണ്ടില്ല. പാർവതി അപ്പോൾ മഹേശ്വരൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഈ അസുരന്മാരുടെ ഉപദ്രവം തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് കൈലാസത്തിലേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് അവർ കുടുംബമായിട്ട് എല്ലാവരും കൈലാസത്തിലേക്ക് മടങ്ങി. വരണ്യൻ്റെ ഗൃഹത്തുനിന്ന് ഉപേക്ഷിക്കപ്പെട്ട ആ ബാലന് എന്തു സംഭവിച്ചു എന്നാ ചോദിച്ചു. നേരം വെളുത്തപ്പോൾ പുഷ്പിക തൻ്റെ അടുക്കൽ കിടക്കണ അതിസുന്ദരനായിട്ടുള്ള പുത്രനെ കണ്ടു. 4 കൈകളും ചുവന്ന നിറവും ഗജമുഖനുമായിട്ടുള്ളൊരു കുട്ടി, കസ്തൂരി തിലകം, മുത്തുമാല, മഞ്ഞ വസ്ത്രം ഇതൊക്കെ ധരിച്ചിട്ടുള്ള ആ ബാലനെ കണ്ടിട്ട് പുഷ്പിക വളരെ സന്തോഷിച്ചു. ഒരേ സമയം അവൾക്ക് ഭയവും അതേസമയം അതിശയവും തോന്നി. കാരണം അസാധാരണമായിട്ടുള്ളൊരു രൂപം, തുമ്പിക്കൈയുള്ളൊരു കുട്ടി, അങ്ങനൊരു കുട്ടിയെ കണ്ടിട്ടില്ല അവൾ. അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് അവൾക്ക് കൂടുതൽ ഭയമായി. ആന ചിഹ്നം വിളിക്കണ പോലുള്ള ഒരു എന്താ പറയുക കരച്ചിലാണ് ഉണ്ടായത്. അങ്ങനെ ആ അത്ഭുത ബാലനെ കണ്ടിട്ട് വിസ്മയിച്ചു. എല്ലാവരും ഓടിക്കൂടിയപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനൊരു കുട്ടി കിടക്കണ കണ്ടു. രാജാവും വിവരം അറിഞ്ഞിട്ട് അവളുടെ അടുത്തെത്തി. അവർക്കൊന്നും ഭയം കൊണ്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് വരാൻ തോന്നിയില്ല. ചിലർ അവിടുന്ന് പേടിച്ചിട്ട് പോയി, ചിലർക്ക് പനി വന്നു. കാരണം ആനത്തലയുള്ള തുമ്പിക്കൈയൊക്കെ ഉള്ളൊരു കൊച്ചുകുട്ടിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ പേടിക്കും. അങ്ങനെ ഇങ്ങനൊരു കുട്ടി ഇതിനു മുമ്പ് മനുഷ്യവംശത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോണില്ല. അതുകൊണ്ട് ഇതിനെ കൊണ്ടുപോയിട്ട് കാട്ടിൽ കളയാം, ഈ അംഗവൈകല്യമുള്ള ഈ കുട്ടിയെ കാട്ടിൽ കൊണ്ടേ കളയാൻ തീരുമാനിച്ചു. അതനുസരിച്ചിട്ട് അവരെ ബാലനെ കാട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ തയ്യാറായി. കാറ്റിന് പോലും ചെല്ലാൻ പറ്റാത്ത അത്രയ്ക്ക് ഇടതൂർന്ന ഒരു നിബിഡമായ വനത്തിലേക്കാണ് എടുത്തുകൊണ്ട് പോയത്. അവിടെ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളൊരു പൊയ്കയുടെ തീരത്ത് കുട്ടിയെ കിടത്തിയിട്ട് കുറേ ഇല വെച്ചിട്ട് മൂടി. എന്നിട്ട് രാജാവായിട്ടുള്ള വരേണ്യൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം അനുസരിച്ചിട്ട് സിംഹവും പുലിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള കാട്ടിൽ ആ കുട്ടിയെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നുമില്ല ഈ കാട്ടാളന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും വന്യമൃഗങ്ങൾ ആ കുഞ്ഞിനെ പിടിച്ച് തിന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ആ കുട്ടിയെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറുക്കന്മാരടുത്ത് വന്നു. അവരിങ്ങനെ മണത്ത് കുട്ടിയുടെ ചുറ്റും നടക്കാൻ തുടങ്ങിയിരുന്ന സമയത്താണ് സാക്ഷാൽ വേദവ്യാസ മഹർഷിയുടെ അച്ഛനായിട്ടുള്ള പരാശര മഹർഷി ആ വഴി കൂടെ കടന്നുപോയത്. അദ്ദേഹം നോക്കുമ്പോൾ ഇലകൾ കൊണ്ട് മൂടിയിട്ടിട്ടുള്ള എന്തിൻ്റെയോ ചുറ്റും കുറുക്കന്മാർ മണത്ത് നടക്കണം. ആ ഇല ഇനങ്ങളുമുണ്ട്. അദ്ദേഹം അവിടെ ചെന്നിട്ട് ആ ഇലകൾ മാറ്റി നോക്കി കുറുക്കന്മാരെ ഓടിച്ചിട്ട് ആ കുട്ടിയെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. 4 കരങ്ങൾ, ചതുർഭുജൻ, ആനയുടെ മുഖം, കോടിസൂര്യപ്രകാശത്തോടു കൂടിയിട്ടുള്ള അനവധി ദിവ്യാഭരണങ്ങൾ ധരിച്ചിട്ടുള്ള ഒരു കുട്ടി. പക്ഷേ
ആ സമയത്ത് ശിശുവിൻ്റെ മായാശക്തി കൊണ്ട് പരാശരൻ്റെ ബോധം പോയി. എങ്ങനെയാണ് തനിക്ക് ബോധം പോയതെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് സംശയമായി. മഹാത്മാക്കളായിട്ടുള്ള തപസ്വികൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ചാഞ്ചല്യം ഉണ്ടായാലും പെട്ടെന്ന് തന്നെ അവരെ തന്നെ സദാ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെ മാതിരി ബുദ്ധിയും ബോധവും ഇല്ലാണ്ട് പ്രവർത്തിക്കില്ല. ഈവൻ ബോധക്ഷയം വന്നാൽ പോലും, ബോധക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ പോലും, ഗുരുവായൂരപ്പ, ബുദ്ധി നഷ്ടപ്പെട്ടാൽ പോലും അവരുടെ ഉള്ളിൽ ഒരാളിരുന്നിട്ട് എല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ആൾ ചിന്തിക്കുക, തനിക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എന്താ തനിക്ക് ഈ ബോധക്ഷയം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് ആലോചിച്ചു. ജഗദീശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്നെ പരീക്ഷിക്കരുത്, അങ്ങയുടെ മായയിൽ എന്നെ കൊടുക്കരുത് അവർ. അപ്പോൾ ഭഗവാന് ദയവ് തോന്നിയിട്ട് ആ ഗണപതി പരാശര മഹർഷി ആ മോഹത്തുനിന്ന് മോചിപ്പിച്ചു. ആ സമയത്ത് ഭഗവാനെ നോക്കിയപ്പോൾ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ശിശു ഗണപതിയാണ് ഈ കുട്ടിയായിട്ട് കിടക്കണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഏത് ഭാഗ്യം കെട്ടവനാണ് ഈ കുട്ടിയെ കിട്ടിയിട്ടും ഈ കാട്ടിൽ കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ കളഞ്ഞതെന്ന് ആലോചിച്ചു. എന്നിട്ട് തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള വത്സലയുടെ കയ്യിൽ ഈ കുട്ടിയെ കൊടുത്തിട്ട് പറഞ്ഞു, നമ്മൾ കുറേ കാലം തപസ് ചെയ്തതിൻ്റെ ഫലം ദാ വന്നിരിക്കുന്നു, ഇവനെ നീ നമ്മുടെ മകനായിട്ട് വളർത്തുക എന്ന് പറഞ്ഞു. ആ കുട്ടിയെ കയ്യിൽ വെച്ച് കൊടുത്ത നിമിഷത്തിൽ ഈ വത്സല എന്ന് പറയുന്ന പത്നിക്ക് മുല ചൊരന്നു എന്നാണ് പറയണത്. സ്നേഹം കൊണ്ട്, മാതൃവാത്സല്യം കൊണ്ട്. രാജാവായിട്ടുള്ള വരണ്യൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞു, ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിച്ചു. സാക്ഷാൽ പരാശര മഹർഷിയാണല്ലോ തൻ്റെ മകനെ വളർത്തുന്നത് ആലോചിച്ച് അദ്ദേഹം സന്തോഷിച്ചു. അടുത്തത് മൂഷിക വാഹനം എങ്ങനെ ഭഗവാന് കിട്ടി എന്നുള്ള കഥയാണ്. ആ ജന്മത്തിലാണ് ഭഗവാന് മൂഷികൻ വാഹനമായിട്ട് വരുന്നത്. നമ്മൾ ആഘുവാഹനം എന്ന് പറയും. അതെങ്ങനെ വന്നു എന്നുള്ള ചോദ്യം, ഇതിനുള്ള ഉത്തരം പറയണം. വ്യാസമഹർഷി ചോദിക്കുക, ഗജാനൻ എന്നുള്ള പേരെങ്ങനെയാണ് ഭഗവാന് കിട്ടിയത്, ഭഗവാൻ എങ്ങനെയാണ് മൂഷിക വാഹനായത്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണം പറഞ്ഞു. അപ്പോൾ അത് ചുരുക്കി പറയാണ്. പണ്ട് പ്രഹ്ലാദനും ശുക്രാചാര്യരും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. അതിൻ്റെ ആ കഥ പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗണേശൻ മൂഷിക വാഹനായിട്ടുള്ള കഥ നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പറയണം. പണ്ട് ഇന്ദ്രൻ്റെ സഭയിൽ വെച്ചിട്ട്, ഗന്ധർവന്മാരിൽ വെച്ചിട്ട് ഏറ്റവും പ്രമുഖനായിട്ടുള്ള അതിസുന്ദരനായിട്ടുള്ളൊരു ഗന്ധർവനുണ്ടായിരുന്നു. അവൻ്റെ പേര് ക്രൗഞ്ചൻ എന്നായിരുന്നു. ഇന്ദ്രൻ്റെ സഭയിൽ വെച്ചിട്ട് വാമദേവ മഹർഷിയുടെ കാലിൽ അദ്ദേഹം ചവിട്ടി. വാമദേവൻ പ്രാചീന കാലത്തെ വലിയ ഋഷിമാരിൽപ്പെട്ട ഒരാളാണ്, ശിവൻ്റെ അംശമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിന്ന് ജപിക്കണം നമശിവായ മന്ത്രത്തിൻ്റെ ഋഷി അദ്ദേഹമാണ്. അപ്പം ചെറിയ ആളല്ല എന്ന് മനസ്സിലാക്കാം. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ത, ഛന്ദസ് പങ്ക്തിയാണ് അല്ലേ, സദാശിവരുദ്രോ ദേവത എന്ന് നമ്മൾ പറയാം. ആ വാമദേവനാണ് ആ ഋഷി. ഭഗവാന്റെ തന്നെ 5 മുഖങ്ങളിൽ ഒന്നിനെയും വാമദേവൻ എന്ന് പറയും അല്ലേ. അങ്ങനെ അദ്ദേഹം ദേഷ്യം വന്നിട്ട്, നീ ഒരു എലിയായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. ഭാവിയിൽ ഗണപതി ഭഗവാൻ നിൻ്റെ മേലെ സഞ്ചരിക്കും, നീ അദ്ദേഹത്തിൻ്റെ വാഹനമായി തീരുന്ന ശാപമോക്ഷവും കൊടുത്തു. അദ്ദേഹം തന്നെയാണ് നിനക്ക് മോക്ഷം തരാൻ പോകേണ്ടവൻ എന്നും പറഞ്ഞു. അതിനനുസരിച്ചിട്ട് ഈ ഗന്ധർവൻ തൻ്റെ ശരീരം, സുന്ദരമായിട്ടുള്ള ശരീരം നഷ്ടപ്പെട്ടിട്ട് സ്വർഗത്തുനിന്ന് ഭൂമിയിലേക്ക് ഒരു എലിയുടെ രൂപത്തിൽ പതിച്ചു. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂറ്റൻ എലിയാണ്, ചെറിയ എലിയൊന്നുമല്ല, ഒരു പെരിച്ചാഴി. ആ വലിപ്പത്തിലുള്ള ഒരു മൂഷികനായിട്ട് ഭൂമിയിലേക്ക് വീണത് പരാശരൻ്റെ ആശ്രമത്തിലാണ് വന്ന് വീണത്. പർവ്വതശിഖരം പോലെ വലിപ്പമുള്ള ദംഷ്ട്രയോട് കൂടിയിട്ടുള്ള മഹാശബ്ദമുള്ളൊരു മൂഷികനായിട്ടാണ് അവൻ ആശ്രമത്തിൽ വീണത് പറയണു. അപ്പോൾ അത്രയും വലുതായിരുന്നിരിക്കണം. ആശ്രമത്തിൻ്റെ പരിസരങ്ങളിലും ആശ്രമത്തിലുമൊക്കെ വലിയ ദോഷം ചെയ്തു. മരങ്ങൾ കാർന്ന് തിന്നുക, വലിയ വലിയ പോടുകൾ ഉണ്ടാക്കുക, അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലുണ്ടാക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആശ്രമത്തിൻ്റെ ഉള്ളിലും കയറി അവിടെയുള്ള പാത്രങ്ങൾ തട്ടിത്തകർക്കുക, ധാന്യശേഖരം മുഴുവൻ തിന്നു തീർക്കുക, പുസ്തകങ്ങൾ താളിയോലകളൊക്കെ കടിച്ചു കീറുക, മഹർഷിയുടെയും പത്നിയുടെയും ഗണപതിയുടെയും വസ്ത്രങ്ങളൊക്കെ കരണ്ട് തിന്നുക. ഈ വിധത്തിലൊക്കെ അനവധി ദ്രോഹപ്രവർത്തികൾ ഈ എലി ചെയ്തു. വാലുകൊണ്ടടിച്ചിട്ട് വൃക്ഷങ്ങളെ കടപുഴക്കി, ചുണ്ടിൻ്റെ ആ എന്താ പറയുക, പുറത്തേക്ക് നിൽക്കുന്ന 2 പല്ലുകൾ കൊണ്ട് അവൻ കാർന്ന് തിന്നാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ കാർന്ന് തിന്നു. ഇന്നത്തെ കാലത്ത് എലി ഇരുമ്പിൻ്റെ പൈപ്പ് വരെ കാർന്ന് തിന്നും. കാലങ്ങളെടുത്തിട്ടാണെങ്കിലും അത് കാർന്ന് നിന്നിരിക്കും. പോർച്ചിൽ കാറോ സ്കൂട്ടറോ ബൈക്കോ എന്താ നിൽക്കണേ അതിൻ്റെ വയറൊക്കെ കടിച്ചു മുറിക്കും. എലിക്ക് എന്താ തിന്നാൻ പാടില്ലാത്തതെന്നുള്ളതില്ല. അതാണ് അവസ്ഥ. അന്നത്തെ കാലത്ത് അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ചെയ്യാവുന്ന മാക്സിമം ദ്രോഹമായി എലി ചെയ്തു.
പരാശര മഹർഷിക്ക് എലിയെ കൊണ്ട് പൊറുതി മുട്ടി. ഭാര്യ എന്നും പരാതി പറയും, ചാക്ക് ഓട്ടയായിരിക്കുന്നു, പഞ്ചസാര പാത്രം ഓട്ടയായിരിക്കും, എല്ലാം സകലതും നശിപ്പിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് താമസം മാറ്റാൻ, ഒരു എലി കാരണം ആശ്രമം ഷിഫ്റ്റ് ചെയ്യാൻ പരാശര മഹർഷി ചിന്തിച്ചു. ദുർജനങ്ങളുടെ ആക്രമണമില്ലാത്ത ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇതുപോലുള്ള ചാഴികളുടെ ഉപദ്രവമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറണമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നല്ലൊരു സ്ഥലം അന്വേഷിക്കാനും തുടങ്ങി. ഒപ്പം തന്നെ ആരെ പ്രാർത്ഥിച്ചാലാണ് എനിക്ക് ഈ എലിയുടെ ശല്യത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുക എന്ന് ചിന്തിച്ചു. ഇവനെ ആരാ നശിപ്പിക്കുക എന്ന് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി ഗജമുഖൻ ഭഗവാൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവിടുന്ന് ദുഃഖിക്കണ്ട, ഞാനിരിക്കെ ദുഷ്ടന്മാരെ കൊല്ലാൻ അങ്ങ് വേറൊരാളെ അന്വേഷിക്കണ്ട. ഇവിടെ അങ്ങയുടെ അഭയത്തിൽ ഞാൻ താമസിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങയ്ക്ക് പുത്രൻ തന്നെയാണ്. അതുകൊണ്ടൊരു മകനോടെടുക്കുന്ന സ്വാതന്ത്ര്യം അങ്ങയ്ക്ക് എന്നോടെടുക്കാം. അങ്ങ് എൻ്റെ അടുത്ത് കൽപ്പിക്കുകയേ വേണ്ടൂ, ഞാൻ ആ മൂഷികനെ പിടിക്കാം. എൻ്റെ ഗർജനം കേട്ട പർവ്വതങ്ങൾ തകരും, വളരും, ഭൂമി തകരും. അതുകൊണ്ട് അച്ഛൻ കണ്ടോളൂ, ഞാൻ അവനെ പിടിച്ചിട്ട് എൻ്റെ വാഹനമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. വീടിൻ്റെ കയറൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് നല്ല വലിയൊരു കയറെടുത്തു. അത് നല്ല ബലമൊക്കെ നോക്കി, എന്നിട്ട് അതിനെ അങ്ങോട്ട് കറക്കി നോക്കി, എന്നിട്ട് ചുറ്റി ഒരു കുടുക്കുണ്ടാക്കിയിട്ട് അതും കറക്കിക്കൊണ്ട് എലി അന്വേഷിച്ചിട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ആ എലി അവസാനം കണ്ട ഉടനെ തന്നെ ചുഴറ്റിയിട്ട് എലിയുടെ കഴുത്തിലേക്കിട്ട് ആ എലിയെ പിടിച്ച് അവനെ വലിച്ചപ്പോൾ അവൻ തിരിച്ചു വലിച്ചു. അങ്ങനെ കുറച്ച് നേരം വലിപ്പിടുത്തത്തിനൊക്കെ ശേഷം ആ എലിയുടെ മുതുകിലേക്ക് ചാടി അങ്ങോട്ട് കയറി. എലി എന്ന് പറഞ്ഞാൽ ചെറിയ എലിയൊന്നുമല്ല, അത്യാവശ്യം വലിയ എലിയാണ്. അപ്പോൾ ആ എലിയുടെ മുകളിലേക്ക് ചാടി അങ്ങോട്ട് കയറി. ആചാര്യന്മാർ പറയണത് മേഘത്തിൻ്റെ മുകളിൽ ഇടിമിന്നൽ നിൽക്കുന്ന പോലെയാണ് അത്രേ ആ എലിയുടെ മുകളിലേക്ക് ഭഗവാൻ കയറിയപ്പോൾ ഉണ്ടായിരുന്ന രൂപത്തിൻ്റെ ശോഭ. ഗജമുഖനെയും കൊണ്ട് ആകാശത്തിലേക്ക് ചാടി. ഇതിനെ ഗണപതിയെ തള്ളി താഴെയിടാൻ വേണ്ടിയിട്ട് ഭഗവാനെ താഴേക്ക് ഇടാൻ പറ്റില്ല. ഭഗവാൻ അള്ളി പിടിച്ചിരുന്നു. ആ കാട്ടിലൊക്കെ കടന്നോടി, വീടിൻ്റെ ചുറ്റും കടന്നോടി, ഓടാവുന്ന സ്ഥലത്തൊക്കെ ഓടി, മറിയാനും തിരിയാനും ഒക്കെ ശ്രമിച്ചു. എന്ത് ശ്രമിച്ചിട്ടും ഭഗവാൻ പിടിവിട്ടില്ല. പാതാളത്തിൽ പോയിട്ട് പോലും രക്ഷ കിട്ടിയില്ല. അവസാനം ഭഗവാന്റെ ഭാരം വർദ്ധിച്ച് വന്നപ്പോൾ ശ്വാസമെടുക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. ആ സമയത്ത് ആ മൂഷികൻ വിചാരിച്ചു, കാലൻ പോലും മരിക്കുക എന്നുള്ളത് അതിശയമാണ്. സാധാരണ ദേവന്മാരും അസുരന്മാരും ഒന്നും എൻ്റെ മേലെ കയറാൻ ധൈര്യപ്പെടാറില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ആ സമയത്ത് ഗണപതി ഭഗവാൻ ആ മൂഷികൻ്റെ മനസ്സിനെ തന്നിലേക്ക് ആകർഷിച്ചു, അവനെ മെരുക്കി. ആ സമയത്ത് ഭഗവാന്റെ സ്വരൂപം മൂഷികന് മനസ്സിലായി. അവൻ ഭഗവാനെ നമസ്കരിക്കാൻ തയ്യാറായി. ആ സമയത്ത് ഭഗവാൻ അവന് നിനക്കിഷ്ടമുള്ള വരം ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ, എന്തൊക്കെ പറഞ്ഞാലും ഗന്ധർവനാണല്ലോ, ക്രൗഞ്ചൻ എന്നുള്ള ഗന്ധർവനല്ലേ, അവനുള്ളിനുള്ളൊരു അഹങ്കാരമുണ്ട്. അവൻ തിരിച്ചു പറഞ്ഞു, ഭഗവാനെ എനിക്ക് വരമൊന്നും വേണ്ട, ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു വരം തരാം. അതാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാൽ ശരി, നീ എൻ്റെ വാഹനമായിട്ടിരിക്കൂ, ആ വരം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. മൂഷികൻ അതിന് സമ്മതിക്കും. ഭഗവാൻ അതിൻ്റെ പുറത്ത് കയറിയിട്ട് സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷെ ഭഗവാന്റെ വാഹനമായിപ്പോയതുകൊണ്ട് അവന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഭഗവാനെ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. അത് ചില സമയങ്ങളിൽ ഭാരം വല്ലാതെ കൂടും. ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് മേലെ കയറിയിരിക്കും. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ വെയിറ്റും കൂടെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ വളരെ കഷ്ടമായി. എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു, ഒരു കുട്ടിക്ക് ഇത്രമാത്രം പൗരുഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ചിന്തിച്ചിട്ട് ഭഗവാനോട് പറഞ്ഞു, എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങേ ചുമന്ന് നടക്കാൻ, എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ചെയ്തു തരണം, സഹായിക്കണം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ എപ്പോഴൊക്കെ മൂഷികൻ്റെ മേലെ കയറുമോ അപ്പോഴൊക്കെ മൂഷികൻ അത് വളരെ സുഖകരമായിട്ടുള്ള ഒരവസ്ഥയായിട്ട് മാറിയെന്നാണ് പറയണത്. അദ്ദേഹത്തിന് ശരീരം ലാഘവമാക്കിയിട്ടാണ് മൂഷികൻ്റെ മേലെ കയറിയിരിക്കുക. ആ സമയത്ത് പരാശര മഹർഷി ഈ അത്ഭുതമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇവൻ്റെ ഈ എലിയുടെ ശബ്ദം കേട്ടാൽ തന്നെ പർവ്വതങ്ങളടക്കം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന അവസ്ഥയായിരുന്നു. ആ ഭീകര ജീവിയാണ് നമ്മുടെ വീട്ടിൽ വളരുന്ന കുട്ടി ഒരു വാഹനമാക്കി മാറ്റിയിരിക്കുന്നത്. ഇവൻ്റെ ശക്തി നമുക്കൊന്നും അറിയാത്തതിൻ്റെ അപ്പുറത്താണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭഗവാനെ വളർത്തുന്ന ആ വത്സല എന്ന് പറയുന്ന ഋഷിപത്നി ഇത് കണ്ട്, ജന്മജന്മാന്തരങ്ങളിൽ ഞാൻ ചെയ്ത പുണ്യം കൊണ്ടാണ് മോനെ നീ ഇവിടെ വന്നത്,
സത്യം പറഞ്ഞാൽ എനിക്ക് നീ ആരാന്നറിയില്ല, പക്ഷേ എൻ്റെ മകനായിട്ട് നീ ഇവിടെ ഇരിക്കണമെന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ലാളിച്ചു. കുട്ടി അച്ഛനും അമ്മയും പറഞ്ഞതൊന്നും മനസ്സിലേക്കൊന്നും എടുത്തില്ല, അത് അഹങ്കാരമാക്കിയതുമില്ല. ഈ ചെവി കൂടെ കേട്ട് ഭഗവാൻ ഈ ചെവി കൂടെ വിടും. ഭഗവാനെ പുകഴ്ത്തിയാൽ എത്ര പുകഴ്ത്തിയാലും ഭഗവാൻ അത്രയേ ഉള്ളൂ. ഭഗവാൻ ആ മൂഷികൻ്റെ കൂടെ പുറത്ത് കയറിയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനും കളിക്കാനും ഒക്കെ തുടങ്ങി. ഇങ്ങനെയാണ് അത്ര ഗണപതിയുടെ വാഹനമായിട്ട് എലി മാറിയതെന്ന് പറഞ്ഞു. തത്വാർത്ഥത്തിൽ വളരെ മനോഹരമാണ് വാസ്തവത്തിൽ ഈ മൂഷിക സങ്കല്പം. മൂഷികന് മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം. മന്ത്രാർത്ഥം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് നമുക്കൊരു പൊതുവേദിയിൽ അധികം അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ആ മന്ത്രാർത്ഥം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഭഗവാൻ ശുദ്ധബുദ്ധിയാണെന്ന് നമുക്കൊക്കെ അറിയണ കാര്യമാണ്. പക്ഷേ ശുദ്ധബുദ്ധിയായിട്ടുള്ള ഒരാൾ എന്തിൻ്റെയെങ്കിലും പുറത്ത് കയറി സഞ്ചരിക്കണു എന്ന് പറയുമ്പോൾ ആ ശുദ്ധബുദ്ധിയുടെ അടിസ്ഥാനമായി നിൽക്കുന്ന വസ്തു ഏതാണോ അതിനെയാണ് അതിൻ്റെ വാഹനമായിട്ട് പറയേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ശിവൻ വൃഷഭവാഹനനാണ് എന്ന് പറഞ്ഞു. വൃഷം ച ധർമ്മം എന്നർത്ഥം. ധർമ്മത്തിൻ്റെ മുകളിലാണ് ഭഗവാൻ സഞ്ചരിക്കുന്നത്. അപ്പം നന്ദി എന്ന് പറഞ്ഞ കാള ധർമ്മസ്വരൂപിയാണ്. ധർമ്മത്തിലാണ് ആത്മാവ് സഞ്ചരിക്കുന്നത്. ശിവൻ ആത്മാവാണ് സകല വസ്തുക്കളുടെയും. ആത്മാവ് അപ്പോൾ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നത് ധർമ്മത്തിനെ അധിഷ്ഠാനമാക്കിയിട്ടാണ്. ഗരുഡ്മാൻ ഡയതേ, മനസ്സിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് എന്നർത്ഥം ഗരുഡൻ. അതെന്താ? മനസ്സിനെ ഉയർത്തുന്നപ്പോഴും എന്താ? നമ്മുടെ ഭാവനയാണ്. ഭാവനാശക്തിയാണ് നമ്മളെ ഉയർത്തുന്നത്. ആ ഭാവനാശക്തിക്ക് മാത്രമേ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന വിഷ്ണു എന്ന് പറയുന്ന ആ ദേവനെ താങ്ങാനുള്ള ശക്തിയുള്ളൂ. അതായത് നമ്മുടെ മനസ്സിലെ ഭാവനയ്ക്കാണ് ഭഗവാനെ ഉൾക്കൊള്ളാൻ പൂർണ്ണമായിട്ടും പറ്റുക, ഒരു പരിധി വരെ. എന്നാലും ഭഗവാനെ ചുമക്കാൻ പറ്റും നമുക്ക് ഹൃദയത്തിൽ ഭാവനയെ കൊണ്ട് എന്നുള്ളൊരർത്ഥമാണ് അതിൻ്റെ തത്വാർത്ഥം കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ ദേവതകൾക്കും, പരാശക്തിക്ക് സിംഹം, സുബ്രഹ്മണ്യ സ്വാമിക്ക് മയിലെപ്പോഴും യോഗശക്തിയാണ്. മയിൽപ്പീലി എവിടെ കണ്ടാലും യോഗശക്തിയാണ്. അത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശിരസ്സിൽ മയിൽപ്പീലി ചൂടുന്നത്. വിടർന്ന സഹസ്രാരമുള്ള യോഗി എന്നാണ് അർത്ഥം അതിന്. അത് വെറുതെ കാണാൻ ഭംഗിക്കല്ല. അത് സഹസ്രാരം തുറന്ന യോഗി ആയതുകൊണ്ടാണ് യോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ശിരസ്സിൽ മയിൽപ്പീലി ധരിക്കുന്നത്. മഹാദേവനും മയിൽപ്പീലി ധരിക്കുന്ന ഭാവമുണ്ട്. വേട്ടേക്കരനിൽ എന്തുകൊണ്ടാണ്? യോഗിയാണത്. സഹസ്രാരം തുറന്നിരിക്കുന്ന യോഗിയാണ് വേട്ടേക്കരൻ. എൻ്റെ അടുത്ത് പണ്ടൊരു അതിശക്തനായിട്ടൊരു ഉപാസകൻ, അദ്ദേഹം ഒന്നും ഭൂമിയിലില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. അദ്ദേഹം എന്തോ ഒരു കാര്യം അങ്ങനെ ഇടയ്ക്കപ്പോഴേക്കും ഇങ്ങനെ കിട്ടും വല്ലതും സ്വർണം പോലെ അദ്ദേഹത്തിൻ്റെ എന്ന് അപൂർവമായിട്ടേ സംസാരിക്കുകയുള്ളൂ. സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുക, ഗുരുവായൂരപ്പനെ കണ്ട എന്താ തോന്നണേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കണത്. വേട്ടേക്കരൻ ഷേവ് ചെയ്തിട്ട് നിൽക്കുകയാണെന്ന്, വേട്ടേക്കരൻ താടി മീശയില്ലാണ്ട് നിൽക്കുകയാണെന്ന്. ശരിയാണ്, സൂക്ഷിച്ചു നോക്കിയപ്പോൾ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. വേട്ടേക്കരനും ഗുരുവായൂരപ്പനും തമ്മിൽ ഒരു വ്യത്യാസവും കാണാൻ പറ്റില്ല. അത് ശിവൻ വിഷ്ണു എന്നുള്ളതൊന്നുമല്ല അവിടെ വിഷയം. ആ ചൈതന്യത്തിൻ്റെ സ്വഭാവമാണ്. ഗുരുവായൂരപ്പൻ താടി മീശയും വെച്ചാൽ വേട്ടേക്കരനായി, വേട്ടേക്കരൻ താടി മീശി എടുത്താൽ ഗുരുവായൂരപ്പനുമായി. ഇത്രേ വ്യത്യാസമുള്ളൂ ഇവർ തമ്മിൽ. ഒരാൾ ദീക്ഷ വെച്ചാൽ ആ ഒരു ശ്മശ്രുക്കളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ. അതിൽ തന്നെ ചെറിയൊരു വ്യത്യാസമാണ് ശാസ്താവിനും താടിയും മീശയുണ്ട്. ശാസ്താവ് ക്ലീൻ ഷേവൊന്നുമല്ല. ശ്മശ്രുസ്വയാലങ്കൃതം എന്ന് ധ്യാനത്തിൽ തന്നെയുണ്ട്. താടിയുണ്ട്, കുറ്റിത്താടി, സ്റ്റബിൾ എന്ന് പറയും നമ്മൾ. അതുള്ള ആളായിട്ടാണ് ശാസ്താവിനെ പറയുന്നത്. അപ്പോൾ ഓരോ ദേവനും, ശാസ്താവിന് ആന, ശാസ്താവിൻ്റെ 2 വാഹനങ്ങൾ ആനയും കുതിരയാണ്. ആന ബുദ്ധിയുടെ മുകളിൽ ഗുരുത്വം സഞ്ചരിക്കുന്നു. അതേമാതിരി പ്രാണനാകുന്ന വായു, അതിനെ വാഹനമാക്കിയാൽ അത് വാജിവാഹനായി, കുതിരയായി. ഇത് യോഗികളുടെ കഥയാണ് പറയണത്. യോഗികളാണ് പ്രാണനെ നിയന്ത്രിച്ചിട്ട് അതിൽ സഞ്ചരിക്കുന്നവർ. അതേപോലെ ഓരോ വാഹനത്തിനുമുണ്ട്. അപ്പോൾ ഇവിടെ മൂഷികൻ ആരാ എന്നൊരു ചിന്ത വന്നു. എന്താ മൂഷികൻ? മനസ്സിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് തുരക്കുക, കാർന്ന് തിന്നുക, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാതിരിക്കുക, എല്ലാറ്റിലും പോയിട്ട് മണത്തു നോക്കും, മാന്തി നോക്കും. ഇത് എലിയുടെ സ്വഭാവമാണ്. എലി പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളില്ല. മനസ്സും അങ്ങനെയാണ്. അങ്ങനെ മെരുക്കപ്പെടാത്ത മനസ്സിന് അനവധി പ്രതീകങ്ങൾ പ്രപഞ്ചത്തിൽ ഉള്ളതായിട്ട് ആചാര്യന്മാർ പഴയ കാലത്ത് കൊടുത്തിട്ടുണ്ട്. രൂപങ്ങളിൽ ഇന്ദ്രൻ, ഇന്ദ്രിയങ്ങളുടെ രാജാവ് മനസ്സാണ്, അതുകൊണ്ട് ഇന്ദ്രൻ മനസ്സാണ്. മറ്റ് ദേവന്മാരിൽ ചന്ദ്രൻ,
ചന്ദ്രൻ മനസ്സാണ്. ചന്ദ്രമാ മനസ്സോ ജായതാം, വേദം തന്നെ പറയുന്നുണ്ട്. ഇനി മറ്റൊരു രൂപമാണ് ഹനുമാൻ. മെരുക്കപ്പെട്ട മനസ്സാണ് ഹനുമാൻ. ഹനുമാൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാവം ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല, അനാഥനായിരുന്നു. സുഗ്രീവൻ്റെ അടിയാളനായിട്ട് ജീവിക്കാൻ ഇടവന്നതും തൻ്റെ യഥാർത്ഥ ശക്തി മടക്കി വെച്ച് അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നതൊക്കെ വിധിയായിരുന്നു. ഭഗവാൻ ജീവിതത്തിലേക്ക് വരുന്നതോട് കൂടിയിട്ടാണ് ഹനുമാൻ സ്വാമിയുടെ ജീവിതത്തിനൊരു അർത്ഥം വരണത്, ഒരു പർപ്പസ് വന്നു. എപ്പോഴും പർപ്പസ് ഇല്ലെങ്കിൽ എത്ര കഴിവുള്ളവനാണെങ്കിലും അവൻ ജീവിതത്തിൽ ശോഭിക്കില്ല. ഹനുമാൻ്റെ ലൈഫിലേക്ക് ഭഗവാൻ ആ കാട്ടിൽ സീതയെ അന്വേഷിച്ച് വരുമ്പോൾ കാണുന്ന നിമിഷമാണ് ഹനുമാൻ ഉണ്ടാവണത്. അത് വെറും ഒരു കുരങ്ങായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അറിവുണ്ടെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് അപ്പോഴും തന്നെ തിരിച്ചറിയുന്നില്ല. സീതാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ജാമ്പവാൻ്റെ ഉപദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധത്തെ ഉണർത്തി കൊടുക്കുന്നത്. ബ്രഹ്മമായിട്ടുള്ള രാമൻ നിൽക്കുമ്പോൾ, ശ്രദ്ധയായിട്ടുള്ള ലക്ഷ്മണൻ അടുത്ത് നിൽക്കുമ്പോൾ, ഭക്തിയായിട്ടുള്ള സീത അടുത്ത് നിൽക്കുമ്പോൾ മനസ്സടങ്ങിയിരിക്കും എന്ന് കാണിക്കാനാണ് നടുക്ക് ശ്രീരാമനും ലക്ഷ്മണനും സീതയും അപ്പുറം ഇപ്പുറയും താഴെ ഹനുമാനുമായിട്ടുള്ള ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. തത്വാർത്ഥമാണ്. അപ്പം മനസ്സിനെ പലതരത്തിൽ നോക്കിയിട്ടുണ്ട്. ഇനി വേറൊരു മനസ്സിൻ്റെ കഥ പറയാം. ഇപ്പോൾ വേട്ടേക്കാരൻ്റെ കഥ പറഞ്ഞു. വേട്ടേക്കാരൻ്റെ മൂലസ്രോതസ് എവിടെയാ? മഹാദേവൻ്റെ കിരാതാവതാരമാണ്, അർജുനനെ പരീക്ഷിക്കാൻ, അല്ലേ? കിരം വരാതെ യതി കിരാത, പന്നിയെ കൊല്ലുന്നവൻ. അവിടെ കിരം ഈ പന്നിക്ക് ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ പന്നി? പന്നി ഇതേമാതിരി എലിയുടെ സ്വഭാവമാണ്, മനസ്സാണ്, ദുഷിച്ച മനസ്സ്. അതിനെ കൊല്ലുന്നവൻ കിരാതൻ. ദുഷിച്ച മനസ്സിനെ കൊന്നു കൊടുക്കുന്നവൻ കിരാതൻ. അർജുനനെ നമ്മൾ നരനായിട്ട് കാണണം. നമ്മൾ തന്നെയാണ് അർജുനൻ. നരൻ ചാൽ മനുഷ്യൻ. ആ അവൻ്റെ തപസ്സിന് വിഘ്നമുണ്ടാക്കുന്ന രൂപത്തിലാണ് പന്നി വരുന്നത്. അപ്പം അവൻ തൻ്റെ ഗാന്ധീവത്തിൽ അസ്ത്രം തൊടുത്തിട്ട് അതിനെ കൊല്ലണു. അപ്പം മനോനിയന്ത്രണം താൻ സാധിച്ചു എന്ന് കരുതുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അല്ല, ഞാനാണ് നിൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചതെന്ന്. ഇതാണ് ആ പന്നിക്ക് വേണ്ടിയുള്ള അവരുടെ അടി വരുന്നത്. അതിൻ്റെ പേരിൽ ഈഗോ. ആ ഈഗോൻ്റെ മുകളിൽ യുദ്ധം. യുദ്ധത്തിൻ്റെ അവസാനത്തിൽ തിരിച്ചറിവ്, തിരിച്ചറിവിൻ്റെ അവസാനത്തിൽ ശ്വാസക്രിയയാകുന്ന പാശുപതം കൊടുക്കണം. മുഴുവൻ യോഗവിദ്യയാണ്. കഥ ഒന്നുമില്ല അതിൽ, കഥയായിട്ട് ഒന്നുമില്ല, അത് മുഴുവൻ യോഗവിദ്യയാണ്. ഇതേപോലെ സന്താനഗോപാലത്തിലും വരും. സന്താനഗോപാലം ഇതേ മള്ളിയൂർ 2 കൊല്ലം മുമ്പുള്ള സത്രത്തിന് ബ്രഹ്മവിദ്യയുടെ കഥയാണത്. ഉപാസകൻ മനസ്സിനെ നിയന്ത്രിക്കണതിൻ്റെ കഥയാണത് എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞു. അപ്പോൾ മനസ്സിനെക്കുറിച്ചുള്ള എക്സ്പ്ലോറേഷൻസാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ. നമ്മുടെ ഋഷീശ്വരന്മാരെ പോലെ മനസ്സിനെക്കുറിച്ച് ഇത്രയും പഠിച്ചിട്ടുള്ളവരില്ല. അതിൽ തന്നെ മഹാഗുരുനാഥൻ മനുഷ്യ മനസ്സിനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ഗുരുവായൂരപ്പനെ പോലെ വേറെ കാണില്ല. ശ്രീകൃഷ്ണ പരമാത്മാവിനെ പോലെ ഗ്രേറ്റസ്റ്റ് എവർ സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിസ്റ്റാണ് ടു എവർ വാക്ക് അപ്പോൺ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ നടന്നിട്ടുള്ളവരിൽ അത് ഗീതയിൽ ആ അർജുനൻ്റെ മനസ്സിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഗണപതി മൂഷികൻ്റെ മുകളിൽ ഇരിക്കുന്നൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഭഗവത്ഗീത. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മൂഷികവാഹനം പറഞ്ഞു കഴിഞ്ഞിട്ട് സിന്ദൂരനെ വധിക്കുന്നതും പറഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ ഭഗവാന്റെ ഗീത തുടങ്ങുന്നത് ഗണേശപുരാണത്തിൽ ഈ കാരണം കൊണ്ടായിരിക്കാം. മനസ്സിനെ മെരുക്കുന്ന വിദ്യയാണ് ഏത് ഗീതയും ഉപദേശവും മനസ്സിനെ മെരുക്കാനാണ്. എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ജീവിതം മുഴുവൻ മനസ്സിന് വരുന്ന സ്വാധീനങ്ങൾ അനുസരിച്ചിട്ടാണ്, അല്ലേ? ഭൗതിക ജീവിതത്തിനോട് ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ആധ്യാത്മിക ജീവിതത്തിനോട് ഇഷ്ടമായിരിക്കും, ചിലർക്ക് നാട്ടിൽ ജീവിക്കണമായിരിക്കും ഇഷ്ടം, ചിലർക്ക് വിദേശത്ത് ജീവിക്കണമായിരിക്കും ഇഷ്ടം, ചിലർക്ക് വൃത്തിയോടെ ജീവിക്കണമായിരിക്കും ഇഷ്ടം, ചിലർക്ക് വൃത്തിയില്ലാണ്ട് ജീവിക്കണമായിരിക്കും ഇഷ്ടം. ഈ ഇഷ്ടങ്ങളൊക്കെ എവിടെ നിന്നാണ് വരണത്? മനസ്സിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ നിന്നാണ് വരണത്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ മനസ്സാണ് നമ്മളെ കൊണ്ട് നടക്കുന്നത്. മനസ്സാണ് നമ്മുടെ ജീവിതത്തിനെ നിർണ്ണയിക്കുന്നത്. മനസ്സിലാണ് വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നതും മനസ്സ് തന്നെയാണ് കാര്യങ്ങളെ സുഗമമാക്കുന്നതും. ഒരുത്തന് സുഖമാണെന്ന് തോന്നുന്നത് വേറൊരുത്തന് ദുഃഖമാക്കി മാറ്റുന്നതും അവരവരുടെ മനസ്സാണ്. ഉദ്ധവഗീതയിൽ ഭിക്ഷു കരയുന്നുണ്ട്, മനസ്സാണ് സകലതിൻ്റെയും പ്രശ്നം. എൻ്റെ മനസ്സിനെ ഞാൻ നേരെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് സഫറിങ് ഇല്ല എന്നാണ് പറഞ്ഞു. ഈ ലോകത്ത് ദുരിതമില്ല,
ഇത് പഠിക്കാൻ ഞാൻ ഇത്രയും കാലം എടുത്തുവല്ലോ എന്നതാണ് ഭിക്ഷുഗീത. ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കണേലാണ് ഈ ഭിക്ഷുഗീത വരണത്. അപ്പം മനസ്സിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്, മനസ്സിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഭാഗവതം, രാമായണം, ഭാരതം എല്ലാം മനസ്സിൻ്റെ സ്റ്റഡിയാണ്. ആ മനസ്സിനെയാണ് ഇവിടെ മെരുക്കപ്പെടാത്ത മനസ്സിനെ, ദുഷ്പ്രവണതകളുള്ള മനസ്സിനെ, വാസനാനിബിഡായിട്ടുള്ള മനസ്സിനെ, അതിനെ എങ്ങനെ ശുദ്ധബുദ്ധി കീഴടക്കും? ശുദ്ധബുദ്ധിയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂഷക വാഹനൻ്റെ കഥ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സന്ദർഭം വന്നപ്പോൾ ഒന്ന് കുറച്ച് തത്വം പറഞ്ഞു എന്ന് മാത്രം. ഇനിയും അനവധി കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റും. മൂഷികൻ്റെ മന്ത്രം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ മന്ത്രത്തിൽ ചില വാക്കുകളൊക്കെ വരുന്നുണ്ട്. ആ വരുന്ന വാക്കുകൾ വളരെ എന്താ പറയുക, ഇത്തരം രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്കുകളാണ്. ഇപ്പം ചില ആൾക്കാർ ഈ ഗണപതിയുടെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള മൂഷികൻ്റെ ചെവിയിലും ശിവൻ്റെ മുന്നിലിരിക്കുന്ന, ശിവലിംഗത്തിൻ്റെ മുന്നിലിരിക്കുന്ന നന്ദിയുടെ ചെവിയിൽ പോയിട്ട് രഹസ്യം പറഞ്ഞ മാതിരി പറഞ്ഞു കണ്ടിട്ടുണ്ട്. കഴിയുന്നത് ചെയ്യരുത്. അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. നമ്മൾക്ക് പറഞ്ഞിട്ട് ഭഗവാന് കേൾക്കാത്തത് നമ്മൾ ഇവിടെ പറയണമെന്നാണ് പറയണത്. അങ്ങനൊരു ഭഗവാൻ ഇല്ല. നമ്മൾ പറയണത് കേൾക്കാത്തൊരു ഭഗവാൻ ഈ പ്രപഞ്ചത്തിലില്ല. അല്ലെങ്കിലേ നമ്മുടെയും ഈശ്വരൻ്റെ ഇടയിൽ നിന്ന് ഇടനിലക്കാരെ കൊണ്ട് തട്ടിയും തടഞ്ഞിട്ട് നടക്കാൻ വയ്യാണ്ടായതുകൊണ്ടാണ് നമ്മുടെ ധർമ്മം ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. ഇനിയിപ്പോൾ ഈ വാഹനങ്ങളെ കൂടെ ഇടനിലക്കാരാക്കേണ്ട ആവശ്യം വരുന്നില്ല. നന്ദിദേവൻ ഭഗവാന്റെ മുന്നിലിരുന്നിട്ട് സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടിയിട്ട് പഞ്ചാക്ഷരം ജപിച്ച് ആ ഭഗവാനെ ധ്യാനിക്കുകയാണ്. ദയവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പോയിട്ട് തുപ്പൽ തെറിപ്പിച്ചിട്ട് നമ്മുടെ കഥ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത്. അതേപോലെ അടങ്ങിയിരിക്കണ മനസ്സാണ് മൂഷികൻ. വെറുതെ അതിനെ പോയിട്ട് കുത്തി ഇളക്കണ വിധത്തിൽ പരാതിയും പരിഭവവും ഒന്നും മൂഷികനോട് പറഞ്ഞിട്ട് ഗണപതി അറിയിക്കേണ്ട. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ നേരിട്ട് പറയുക. നമ്മുടെ ഇടയിലും ഭഗവാന്റെ ഇടയിലും നമ്മൾക്കും ഇടയിലുള്ള ഇടനിലക്കാരെ എല്ലാ അർത്ഥത്തിലും കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗം കിട്ടുക. അപ്പോൾ ഭഗവാനെക്കുറിച്ച് നമുക്ക് അനവധി ചോദ്യങ്ങൾ ഉയർന്നു വരും. ഗണപതിയെക്കുറിച്ച്, ഗണപതിയുടെ സങ്കല്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 6 ദിവസം പറഞ്ഞിട്ട് എവിടെ ആയിട്ടില്ല. മഹാഗണപതിയുടെ ഒരു തത്വം പണ്ടൊരു വിനായക ചതുർത്ഥിക്ക് ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ പല പ്രഭാഷണങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ ഒരു നിറവ് തോന്നും നമുക്ക്. കുറച്ചൊക്കെ പറയാൻ സാധിച്ചു. ഗണപതിയുടെ പറഞ്ഞിട്ട് ഇന്നേ വരെ തൃപ്തി കിട്ടിയിട്ടില്ല. കാരണം എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. അത് ആ ദേവനെ ഉയർത്തിപ്പറയാനല്ലേ പറഞ്ഞത്. ആ ദേവൻ പ്രതിനിധീകരിക്കുന്ന ഒരു തത്വമുണ്ട്. ആ തത്വം എല്ലാ ആരാധനകളുടെയും അടിസ്ഥാനത്തിൽ വരുന്നതാണ്. നിങ്ങൾ ശൈവനായിക്കോട്ടെ, നിങ്ങൾ വൈഷ്ണവനായിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൗമാരനായിക്കോട്ടെ, നിങ്ങൾ ശാക്തേയനായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഗണപതിയുടെ അടിസ്ഥാനത്തിൽ നിന്നിട്ടല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞത് ഒന്നും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അത് അത്രയും എസെൻഷ്യലായിട്ടുള്ള ഒരു നോളജാണ്. ഗണപതിയെക്കുറിച്ച് എത്ര അധികം മനസ്സിലാക്കാൻ ശ്രമിക്കണോ അത്രയും നമുക്ക് ഈശ്വര രഹസ്യം എന്നുള്ളത് ബോധ്യപ്പെട്ടു വരും. ഗണപതിയുടെ രൂപവും ഗണപതിയുടെ ആയുധങ്ങളും ഗണപതിയുടെ ഭാവങ്ങളും ഇതൊക്കെ എത്ര പറഞ്ഞാലും തീരില്ല. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ആ ഭഗവാന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കുകയാണോ അതോ സങ്കടപ്പെടുകയാണോ ദേഷ്യപ്പെടുകയാണോ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഗുരുവായൂരപ്പൻ എന്തിനും ചിരിക്കും. ദേഷ്യം വന്നാലും ചിരിക്കും, സങ്കടം വന്നാലും ചിരിക്കും, സന്തോഷിച്ചിട്ടാണെങ്കിലും ചിരിക്കും. എല്ലാവരും പല കയ്യിലിരിപ്പുകളും കാണിച്ചിട്ട് ഭഗവാനെ നോക്കുമ്പോൾ ഭഗവാൻ ചിരിക്കുമ്പോൾ പറയും, ആ ഗുരുവായൂരപ്പൻ ഹാപ്പിയാണ്, ഞാൻ ചെയ്യണത് ഭഗവാന് സമ്മതമാണെന്ന്. ഞാൻ പറയാറുണ്ട്, അതിൻ്റെ തലയിൽ എന്താ ഓടണമെന്ന് അതിന് മാത്രമേ അറിയുള്ളൂ. എന്തിനാ അത് ചിരിക്കണമെന്ന് അതിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പണികളാണ് പിന്നീട് കിട്ടുക. ഗണപതി അതേമാതിരിയാണ്. ഗണപതിയുടെ മനസ്സിലെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ആളാണ് ഭഗവാൻ. അമ്മയെ പോലെയാണ് താനും. അച്ഛനെ എന്നുള്ളതിനേക്കാളും പുത്രഭാവത്തിൽ ഭഗവാനെ ആരാധിക്കുമ്പോൾ ഗണപതിക്ക് അമ്മയുടെ സ്വഭാവമാണ് കൂടുതൽ കാണാറ്. അതേ ആൾ തന്നെയാണ് നമ്മൾ ഗണേശപുരാണത്തിൽ വരുന്നില്ലെങ്കിലും കുബേരൻ്റെ അവിടെ പോയിട്ട് സകലതും എടുത്ത് ഭക്ഷിച്ചിട്ട് ഇനിയും പോരാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ മൂഷികവാഹനത്തിൻ്റെ അടിസ്ഥാനം അത് നമ്മുടെ മനസ്സാണ്. പക്വതയെത്താത്ത മെരുക്കപ്പെടാത്ത മനസ്സിനെയാണ് ഭഗവാൻ അവിടെ മെരുക്കിയത് എന്ന് മനസ്സിലാക്കിയാൽ
നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഗരിമ, അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വ്യാസമഹർഷിക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്, ഈ ക്രൗഞ്ചൻ എങ്ങനെ ഈ ശാപം കിട്ടിയത്, അവൻ എങ്ങനെയാണ് എലിയായിട്ട് പിറക്കാനിടയായത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വാമദേവനെ ചവിട്ടിയപ്പോഴാണ് എന്നുള്ള ഒരു കഥ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാമദേവൻ്റെ ശാപം കിട്ടാനും ഒരു കർമ്മദോഷമുണ്ട്. നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പല ശാപങ്ങളും കിട്ടുന്നത് നമ്മൾ വിചാരിക്കും ഞാനിവിടെ നിഷ്കളങ്കനായിട്ടും എനിക്കിത് വന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പൂർവ്വജന്മത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമുക്ക് വരുന്ന ദുരന്തങ്ങളിലൊക്കെ തന്നെയും പൂർവികമായിട്ട്, നമ്മുടെ പൂർവ്വമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്, ഒരു കാരണമില്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എന്തിനും ഒരു കാരണം അവിടെ ഉണ്ടാവും. അത്ര കുറ്റമറ്റ ഒരു സിസ്റ്റമാണ് ഇവിടെ ഇരിക്കുന്നത്. ബ്രഹ്മാവ് പറഞ്ഞു, സുമേരുവിൻ്റെ പർവ്വതശിഖരത്തിൽ പണ്ട് സൗഭരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹർഷി ഉണ്ടായിരുന്നു. ശ്രേഷ്ഠമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വളരെ അധികം പുണ്യകർമ്മങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിസുന്ദരിയായിട്ടുള്ള മനോമയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹതിയായിരുന്നു. പതിവ്രതകളുടെ കൂട്ടത്തിൽ ഒരു രത്നം പോലെയുള്ളൊരു സ്ത്രീ. ഒരു ദിവസം ആ ദേവിയോട് ഇന്ദ്രൻ്റെ പത്നിയായിട്ടുള്ള ഇന്ദ്രാണിക്ക് വരെ സൗന്ദര്യം കാരണം അസൂയ തോന്നിയിരുന്നു, അത്രയ്ക്ക് സുന്ദരി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം സൗഭരി മഹർഷി രാവിലെ എഴുന്നേറ്റിട്ട് രാവിലത്തെ പൂജ ഹോമമൊക്കെ കഴിഞ്ഞപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ചമതിയും മറ്റു ഹോമസാധനങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. മനോമയി ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. ആ സമയത്ത് ഈ ദുഷ്ടനായിട്ടുള്ള ക്രൗഞ്ചൻ എന്ന് പറയുന്ന ഗന്ധർവൻ അവിടെ വന്നിട്ട് ആ ആശ്രമത്തിൽ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് കരുതി വന്നു. അവിടെ വന്നിരിക്കുന്ന സമയത്ത് ആ ഗന്ധർവന് മനസ്സിലായി മഹർഷി ആശ്രമത്തിലില്ല. അങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്ന സമയത്ത് വീടിൻ്റെ പുറകുവശത്ത് ഈ സുന്ദരിയായിട്ടുള്ള മനോമയെ കണ്ടു. അത്ര സൗന്ദര്യം അവളുടെ കൈക്ക് കടന്നു പിടിച്ചുകൊണ്ട് അവൾക്ക് ബോധം പോയി, പാവം പേടിച്ചിട്ട്. എന്നിട്ട് ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ, ദുഷ്ടാ നീ എൻ്റെ കൈ വിട്, ഈ ജന്മത്തിൽ ഞാൻ ഒരു പാപകർമ്മവും ചെയ്തിട്ടില്ല, കഴിഞ്ഞ ജന്മങ്ങളിലെ പാപം കൊണ്ടായിരിക്കും ഇങ്ങനൊരു ദുഷ്ടം വന്ന് എൻ്റെ ശരീരത്തിൽ തൊട്ടത് എന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞു, ഞാൻ നിൻ്റെ മകൾക്ക് തുല്യല്ലേ, നീ എനിക്ക് അച്ഛനെ പോലെയല്ലേ, അറിവുള്ള നീ നാണമില്ലാണ്ട് ഇങ്ങനത്തെ പാപകർമ്മം ചെയ്യാൻ പാടില്ല, പാപികൾ നരകത്തിൽ പോവും, അനേക വർഷം കോടിക്കണക്കിന് വർഷം നീ നരകത്തിൽ കിടക്കേണ്ടി വരും, നിൻ്റെ മകൾക്ക് തുല്യമായിട്ടുള്ള എന്നെ വിടണം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ശരീരത്തെ ത്യജിക്കും, സ്ത്രീഹത്യ എന്നുള്ള മഹാഭാവം നിനക്ക് വരും, മഹാനായിട്ടുള്ള എൻ്റെ ഭർത്താവ് ഏത് നിമിഷം വേണമെങ്കിലും കാട്ടുന്നു വരും, അദ്ദേഹത്തിൻ്റെ കോപാഗ്നിയിൽ നീ എപ്പോൾ വേണമെങ്കിലും ഭസ്മായി പോവും, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ദിവ്യമായിട്ടുള്ള ദൃഷ്ടിയുള്ള ആളായതുകൊണ്ട് നിൻ്റെ ദുഷ്ടത മനസ്സിലാക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹർഷി വന്നു. മഹർഷിയെ കണ്ട സമയത്ത് കൈ പൊള്ളിയതുപോലെ ഗന്ധർവൻ ആ മുനിപത്നിയുടെ കയ്യിൽ നിന്ന് തൻ്റെ കൈയിനെ വിട്ടു. എന്നിട്ട് കുറ്റബോധം കൊണ്ട് തലകുനിച്ചു നിന്നു. അഗ്നിയെപ്പോലെ ജ്വലിച്ചിട്ട് സൗഭരി മഹർഷി കോപിച്ച് പറഞ്ഞു, ശപിച്ചു, ഞാനില്ലാത്തപ്പോൾ നീ എൻ്റെ ഭാര്യയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു, കള്ളനെപ്പോലെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ കട്ട് തിന്നാൻ വരുന്നവനെ പോലെ വന്നതുകൊണ്ട് നീ ഒരു എലിയായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശപിച്ചു. കള്ളനെപ്പോലെ ഭൂമിയൊക്കെ തുരന്നിട്ട് നീ ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം അങ്ങയുടെ ഭാര്യയാണ്, അങ്ങയ്ക്കൊരു ദ്രോഹം വരുത്തണം എന്ന് കരുതി വന്ന് ഇവളെ സ്പർശിച്ചതല്ല, യാദൃശ്ചികമായിട്ട് ഈ വഴി പോയപ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഇവളുടെ കയ്യിൽ കടന്നു പിടിച്ചു എന്നേ ഉള്ളൂ, അങ്ങയുടെ പ്രഭാവം മനസ്സിലാക്കിയുടനെ ഞാൻ കയ്യിൽ നിന്ന് വിട്ടു എന്ന് വിചിത്രമായിട്ടുള്ളൊരു ന്യായം പറഞ്ഞു. അതുകൊണ്ട് അവിടുന്ന് എൻ്റെ അവിവേകത്തിനെ പൊറുക്കണം, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു, 3 ലോകത്തിലും ഇവരെ പോലെ പതിവ്രതയായിട്ടുള്ളൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം മഹർഷി പറഞ്ഞു, സമുദ്രം വറ്റിപ്പോയാലും മേരുപർവ്വതം തകർന്നു പോയാലും എൻ്റെ വാക്കുകൾ മാറില്ല, അഗ്നിക്കൊരിക്കലും തണുപ്പുണ്ടാവില്ല, എങ്കിലും ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കുക. ദ്വാപരയുഗത്തിൽ പരാശര മഹർഷിയുടെ ഗൃഹത്തിൽ ഗജമുഖൻ എന്ന പേരിൽ ഭഗവാൻ അവതരിക്കും, വിനായകൻ. അന്ന് നീ അദ്ദേഹത്തിൻ്റെ വാഹനമായിട്ട് തീരും. അങ്ങനെ വാഹനമാവുന്ന കാലത്ത് നിന്നെ ലോകം മുഴുവൻ ബഹുമാനിക്കും. ഗണപതിയുടെ വാഹനം എന്നുള്ള ബഹുമതി നിനക്ക് കിട്ടും. അതിനുശേഷം നിനക്ക് മുക്തി ഉണ്ടാവും. ഇത് കേട്ടപ്പോൾ ഗന്ധർവൻ ഒരേ സമയം സുഖവും തോന്നി ദുഃഖവും തോന്നി. എന്തൊരു വല്ലാത്തൊരു ശാപവും വല്ലാത്തൊരു ശാപമോക്ഷമായി പോയി എന്ന് കരുതി. അതിനുശേഷമാണ് അത്ര ഭൂമിയിലേക്ക് മൂഷിക രൂപത്തിൽ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥ. പരാശരൻ്റെ ആശ്രമത്തിൽ ദ്വാപരയുഗത്തിൽ മഹാബലനും മഹാപർവ്വത തുല്യനുമായിട്ടുള്ള ഗന്ധർവൻ ശാപത്തിൻ്റെ ഫലമായിട്ടൊരു മൂഷികനായിട്ട് അവതരിച്ചു. ഇങ്ങനെയാണ് വ്യാസ അവൻ്റെ പൂർവ്വജന്മ വൃത്താന്തം എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസമഹർഷി ചോദിച്ചു, സിന്ദൂരൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയല്ലോ, എന്നിട്ടല്ലേ പരാശരൻ്റെ ആശ്രമത്തിൽ സിന്ദൂരനെ വധിക്കാൻ വേണ്ടി ഭഗവാൻ ജനിച്ച കഥ പറഞ്ഞത്? ആ കഥ തുടർന്ന് പറഞ്ഞിട്ട് സിന്ദൂരൻ്റെ
വധം വരെ പറഞ്ഞാലും എന്ന് പറഞ്ഞു. ഒരു ദിവസം ഗജമുഖൻ പരാശരമുനിയെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അത്രേ, സിന്ദൂരൻ എന്നുള്ള അസുരൻ ലോകം മുഴുവൻ തൻ്റെ അധികാരത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം കൊണ്ട് ലോകത്തെവിടെയും വേദഘോഷമൊന്നും നടക്കണില്ല. സ്വാഹ സ്വധ വഷട്ട് ഇങ്ങനത്തെ മന്ത്രശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് കാലങ്ങളായി. അതുകൊണ്ട് ആഹുതികളൊന്നുമില്ല പ്രപഞ്ചത്തിൽ. ദേവന്മാരെ അതുകൊണ്ട് ക്ഷീണിച്ചു കഴിഞ്ഞു. അവർക്ക് ഹോമത്തിൻ്റെ ഫലമൊന്നും കിട്ടുന്നില്ല. മുനിമാരാണെങ്കിൽ ഉപാസനയില്ലാണ്ട് കഷ്ടപ്പെടുന്നു. ഗജരൂപത്തിൽ വന്നത്, ഈ ഗജമുഖൻ്റെ രൂപത്തിൽ ഞാൻ വന്നത് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അച്ഛനും അമ്മയും എന്നെ ശിരസ്സിൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് എന്നെ ഈ ദുഷ്ടനിഗ്രഹം നടത്താനായിട്ട് അയക്കണം എന്ന് പറഞ്ഞു. മഹർഷി അത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു. നിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. നീ ഒരു കൊച്ചു കുട്ടിയല്ലേ? ഈ കുട്ടി കൗതുകം കൊണ്ട് ചന്ദ്രൻ്റെ മണ്ഡലം എനിക്ക് വേണമെന്ന് ശാഠ്യം പിടിക്കണ പോലെയാണ് നീ പറയണത്. ദേവന്മാർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് കൊച്ചു കുട്ടിയായിട്ടുള്ള നീ എന്തൊക്കെയോ വലിയ വായിൽ പറയണു. ഏതോ ഒരു അസുരനെ കൊല്ലാനാണ് നീ ജനിച്ചതെന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവില്ല മോനെ, നീ എന്തൊക്കെയാണ് പറയണേ എന്ന് ചോദിച്ചു. എൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് സാധിക്കുന്ന മകൻ അച്ഛനോടുള്ള ഭക്തി കൊണ്ട് പറയണത് പോലെയാണ് നീ പറയണമെന്നുണ്ടെങ്കിൽ ഞാനിതാ മനസ്സ് നിറഞ്ഞ് പറയണു, എൻ്റെ കുട്ടിക്കത് സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് കഴിച്ചു. അല്ലാണ്ട് ഭഗവാനാണെന്ന് പരാശര മഹർഷിക്ക് അറിയില്ല. പക്ഷേ അച്ഛൻ, വളർത്തച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ട് കൈയും ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ ആ മഹർഷിയെ നമസ്കരിച്ചിട്ട് മൂഷികവാഹനത്തിലേറിയിട്ട് ഗജമുഖം പോയി. അങ്കുശം, പാശം, മഴു, താമര എന്നിങ്ങനെ 4 കൈകളിൽ ആ ദേവൻ ധരിച്ചിട്ട് ക്ഷണത്തിൽ സിന്ദൂരൻ്റെ നഗരത്തിലെത്തിച്ചേർന്നു. അവിടെ നിന്നിട്ടാണ്, ആ സ്ഥലത്ത് നിന്നിട്ടാണ് അവൻ ലോകങ്ങളെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. ഗജമുഖൻ്റെ ഗർജനവും പോർവിളിയൊക്കെ കേട്ടിട്ട് അസുരന്മാർ ഭയന്ന് പറിച്ചു. ചിലർ ഓടിപ്പോയി. സിന്ദൂരൻ്റെ ബോധം നശിച്ചെങ്കിലും വീണ്ടും ഉണർന്നിട്ട് ശത്രുവിനെ പറ്റിയിട്ട് ചിന്തിച്ചു. ആർക്കാ ഇങ്ങനെ ഈ എന്താ പറയുക എന്നെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം എന്ന് വിചാരത്തിൽ തൻ്റെ സേവകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് ആ പുറത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കണത്? അവൻ ആരാന്ന് അന്വേഷിച്ചിട്ട് വാന്ന് പറഞ്ഞു. അവരുടനെ തന്നെ അവിടെ ചെന്ന് ഗണപതിയോട് പറഞ്ഞു, ഈ കോലാഹലമൊക്കെ കൂട്ടണം നീ ആരാണ്? സിന്ദൂരൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ തവിട് പൊടിയാക്കുന്നതാണ് അവൻ്റെ ഹോബി. വിശ്വത്തെ മുഴുവൻ അവൻ നിമിഷാർദ്ധം കൊണ്ട് സംഹരിക്കും. ബാലനാണെങ്കിലും നിന്നെ കണ്ടിട്ട് നല്ല ശക്തിയുള്ളവനാണ് തോന്നുന്നു. മാത്രമല്ല സകലതും തച്ച് തകർക്കാനുള്ള, നശിപ്പിക്കാനുള്ള ഒരു നശീകരണ ശക്തി നിന്നിലുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നീ ആരാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ പരാശര മഹർഷിയുടെ ആശ്രമത്തിൽ വസിക്കുന്ന മഹാദേവൻ്റെ പുത്രനാണ് എന്നാ പറഞ്ഞത്. നിർത്തണോ? കേൾക്കുന്നുണ്ടോ മഴയുടെ ശബ്ദത്തിൽ? അദ്ദേഹം പറയും, ഞാൻ പരാശര മഹർഷിയുടെ ഗൃഹത്തിൽ വസിക്കുന്ന ശിവൻ്റെ പുത്രനാണ്. ദുഷ്ടന്മാരെ സംഹരിക്കുകയും ശിഷ്ടരെ പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അവതാരോദ്ദേശം. എൻ്റെ പേര് ഗജമുഖൻ എന്നാണ്. യുദ്ധം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കണമെന്ന് പറയും. സേവകന്മാർ ഉടനെ തന്നെ പോയിട്ട് സിന്ദൂരൻ്റെ അടുത്ത് പറയും, ദാ ഞങ്ങൾ അങ്ങ് പറഞ്ഞതനുസരിച്ചിട്ട് ആ പയ്യനെ പോയി കണ്ടു. കാലനെ പോലെയുണ്ട് അവൻ. അവൻ്റെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയം വരും. അതുകൊണ്ട് യുദ്ധമാണ് അവൻ്റെ ലക്ഷ്യം എന്നാണ് പറയണത്. അങ്ങനെയാണ് അവൻ യുദ്ധത്തിന് വിളിക്കണത്. അവന് ഇപ്പോൾ തന്നെ അങ്ങേയായിട്ട് യുദ്ധം ചെയ്യണത്രേ പറയും. അപ്പോൾ സിന്ദൂരൻ ചോദിക്കും, അവൻ എത്ര വയസ്സുണ്ട്? ഒരു 4 വയസ്സുണ്ടാവും എന്ന് പറഞ്ഞു. എത്ര വയസ്സുണ്ട് അവനെന്ന് ചോദിച്ചു. ഒരു 4 വയസ്സ് അവന് പ്രായം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചിരിച്ചു. അങ്ങയുടെ ശ്വാസത്തിൻ്റെ കാറ്റേറ്റാൽ തന്നെ അവൻ പറന്നു പോവും. മറ്റ് അനവധി ദേവന്മാർ അങ്ങേ കണ്ടാൽ തന്നെ ഓടി രക്ഷപ്പെടാറുണ്ട്. അങ്ങനെയുള്ള നിലയ്ക്ക് ഈ വലിയ വിവരമൊന്നുമില്ലാത്ത ഈ ചെറിയ ചെക്കനെ അങ്ങേക്ക് എളുപ്പത്തിൽ തോൽപ്പിക്കാവുന്നതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒക്കെ ദൂതന്മാർ പറഞ്ഞെങ്കിലും അവൻ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചു. അവൻ ബുദ്ധിമാനാണ്. അവൻ ആലോചിച്ചു, ഇതാരായിരിക്കും, എന്തിനായിരിക്കും ഈ 4 വയസ്സ് പ്രായമുള്ള ഒരുത്തം വന്നിട്ട് എന്നെ വെല്ലുവിളിക്കണത്? ഇതിലെന്തെങ്കിലും ചതി ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട്, എന്താണെങ്കിലും ശരി, നിങ്ങളുടെ വാക്കൊക്കെ കേട്ടിട്ട് എനിക്ക് സന്തോഷം തോന്നുന്നു. സിംഹവുമായിട്ട് പൊരുതാൻ ഒരു കൊതുക് വന്നിരിക്കുമ്പോൾ ആ കൊതുകിനെ ഇട്ട് തട്ടിക്കളിച്ച് കൊല്ലുക എന്നുള്ളത് സിംഹത്തിനൊരു രസം എന്നും പറഞ്ഞിട്ട്
4 വയസ്സുള്ള ബാലനുമായിട്ട് വേണമല്ലേ ഞാൻ യുദ്ധം ചെയ്യാൻ. പക്ഷേ നിങ്ങൾ അവനെ കണ്ടിട്ട് ഭയപ്പെട്ടു, എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ കുറച്ച് പറയണമെന്നാണ് എനിക്ക് മനസ്സിലാവണം നിങ്ങളുടെ ശരീരഭാഷ കാണുമ്പോൾ എന്ന് പറഞ്ഞു. കാരണം സിന്ദൂരിന് സേവകന്മാരെക്കാളും ബുദ്ധിയുണ്ട്. നിങ്ങളവനെ കണ്ട് പേടിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് സ്തുതിപാഠകത്വത്തിന് വേണ്ടിയിട്ട്, ആ സ്തുതിപാഠകന്മാരായിട്ട് ഇരിക്കണോണ്ട് പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ടാണ് അവനെ വളരെ നിസ്സാരനാക്കിയിട്ട് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കോപിച്ച പ്രപഞ്ചം നശിക്കുന്നിരിക്കെ അവൻ്റെ അവസ്ഥ എന്താ ഇനിയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും അവനോട് കൂടെ പോയിട്ട് യുദ്ധം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഗർജിച്ചു. അത് കേട്ടപ്പോൾ ലോകം വിറച്ചു. ആയുധങ്ങളൊക്കെ എടുത്തിട്ട് അവൻ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ സൈന്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരാം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അവനെ സംഹരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോയി. അങ്ങനെ ആ കുട്ടിയുടെ മുന്നിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ചെറിയ കുട്ടിയായിട്ടുള്ള നിന്നോട് യുദ്ധം ചെയ്യാൻ വാസ്തവത്തിൽ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. നീ പോയിട്ട് നിൻ്റെ അമ്മയുടെ മുല കുടിക്ക്, എൻ്റെ ശരങ്ങളേറ്റ് നീ മരിക്കും. വെറുതെ എന്തിനാ അച്ഛനും അമ്മയ്ക്കും ദുഃഖം ഉണ്ടാക്കണത്? എന്നെ കണ്ടാലേ ശത്രുക്കൾ ഓടിപ്പോവും. അങ്ങനെ ഇരിക്കെ നീ മരിച്ച നിന്നോടുള്ള ആ സ്നേഹം കൊണ്ട് നിൻ്റെ അച്ഛനമ്മമാർ ഹൃദയം പൊട്ടി മരിക്കുകയോ അല്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്തായി പോവുകയോ ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇപ്പോൾ എനിക്ക് നിൻ്റെ മുഖം കാണണ്ട. എൻ്റെ അടിയേറ്റാൽ ഈ ബ്രഹ്മാണ്ടം പോലും ചിന്നിച്ചെതറിപ്പോകുന്നു. അപ്പോൾ ഗജമുഖൻ പറഞ്ഞു, ശരിയാണ്, ദുഷ്ടനാണെങ്കിലും നീ പറഞ്ഞത് വളരെ സത്യമാണ്. നിനക്ക് എൻ്റെ കഴിവിനെ പറ്റിയിട്ടോ എൻ്റെ സ്വരൂപത്തെ പറ്റിയിട്ടോ യാതൊരു അറിവുമില്ല. ഞാൻ കോപിച്ചിട്ടൊന്ന് നോക്കിയാൽ മതി, ദേവന്മാർക്ക് സ്ഥാനഭ്രംശം വരും. ഗണപതി ഒന്ന് കോപിച്ചിട്ടൊന്ന് നോക്കിയാൽ മതി, ദേവന്മാരിരിക്കണ സ്ഥലത്തുനിന്ന് മാറിപ്പോവും, തെറിച്ചു പോവും. എൻ്റെ ഇച്ഛ കൊണ്ട് എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ആ ദുഷ്ടന്മാരെ നശിപ്പിച്ച് ഭൂമിയുടെ ഭാരം കുറയ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. പരാക്രമമുണ്ടെങ്കിൽ ബാലൻ പിന്നെ ബാലനല്ല, അവൻ പരാക്രമി തന്നെയാണ് എന്ന് പറയും. ചെറിയ അഗ്നിക്ക് വലിയ വസ്തുക്കളെ ദഹിപ്പിക്കാൻ സാധിക്കുന്ന ഓർത്തോ. തീ ചെറുതായിട്ടാണ് തുടങ്ങുക, അങ്ങോട്ട് കത്തിപ്പിടിച്ചാൽ അതിനെത്ര വലിയ വസ്തുവിനെയും ദഹിപ്പിക്കാൻ സാധിക്കും. ഒരു തീപ്പൊരി മതി ഒരു മഹാനഗരം നശിക്കാൻ. നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ നമസ്കരിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുക. കുമ്പിട്ട് നമസ്കരിക്കണവനെ അഭയം കൊടുക്കാതിരിക്കുന്ന സ്വഭാവം എനിക്കില്ല, ഞാൻ കൊല്ലാറുമില്ല. അതല്ല ധിക്കരിക്കാനാണ് നിൻ്റെ ഭാവം എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്വർഗ്ഗലോകത്തേക്ക് അയക്കും. അങ്ങനെ നീ മരിക്കേണ്ടത് വാസ്തവത്തിൽ ഇപ്പോൾ ലോകത്തിന് ആവശ്യമാണ്. ലോകത്തിന് സ്വൈരം കിട്ടും നീ മരിച്ചാൽ. ബ്രഹ്മദേവൻ്റെ കയ്യിൽ നിന്ന് ജന്മനാ തന്നെ വരം കിട്ടി, ജനിച്ച ഉടനെ കുറേ വരം കൊടുത്തല്ലോ, ആ വരം കിട്ടിയെന്നുള്ള അഹങ്കാരമൊന്നും ഇനി വേണ്ട. കാര്യങ്ങൾ നിനക്കിനി മുതൽക്ക് വിപരീതമായിട്ടാണ് വരാൻ പോണത്. വളരെ തടിയനായിട്ടുള്ള ഇത്രയും വലിയ ശരീരമുള്ള എൻ്റെ ദൃഷ്ടിയിൽ നീ വെറും കൊതുകാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് ധൈര്യം സംഭരിച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ യുദ്ധത്തിന് വരിക, അല്ലെങ്കിൽ എന്നെ ശരണാഗതി അടയുക എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തൻ്റെ വിരാട് രൂപത്തെ കാണിച്ചു കൊടുത്തു. വിശ്വരൂപിയായിട്ടുള്ള ആ ബാലനെ അസുരൻ കണ്ടിട്ട് ഭയന്നുപോയി. പാതാളവും മറ്റ് സകല ലോകങ്ങളും അവനിൽ കണ്ടു. സപ്തപാതാളവാദം എന്ന് നമ്മൾ ഇന്നലെ ഭഗവാന്റെ മഹാദേവൻ്റെ ഒരു ധ്യാനം പറഞ്ഞില്ലേ, ആപാതാളനവസ്ഥലാന്തഭുവന എന്നുള്ള തുടങ്ങണതും അതേമാതിരി പീഠം യസ് ധരിത്രി എന്നുള്ള ധ്യാനത്തിലൊക്കെ പ്രപഞ്ചത്തിനെ തന്നെ ഭഗവാന്റെ ശരീരമായിട്ട് പറയണു. അതുപോലെ കണ്ടു. 10 ദിക്കും നിറഞ്ഞു നിൽക്കുന്ന രൂപം, 8 ദിക്കുകൾ ചുറ്റിയിട്ട് മുകളിലും താഴെയും ചേർത്ത് 10 ദിക്ക്, ദിവ്യഗന്ധങ്ങളുള്ള ദിവ്യാഭരണങ്ങൾ ധരിച്ച അസംഖ്യകോടി സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയിട്ടുള്ള രൂപത്തെ അവിടെ കണ്ടു. ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ മനസ്സ് ഇളകിപ്പോയെങ്കിലും അവൻ വീണ്ടും അവൻ്റെ ക്രൗര്യവും ധൈര്യവും വീണ്ടെടുത്തിട്ട് ഉഗ്രമായിട്ട് ഗർജിച്ചുകൊണ്ട് വാളുമേന്തിയിട്ട് ഭഗവാനെ വെട്ടാനെടുത്തു. അത് കണ്ടപ്പോൾ ഭഗവാൻ ആത്മകഥം പോലെ പറഞ്ഞു, ഈ മൂഢന് ഞാൻ ആരാന്ന് ഇനിയും മനസ്സിലായിട്ടില്ല, ഞാൻ തന്നെ ഇവന് മോക്ഷം നൽകാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഒരു കൈ കൊണ്ട്, 10 കൈകളിൽ ഒരു കൈ കൊണ്ട് അവൻ്റെ കഴുത്തിൽ അങ്ങോട്ട് കടന്നു പിടിച്ചു. ആ പിടിച്ച പിടിയിൽ തന്നെ അങ്ങനെ ഞെരിച്ച് അവൻ്റെ പ്രാണനെ എടുത്തിട്ട് തൻ്റെ ശരീരത്തിൽ അവൻ്റെ ആത്മാവിനെ ലയിപ്പിച്ചിട്ട് അവന് മോക്ഷം കൊടുത്തു ഭഗവാൻ. ഇതോടുകൂടിയിട്ട് അതിഗംഭീരമായിട്ടുള്ള ദേവദുന്ദുഭികളൊക്കെ മുഴങ്ങി പുഷ്പവൃഷ്ടി ഉണ്ടായി. സിന്ദൂരം വധിക്കപ്പെട്ടപ്പോൾ രാജാക്കന്മാരൊക്കെ സന്തുഷ്ടരായി. മുങ്ങിക്കിടന്ന ഇതുവരെ അനവധി കാലത്തെ യാഗങ്ങളൊക്കെ മുടങ്ങിക്കിടന്നതൊക്കെ പുനരാരംഭിച്ചു. സിന്ദൂരൻ്റെ വധത്തിന് ശേഷം പരാശരൻ്റെ ആശ്രമത്തിലേക്ക് ഭഗവാൻ മടങ്ങിപ്പോയി. വരേണ്യ രാജാവ് ഗജമുഖനെ കണ്ട സമയത്ത് അപ്പം തന്നെ തൻ്റെ പുത്രനാണത് എന്ന് തിരിച്ചറിഞ്ഞു. കാരണം ഒരേ സമയം അവിടെയാണല്ലോ ജനിച്ചത്, അവിടുന്നാണ് ഇവിടെ വളർത്താൻ കൊണ്ടുവന്നത്. സിന്ദൂരിനെ വധിച്ചതുകൊണ്ട് സിന്ദൂരഹന്ത എന്നുള്ള പേര് കിട്ടി ഭഗവാന്.
അസുരനെ നശിപ്പിച്ചതുകൊണ്ട് ദൈത്യവിമർദ്ദൻ എന്നുള്ള പേര് ഭഗവാന് ലഭിച്ചു. വരേണ്യൻ ഭഗവാനെ പൂജിച്ചു. സ്നേഹം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ടുള്ള രാജാവിന് സംസാരിക്കാൻ പോലും ശക്തി കിട്ടിയില്ല. ഗദ്ഗത കണ്ഠനായിട്ട് അദ്ദേഹം കുറച്ചു നേരം കരഞ്ഞു. ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ എന്നോട് ക്ഷമിക്കണം, മൂഢനായിട്ടുള്ള ഞാൻ അങ്ങേ ഉപേക്ഷിച്ചു. കുടുംബത്തിൻ്റെ പാരമ്പര്യം പോവും. മൂക്കിൽ തുമ്പിക്കൈയോട് കൂടിയിട്ടൊരു മകൻ ജനിച്ചപ്പോൾ ഞാൻ അത് അശുഭമാണ്, അവലക്ഷണമാണ് എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങേ കാട്ടിക്കളഞ്ഞു. അങ്ങനെയുള്ള അങ്ങേ വാസ്തവത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞില്ല. അങ്ങേ ആരാധിക്കാനിത് 33 കോടി ദേവന്മാരും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിലെയും നായകനായിട്ടുള്ള അങ്ങനെയാണ് ഞാൻ നിഷ്കരുണം ഒരു പിഞ്ചു പൈതലായിരിക്കുമ്പോൾ ആ പ്രസവിച്ച ഉടനെ ചോരക്കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ കാട്ടിലെറിഞ്ഞ് കളഞ്ഞത്. അവിടുന്ന് എന്നോട് ക്ഷമിക്കണം. കാമധേനുവിനെയും കൽപ്പവൃക്ഷത്തിനെയും ഉപേക്ഷിച്ച മണ്ടൻ എന്നൊരാൾ ലോകത്തുണ്ടെങ്കിൽ അതുപോലെയാണ് എൻ്റെ അവസ്ഥ. അവിടുന്ന് കൽപ്പവൃക്ഷമാണ്, അങ്ങനെയുള്ള അങ്ങേ ഞാൻ ഉപേക്ഷിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം ഭഗവാൻ പറഞ്ഞു, മുൻപ് ഒരു കൽപ്പത്തിൽ മഹാരണ്യത്തിൽ ഒരു ഘോരമായിട്ടുള്ള വനത്തിൽ, ഈ കൽപ്പത്തിലല്ല മുമ്പുണ്ടായിരുന്നൊരു ബ്രഹ്മാവിൻ്റെ കാലത്ത് എത്ര കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രസന്നനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് തന്ന വരത്തിൻ്റെ ആ വാക്ക് പാലിക്കാനാണ് ഞാൻ അങ്ങയുടെ ഭാര്യയുടെ ഗർഭത്തിൽ നിന്ന് ഉത്ഭവിച്ചത്. അങ്ങനെ അങ്ങയുടെ രാജഭവനത്തിൽ ഞാൻ എത്തി. സിന്ദൂരൻ്റെ വധം ചെയ്യാനും സാധുക്കളെ പരിപാലിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത്. അങ്ങ് എന്നെ ഉപേക്ഷിച്ചത് എൻ്റെ ഇച്ഛയാണ്. എൻ്റെ ഇച്ഛയായിരുന്നു അവിടുന്ന് എന്നെ ഉപേക്ഷിക്കണം എന്നുള്ളത്. അതുകൊണ്ട് അങ്ങേക്ക് ഇതിലൊരു കർമ്മദോഷവും വരുന്നില്ല. ഇനി ഞാൻ എൻ്റെ ലോകത്തേക്ക് പോവുകയാണ്. അങ്ങ് രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി പ്രജാപാലനം ചെയ്താലെന്ന് പറഞ്ഞു. വരേണ്യന് വളരെ സങ്കടം വന്നു. അദ്ദേഹം പറഞ്ഞു, സംസാര ജീവിതത്തിൽ ഭഗവാനെ ഞാൻ ഒരുപാട് ദുഃഖിച്ചു. ഒരു കുഞ്ഞില്ലാണ്ട് എത്രയോ വർഷങ്ങൾ ഞാൻ സങ്കടപ്പെട്ടു. അവസാനം പ്രാർത്ഥിച്ചിട്ടും ആറ്റുനോറ്റിട്ടും ഒരു മകനായിട്ട് അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങയുടെ മഹത്വം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാൻ അങ്ങേ കാട്ടിൽ ഉപേക്ഷിച്ച് കളഞ്ഞു. വജ്രക്കല്ലിനെ കയ്യിൽ കിട്ടിയിട്ടും അത് കരിക്കട്ടയാണെന്ന് വിചാരിച്ചിട്ട് പുറത്തു കൊണ്ട് കളഞ്ഞ അവസ്ഥയെ എൻ്റെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും ഞാൻ നേടിയിട്ടില്ല. വാസ്തവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിനി അധികം കാലമില്ല എന്ന് എനിക്കറിയാം. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് ആത്മതത്വത്തിൻ്റെ മാർഗത്തിൽ, സാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിൽ ചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങെനിക്ക് ആ വിശിഷ്ടമായിട്ടുള്ള മോക്ഷമാർഗത്തിനെ ഉപദേശിച്ചു തരണം. വീണ്ടും ജനനമരണങ്ങളില്ലാത്ത മുക്തിമാർഗത്തിൽ അവിടെ നിന്നെ നയിക്കണം എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടപ്പോൾ ദേവൻ ആ വരേണ്യ രാജാവിനെ, അച്ഛാ അവിടുന്ന് വരൂ, എൻ്റെ അടുത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തിയിട്ട് ശിരസ്സിൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് ഗണേശഗീത ഉപദേശിക്കാൻ ആരംഭിച്ചു. രാജാവിൻ്റെ എല്ലാ സംശയങ്ങളും മാറ്റിയിട്ട് അദ്ദേഹത്തിന് തൻ്റെ വിശ്വരൂപത്തിനെ കാണിച്ചു കൊടുത്തു. ആ ഗണേശഗീതാസാരം അറിഞ്ഞിട്ടുള്ള രാജാവ് ഭരണകാര്യങ്ങളൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ചതിന് ശേഷം തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോയി. വളരെ ഏകാഗ്രതയോട് കൂടിയിട്ട് ഭഗവാനെ ധ്യാനിച്ചു. ഗീതാവാക്യങ്ങൾ വീണ്ടും വീണ്ടും ഉച്ചരിച്ചിട്ട് അദ്ദേഹം ഗണേശനുമായിട്ട് തന്മയത്വം പ്രാപിച്ചു എന്ന് പറഞ്ഞു. ജലം ജലവുമായിട്ട് ചേർന്ന് ഒന്നാകുന്നത് പോലെ രാജാവ് ഭഗവാനിൽ ലയിച്ചു. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു എക്സാമ്പിളാണ്, നമ്മളൊക്കെ കടലിൻ്റെ പുറത്ത് കിടക്കണ തുള്ളികളാണ് കടൽക്കരയിൽ. നമ്മൾ ഓരോരുത്തരും ആ കടലിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെവ്വേറെയെന്നുണ്ടോ? ഒറ്റ വസ്തുവായി കടലായി. ഈ ബോധത്തിലേക്ക് എത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ഗണേശഗീത നാളെയാണ് നമ്മൾ വിസ്തരിക്കുന്നത്. 18 അധ്യായങ്ങളുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 15 അധ്യായത്തോളം ഭഗവാന്റെ ഉപദേശങ്ങൾ തന്നെയാണ്. പണ്ട് ശൗനക മഹർഷി ചോദിച്ചതനുസരിച്ചിട്ട് സൂതൻ വ്യാസനിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുള്ള ആ ഗീത ഉപദേശിച്ചു. ഇവിടെ ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഗണേശഗീത പറഞ്ഞു കൊടുത്തു വരേണ്യനെന്ന് പറയുമ്പോൾ സൂതൻ്റെ അടുത്ത് ശൗനകാദി മഹർഷിമാർ ചോദിക്കും, ആ ഗീത ഞങ്ങൾക്കും കൂടെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരുമോ? വെറുതെ രാജാവിന് മോക്ഷം കിട്ടിയെന്ന് മാത്രം പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കരുത്, ഞങ്ങൾക്കും കൂടെ ഭരണകാലത്തേക്ക് ജനങ്ങളുടെ ആഗ്രഹത്തിനും കൂടെ അവരുടെ മോക്ഷത്തിനും കൂടെ ഇത് ഉപദേശിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വ്യാസമഹർഷി പണ്ട് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ പറയാം. സൂതൻ വ്യാസനോട് ചോദിക്കുകയാണ്, മഹർഷിയെ 18 പുരാണങ്ങളിൽ കൂടി പറഞ്ഞു തന്ന അമൃതം മുഴുവൻ ഞാൻ കുടിച്ചു കഴിഞ്ഞു. അതായത് സൂതനെ പണ്ട് ഭഗവാൻ പഠിപ്പിച്ചു, വ്യാസഭഗവാൻ ഈ പുരാണങ്ങളൊക്കെ. അമൃതമയനായിട്ട് തീർന്നിട്ട് ആ ബ്രഹ്മത്തിൻ്റെ അമൃതത്തിനെ ഞാൻ ഇനി ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, അതിന് ഇത്രയും അറിവ് നിനക്ക് കിട്ടി, അതിൻ്റെ ഒരു രത്നം പോലെ, ഒരു കിരീടം പോലെ ഒരു അറിവ് കൂടെ ഞാൻ നിനക്ക് പകർന്നു തരാം.
അതിൻ്റെ പേര് ഗണേശഗീത എന്നാണ്. പണ്ട് വരണ്യരാജാവിന് ഗണപതി ഭഗവാൻ ഉപദേശിച്ചു കൊടുത്താണ്. യോഗമാർഗപ്രകാശിനിയാണ് ആ ഗീത. രാജാവ് ഇത് സ്വീകരിച്ചിട്ട് മോക്ഷത്തെ നേടി എന്ന് പറയും. അതിനെ തുടർന്ന് വരണ്യൻ ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൂടെയാണ് ഈ ഗീത കടന്നു പോകുന്നത്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒരു ചുരുക്കം മാത്രം പറയും. നാളെ രാവിലെ നമുക്കത് വിസ്തരിക്കാം. ആചാര്യനത് കുറച്ച് വായിച്ച് എത്തിച്ച് നിർത്തിയിട്ടുണ്ട്. 6 അധ്യായത്തോളം വായിച്ച് നിർത്തിയിട്ടുണ്ട്. നാളെ നമുക്ക് ഉച്ചവരെയുള്ള ഭാഗങ്ങളിൽ ഈ ഗണേശഗീതയും തുടർന്ന് കാശിയിലെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠകളെക്കുറിച്ചിട്ടുള്ള വിവരണവും അതിനുശേഷം യജ്ഞസമർപ്പണമാണ് വരിക. ഫലശ്രുതി വായിച്ച് യജ്ഞസമർപ്പണം. ഗണേശഗീതയിൽ വരുന്ന വിഷയങ്ങൾ എങ്ങനെയാണോ ഭഗവത്ഗീതയിൽ സാഖ്യയോഗം വരുന്നത് അതേപോലെ സാഖ്യത്തിൻ്റെ തത്വങ്ങളെ പറയണു. സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പ്രകൃതി പുരുഷൻ എന്നുള്ള 2 വസ്തുക്കളാണുള്ളത്. പുരുഷന് മാറ്റമില്ല. പുരുഷൻ എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ്. അത് നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്നുണ്ട്. പ്രകൃതി നമ്മുടെ ഈ ശരീരമടക്കം ഈ കാണാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ്. അത് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ന് നമ്മൾ പറഞ്ഞാലും ജനിച്ച് വീണ നമ്മളല്ല ഇന്ന്. 6-ാം മാസത്തിൽ നമ്മളല്ല ഇന്ന്. 5 വയസ്സിലെ നമ്മളല്ല, 10 വയസ്സിലെ നമ്മളല്ല, 20 വയസ്സിലെ നമ്മളല്ല. മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഒരു അറിവ് മാത്രമാണ് അവശേഷിക്കുന്നത്. ആ അറിവിനെ ക്യാരി ചെയ്യുന്ന അനുനിമിഷം മാറിക്കൊണ്ടിരിക്കണ പ്രകൃതി എന്ന് പറയുന്ന വസ്തുവാണ് നമ്മുടെ ഈ ശരീരവും ഈ ചുറ്റുമുള്ള സകലതും. മാറിക്കൊണ്ടിരിക്കണ ആ പ്രകൃതിയെ, ആ എന്താണോ മാറിക്കൊണ്ടിരിക്കുന്നത് ഡൈനമിക്കായിട്ടിരിക്കുന്നത്, അതിനെ സാഖ്യം പ്രകൃതി എന്ന് വിളിച്ചു. കറൻറ്റും മാറിക്കൊണ്ടേയിരിക്കുകയാണ് പറയുക. അപ്പം ഡൈനമിക്കായിട്ടിരിക്കുന്നതിനെ പ്രകൃതി എന്ന് വിളിച്ചു. കോൺസ്റ്റൻ്റായിട്ടൊരു വസ്തുവുണ്ട്, ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുന്ന, ഇതിലൊന്നും ഇടപെടാതെ ആ സാക്ഷിയായിട്ടിരിക്കണതിനെ പുരുഷൻ എന്നും വിളിച്ചു. ഇത് സാഖ്യത്തിൻ്റെ മാർഗ്ഗമാണ്. ഇത് ശൈവത്തിൽ ചെന്നാലോ കോൺസ്റ്റൻ്റായിട്ട് മാറാണ്ടിരിക്കണതിനെ നമ്മൾ ശിവൻ എന്ന് വിളിക്കും. മാറിക്കൊണ്ടിരിക്കണതിനെ ശക്തി എന്ന് പറയും. ഇത് തന്നെ വൈഷ്ണവത്തിൽ പോയാൽ ആ സാക്ഷിയായിട്ട് കോൺസ്റ്റൻ്റായിട്ടിരിക്കണതിനെ നമ്മൾ നാരായണൻ എന്ന് വിളിക്കും. മാറിക്കൊണ്ടിരിക്കുന്നതിനെ ലക്ഷ്മി എന്ന് വിളിക്കും. ഗൗഡീയ വൈഷ്ണവത്തിൽ പോയാലോ മാറാത്ത കോൺസ്റ്റൻ്റായിട്ടിരിക്കണതിനെ കൃഷ്ണൻ എന്ന് വിളിക്കും. മാറിക്കൊണ്ടിരിക്കണതിനെ പ്രകൃതിയെ രാധ എന്ന് വിളിക്കും. ഇതേത് തന്നെ ശക്തി സമ്പ്രദായത്തിൽ പോയാലും ശിവനും ശക്തിയായിട്ട് വരും. വാസ്തവത്തിൽ ഇതൊക്കെ ഒറ്റ വസ്തുവാണ്. പലരും പല പേര് വിളിക്കണമെന്ന് മാത്രം. എന്നിട്ടാണ് ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഈ വഴക്കും അടിയും നടത്തിയിട്ട് ഞങ്ങൾ പറയണത് മാത്രം ശരി, നിങ്ങൾ പറയണത് തെറ്റെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. മൂഢബുദ്ധികൾ മാത്രമേ അത് പറയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞവൻ ഒരിക്കലും പറയില്ല. നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും എന്താ വെച്ചാൽ കേവലാനുഭവം ഇല്ലാത്തവനാണ് ഇതൊക്കെ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഈ കേവലാനുഭവം ഇല്ലാതെ പഠിപ്പിക്കാൻ നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്ന് വരും. കേവലാനുഭവം ഉള്ളവൻ സംസാരിക്കില്ല അധികം. അവന് ഏകമായിട്ട് എല്ലാം കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കും എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. പറയാൻ അവൻ ഒരു പദ്ധതി കൂടിയായിരിക്കും വന്ന്, ചിലപ്പോൾ അവൻ ശ്രീവിദ്യ കൂടിയായിരിക്കും വന്ന്, അല്ലെങ്കിൽ ശൈവത്തിൽ കൂടിയായിരിക്കും വന്ന്, അല്ലെങ്കിൽ രാധാകൃഷ്ണ സങ്കല്പത്തിനെ ആരാധിച്ചിട്ടായിരിക്കും വന്നത്. വഴി ഏതാണെങ്കിലും എത്തേണ്ട സ്ഥലത്ത് അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും എൻ്റെ വഴിയാണ് ശരി എന്ന് അവൻ പറയില്ല. അങ്ങനെയുള്ളവരെ ഇന്ന് അധികം കാണാൻ കിട്ടുന്നില്ല. അതാണ് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുര്യോഗം. അത് തിരിച്ചറിയാനുള്ളതാണ് ഈ ഇത്തരം ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സാഖ്യം പറഞ്ഞതിന് ശേഷം കർമ്മത്തിൻ്റെ യോഗത്തിനെ ഗണപതി ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കണം. കർമ്മത്തിൻ്റെ യോഗം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം ഗീതയായിട്ട് ഭഗവത്ഗീതയായിട്ട് കുറച്ച് സാമ്യതകളുണ്ട്. എന്നേ ഇത് പറയാൻ പറ്റുള്ളൂ. നാളെ ഈ സാമ്യതകൾ നമുക്ക് പറയാൻ പറ്റില്ല. 3-മതായിട്ട് ബ്രഹ്മാർപ്പണത്തിൻ്റെ യോഗം പറഞ്ഞു കൊടുക്കണം. എന്തിനേയും ഭഗവാന് സമർപ്പിക്കുക. നല്ലതോ ചീത്തയോ ഒക്കെ സമർപ്പിച്ച് വരുമ്പോൾ ആന്തരിക ശുദ്ധി വരും. പിന്നെ നമുക്ക് സമർപ്പിക്കാൻ മോശമായിട്ടൊന്നും ചെയ്യാൻ തോന്നില്ല. നല്ലതേ ചെയ്യാൻ തോന്നുള്ളൂ. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ മനസ്സ് വിഷമിക്കണതൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ. ഭഗവാനോട് യഥാർത്ഥത്തിൽ സ്നേഹം വരുമ്പോൾ ജീവിതത്തിൽ പിന്നെ തെറ്റുകൾ താനെ ഉണ്ടാവില്ല. അത് ചെയ്യാനുള്ള അവസരങ്ങൾ പോലും ഭഗവാൻ കൊണ്ടുവരില്ല മുന്നിൽ. അങ്ങനെ ആവും. അതാണ് യഥാർത്ഥ ശുദ്ധീകരണം. ആ ബ്രഹ്മാർപ്പണം പറയണു. അതിനുശേഷം കർമ്മസന്യാസത്തിൻ്റെ യോഗം പറയണു. കർമ്മത്തിനെ ആത്മാർപ്പണമായിട്ട് ചെയ്യുക. കർമ്മത്തിനെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കർമ്മം ശുദ്ധീകരിക്കപ്പെടണമെന്ന് പറയണു. അടുത്ത അധ്യായത്തിൽ ഗീതയിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ടാണ് സഞ്ചരിക്കുന്നത്. യോഗവൃത്തി പ്രശംസ എന്ന് പറയും. യോഗമാർഗത്തിൻ്റെ മഹിമയെ ഭഗവാൻ ചുരുക്കി പറഞ്ഞു കൊടുക്കണു. ഗീതയിൽ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ കുറച്ച് ചെറിയൊരു മാറ്റത്തിലാണ് ഇതിൻ്റെ ഫിലോസഫി പോകുന്നത്.
അത് കഴിഞ്ഞാൽ യോഗവൃത്തിയിൽ കൂടിയുള്ള ബുദ്ധിയോഗം, ബുദ്ധിയെ എങ്ങനെ ഈശ്വരനുമായിട്ട് സംയോജിപ്പിക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ശരിക്ക് നമ്മുടെ മനസ്സ് പാവാ, മനസ്സ് സാധുവാ. മനസ്സിനെ എങ്ങോട്ട് വിളിക്കുന്നത് അങ്ങോട്ട് പോവുന്നത്. അതിനെ കുഴപ്പിക്കുന്നത് മുഴുവൻ ബുദ്ധിയാണ്. ബുദ്ധിയും മനസ്സിനെയും തിരിച്ചറിയാത്തതാണ് നമ്മൾ സാധാരണക്കാരുടെ ഏറ്റവും വലിയ പരാജയം. യഥാർത്ഥ ബുദ്ധിമാൻ, യഥാർത്ഥ യോഗി ബുദ്ധിയും മനസ്സിനെയും വേർതിരിച്ച് കാണും. ബുദ്ധിയാണ് സംശയം ഉണ്ടാക്കുക. അത് വേണോ, അല്ലെങ്കിൽ അങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യാം, ഈ ഉപായം ആ ഉപായം എന്ന് പറഞ്ഞിട്ട് നമ്മളെ നല്ല വഴിക്കും ചീത്ത വഴിക്കും ഒക്കെ കൊണ്ടുവന്ന ബുദ്ധിയാണ്. അതുകൊണ്ട് ബുദ്ധിയെ വികാരത്തിൽ നിന്ന് മോചിപ്പിച്ച് ശുദ്ധമാക്കുക എന്നുള്ളതാണ് ബുദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനം. അത് തന്നെയാണ് ഗണപതി ഉപാസന. കാരണം ഗണപതി ശുദ്ധബുദ്ധിയാണ്. വികാരസ്പർശത്തോട് കൂടിയിട്ട് ഈശ്വര അങ്ങനെ നടക്കല്ലേ 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 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തിന് ശ്രമിക്കുമ്പോൾ നമ്മളതിലൊരു വികാരം കൊണ്ടുവരികയാണ്, ഭയമെന്ന വികാരം. അങ്ങനെ നടക്കരുത് എന്നുള്ള നമ്മുടെ നിർബന്ധ ബുദ്ധി നാച്ചുറലി എന്താ, ആ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമത്തിൽ ഈ വികാരം കലരുമ്പോൾ അതിന് ശക്തി കിട്ടില്ല. നമ്മൾ എന്ത് ഭയന്നോ അത് തന്നെ നടക്കും. നേരെ മറിച്ച് അതേ വരി തന്നെ അത് നടക്കണം, എനിക്കത് കിട്ടണം കിട്ടണം, കിട്ടിയില്ലെങ്കിൽ ഞാൻ നശിച്ചു പോവും മരിച്ചു പോകും എന്നും പറഞ്ഞിട്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെയും വികാരം കലരണമുണ്ട്, അവിടെയും പരാജയമായിരിക്കും ഫലം. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഈഗോവിനെ കേന്ദ്രീകരിച്ചിട്ടാണ്, നമ്മുടെ അഹങ്കാരത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ എഫർട്ടും വരുന്നത്. അഹങ്കാരം രണ്ട് തരമുണ്ട്. ഒന്ന് എന്നെക്കൊണ്ടൊക്കെ സാധിക്കുന്നുള്ളത്, രണ്ട് എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ളത്. അതും അഹങ്കാരമാണ്. രണ്ടാമത് പറഞ്ഞ അഹങ്കാരം, ആദ്യം പറഞ്ഞ അഹങ്കാരത്തിനെക്കാട്ടിലും അപകടകാരിയാണ്. ഇത് ഞാൻ ആവർത്തിച്ച് പറയാറില്ല. പ്രത്യേകിച്ച് ആധ്യാത്മികതയിൽ ഭൗതികമായിട്ട് നമ്മൾ അഹങ്കരിച്ചാൽ പോലും കുഴപ്പമില്ല. ആധ്യാത്മികതയിൽ ഞാൻ എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള ചിന്ത വരുന്നതും, അതേപോലെ തന്നെ എന്നെക്കൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് പറ്റില്ല, എനിക്കിതൊന്നും പറ്റില്ല, എനിക്ക് ഉപാസന പറ്റില്ല, എനിക്കിതറിയില്ല, എൻ്റെ സാഹചര്യം അങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാ അപകടം. അപ്പം അങ്ങനെ വരുമ്പോൾ ആ അഹങ്കാരമാണ് നമുക്ക് തടസ്സത്തെ ഉണ്ടാക്കണമെന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്നെക്കൊണ്ടൊക്കെ പറ്റുന്നുള്ള ചിന്തയിൽ ഇറങ്ങിപ്പുറപ്പെട്ട് ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഈ അഹങ്കാരം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള തടസ്സമായിട്ട് വരുന്നത്. എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴും അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ അഹങ്കാരത്തിനെ നശിപ്പിക്കലാണ് തടസ്സത്തിനെ മാറ്റാനുള്ള ഏറ്റവും വലിയ വിദ്യ. ഇത് തന്നെയാണ് വിഘ്നേശ്വരൻ്റെ ഉപാസന. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം 144-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഉപാസനായോഗം പറഞ്ഞു കൊടുക്കണം. ഇതിനെ എങ്ങനെ ഉപാസിക്കണം, ഈ വിദ്യ എങ്ങനെ ജീവിതത്തിൽ പകർത്തണം എന്നുള്ളതാണ് ഉപാസന. അതിനെ ബാഹ്യമായിട്ടുള്ള പൂജയുടെയും മന്ത്രത്തിൻ്റെ ഒക്കെ രൂപത്തിൽ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കണം. വാസ്തവത്തിൽ ഈ ബാഹ്യമായിട്ടുള്ള പൂജയും മന്ത്രവും എന്തിന്, ഈ തേങ്ങ ഉടയ്ക്കൽ പോലും ഈ അഹങ്കാരം തകർക്കലാണ്. എന്തിന് ഈ തലയ്ക്കൊഴിഞ്ഞ് തേങ്ങ അടിക്കുന്നത്? കാരണം ഉടയ്ക്കേണ്ടത് ശരിക്കും അവനവൻ്റെ തലയാണ്. അത് നമുക്ക് ഉടച്ചാൽ പിന്നെ വേറെ തലയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ആ അഹങ്കാരത്തിനെ ആവാഹിച്ചിട്ട് ഉടയ്ക്കുകയാണ് ചെയ്യണം. അതാണ് ഈ ദോഷാവാഹനം. അവനവൻ്റെ അഹങ്കാരത്തിനെയാണ് അവിടെ ആവാഹിച്ച് ഉടയ്ക്കണത്. അങ്ങനെ ആ സങ്കല്പത്തിൽ ഉടയ്ക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഉടച്ച തേങ്ങയുടെ കഷ്ടം പെറുക്കി തിന്നരുതെന്നും പറയണത്. അത് ഞാൻ നാളെ പറയാം ആ ഭാഗം. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉപാസന കൊണ്ട് എന്താ കിട്ടുക? ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ആ വിശ്വരൂപത്തിൻ്റെ ഭാവം എന്താണ്? വിശ്വരൂപം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ കാണാനുള്ള കണ്ണുണ്ടാവണം. അതിനെ നോക്കിക്കാണേണ്ട ഒരു രീതിയുണ്ട്. വിശ്വരൂപം എന്താ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് നടുക്കൊരാൾ കുറ്റി പോലെ നിന്നിട്ട് കുറേ തല വെച്ചിട്ടുള്ള കുറേ നാക്കൊക്കെ ചാടിച്ചിട്ട് ഇതല്ല വിശ്വരൂപം. കാണാവുന്ന എല്ലാ വസ്തുക്കളിലും ഭഗവാനെ കാണുക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വരൂപം. വിശ്വഭാവന അതാണ്. നാരായണ കവചാണെങ്കിലും ഏത് കവചാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വിശ്വഭാവന ഉണ്ടാക്കാനാണ്. അങ്ങനെയാണ് അത് രക്ഷിക്കുന്നത് നമ്മളെ. എല്ലാം ബ്രഹ്മമാണെന്നുള്ള ബോധം വന്നാൽ പിന്നെ നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് ഒരു ആഭിചാരവും ഇല്ല, ഒരു ദുർമന്ത്രവും ഇല്ല, ഒരു മോശവും ഇല്ല, ഒരു വേഷവും ഇല്ല, ഒന്നുമില്ല. ആ ബ്രഹ്മഭാവനയാണ് ഏറ്റവും വലിയ കവചം. എല്ലാ കവചങ്ങളും അതാ ചെയ്തു തരുന്നത്. ഈ വിദ്യ പറഞ്ഞു കൊടുക്കണു ഭഗവാൻ. അതാണ് വിശ്വരൂപ വീക്ഷണ യോഗം എന്നാണ് അതിൻ്റെ പേര്. ഒരു ദിവ്യ ചക്ഷുസ് കൊടുത്തു കാണാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഭഗവാനെ കാണാൻ, എല്ലാ വസ്തുക്കളിലും കാണാനുള്ളൊരു കണ്ണ് കൊടുത്തു എന്ന്. അതിങ്ങനെ ജീമ്പൂമ്പ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ കണ്ണല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുവരേണ്ട കണ്ണാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ക്ഷേത്രജ്ഞ വിവേകം എന്ന് പറഞ്ഞു കൊടുക്കണു. അതേപോലെ തന്നെ ഗീതയിലുണ്ട്. ക്ഷേത്രം ശരീരം, ക്ഷേത്രജ്ഞൻ ആത്മാവ്. ഇതിനെ തിരിച്ചറിയാനുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ടൊരു ഉപദേശയോഗം.
അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം സത്വഗുണ രജഗുണ തമോ ഗുണങ്ങളുടെ സ്വഭാവത്തെ പറഞ്ഞു കൊടുക്കണം, ഗുണത്രയകൃതി യോഗം പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ ആ അവസാനത്തിൽ വരേണ്യ രാജാവിന് മോക്ഷത്തെയും കൊടുക്കണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പൊന്നുഗുരുവായൂരപ്പ സർവേശ്വര ഗണപതി ഭഗവാനേ